കയറിയിരിക്കണം. ഇടയ്ക്ക് ആരെങ്കിലും ഇരുന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനാണ് മുന്നോട്ട് കയറിയിരിക്കുക. മുന്നിലുള്ള ഒഴിഞ്ഞ സീറ്റുകളൊക്കെ ഫില്ല് ചെയ്യാം പ്ലീസ്. പുറകിലുള്ളവര് മുന്നോട്ട് കയറിയിരിക്കുക. മുന്നിൽ എവിടെയെങ്കിലും സീറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ പുറകിലുള്ളവർക്ക് ഒന്നിരിക്കാം. നിങ്ങൾ കുറെ കഴിഞ്ഞാൽ ആർക്കും ഇരിക്കാൻ പറ്റാത്ത രീതിയിലാക്കരുത്. മുന്നിലേക്ക് കയറിയിരുന്നാൽ കൂടുതൽ ആളുകൾക്ക് സൗകര്യപ്പെടുത്താം. എല്ലാവരും ഒന്ന് സഹകരിക്കുക. പിന്നിലുള്ള സീറ്റ് ഇരിക്കുന്നവര് മുന്നിലേക്ക് കയറിയിരുന്നാൽ സൗകര്യമായിരുന്നു. അത് ഇടയ്ക്ക് ആരെങ്കിലും കയറിയിരിക്കുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് വരാതിരിക്കാനാണ്, നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഒരു കീർത്തനൊക്കെ ചൊല്ലിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ദേവകി തനയ ദയാനിധേ, ദേവകി തനയ ദയാനിധേ, ദേവകി തനയ ദയാനിധേ, ദേവകി തനയ ദയാനിധേ, ദയാനിധേ കൃപാനിധേ, ദയാനിധേ കൃപാനിധേ, ദയാനിധേ കൃപാനിധേ, ദയാനിധേ കൃപാനിധേ, ദേവകി തനയ ദയാനിധേ, ദേവകി തനയ ദയാനിധേ, ദർശന ദീജോ ദേവദേവാ, ദർശന കീജോ ദേവദേവാ, 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 ദേവാദിദേവാ, ദേവാധിദേവാ, ശ്രീകൃഷ്ണദേവാ, ശ്രീകൃഷ്ണദേവാ, ശ്രീസ്വാമി ദേവാ, ശ്രീസ്വാമി ദേവാ, ദീനനാഥ ലക്ഷ്മീനാഥ, ദീനനാഥ ലക്ഷ്മീനാഥ, ദീനനാഥ ലക്ഷ്മീനാഥ, ദീനനാഥ ലക്ഷ്മീനാഥ, ദേവകി തനയ ദയാനിധേ, ദേവകി തനയ ദയാനിധേ, ദയാനിധേ കൃപാനിധേ, 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 ദയാനിധേ
ദയാനിധേ കൃപാനിധേ ദേവകി തനയാ ദയാനിധേ ദേവകി തനയാ ദയാനിധേ ദേവകി തനയാ ദയാനിധേ ദേവകി തനയാ ദയാനിധേ ദയാനിധേ കൃപാനിധേ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രാമകൃഷ്ണ ഹരി മുകുന്ദ മുരാരി രാമകൃഷ്ണ ഹരേ മുകുന്ദ മുരാരി രാമകൃഷ്ണ ഹരി മുകുന്ദ മുരാരി രാമകൃഷ്ണ ഹരേ മുകുന്ദ മുരാരി പാണ്ഡുരംഗ 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 ഹരി പാണ്ഡുരംഗ 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 ഹരേ പാണ്ഡുരംഗ 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 ഹരി പാണ്ഡുരംഗ 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 ഹരേ രാമകൃഷ്ണ ഹരി മുകുന്ദ മുരാരി രാമകൃഷ്ണ ഹരേ മുകുന്ദ മുരാരി രാമകൃഷ്ണ ഹരി മുകുന്ദ മുരാരി രാമകൃഷ്ണ ഹരേ മുകുന്ദ മുരാരി പാണ്ഡുരംഗ 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 ഹരി പാണ്ഡുരംഗ 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 ഹരേ ഗോവിന്ദ മുരാരി ഗോപാല മുരാരി ഗോവിന്ദ മുരാരി ഗോപാല മുരാരി ഗോവിന്ദ മുരാരി ഗോപാല മുരാരി ഗോവിന്ദ മുരാരി ഗോപാല മുരാരി വാസുദേവ 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 ഹരി വാസുദേവ 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 ഹരേ വാസുദേവ 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 ഹരി വാസുദേവ 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 ഹരേ രാമകൃഷ്ണ ഹരി മുകുന്ദ മുരാരി രാമകൃഷ്ണ ഹരേ മുകുന്ദ മുരാരി പാണ്ഡുരംഗ 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 ഹരി പാണ്ഡുരംഗ 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 ഹരേ മോഹന മുരാരി മുകുന്ദ മുരാരി മോഹന മുരാരി മുകുന്ദ മുരാരി മോഹന മുരാരി മുകുന്ദ മുരാരി മോഹന മുരാരി മുകുന്ദ മുരാരി നാരായണ 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 ഹരി നാരായണ 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 ഹരേ നാരായണ 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 ഹരി നാരായണ 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 ഹരേ രാമകൃഷ്ണ ഹരി മുകുന്ദ മുരാരി രാമകൃഷ്ണ ഹരേ മുകുന്ദ മുരാരി പാണ്ഡുരംഗ പാണ്ഡുരംഗ പാണ്ഡുരംഗ
പാണ്ഡുരംഗ പാണ്ഡുരംഗ പാണ്ഡുരംഗ ഹരി. ഗോവിന്ദ മുരാരി ഗോപാല മുരാരി. 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 വാസുദേവ 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 ഹരി. 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 നാരായണ 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 ഹരി. വാസുദേവ 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 ഹരി. നാരായണ 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 ഹരി. നാരായണ 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 ഹരി. നാരായണ 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 ഹരി. നാരായണ 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 ഹരി. വാസുദേവ 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 ഹരി. വാസുദേവ 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 ഹരി. വാസുദേവ 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 ഹരി. വാസുദേവ 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 ഹരി. നാരായണ 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 ഹരി. നാരായണ 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 ഹരി. നാരായണ 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 ഹരി. നാരായണ 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 ഹരി. വാസുദേവ 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 ഹരി. വാസുദേവ 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 ഹരി. വാസുദേവ 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 ഹരി. വാസുദേവ 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 ഹരി. നാരായണ 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 ഹരി. വാസുദേവ 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 ഹരി. നാരായണ 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 ഹരി. നാരായണ 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 ഹരി. നാരായണ 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 ഹരി. നാരായണ 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 ഹരി. രാമകൃഷ്ണ ഹരി മുകുന്ദ മുരാരി. രാമകൃഷ്ണ ഹരി മുകുന്ദ മുരാരി. പാണ്ഡുരംഗ 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 ഹരി. പാണ്ഡുരംഗ 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 ഹരി. പാണ്ഡുരംഗ 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 ഹരി. പാണ്ഡുരംഗ പാണ്ഡുരംഗ
പാണ്ഡുരംഗ ഹരേ പാണ്ഡുരംഗ 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 ഹരി പാണ്ഡുരംഗ 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 ഹരേ സർവത്ര ഗോവിന്ദ നാമ സംകീർത്തനം ഗോവിന്ദ. ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ കഥകളും സമകാലീന പ്രസക്തിയുള്ള ജീവിത സന്ദേശങ്ങളാണ്. ഇത് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് കുറെ കൂടി സുന്ദരമാക്കാനും സന്തോഷവും സുഖവും സൗഹൃദവും ഒക്കെ ഉള്ളതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഭാഗവതം കേൾക്കുമ്പോഴുണ്ടാകും. ഒന്ന്, ഭാഗവതത്തിലെ കഥകൾ കേൾക്കുമ്പോൾ അതിന് ഈ കാലഘട്ടത്തിൽ എന്ത് സന്ദേശമാണ് നൽകാനുണ്ടാവുക എന്നത് പറയാതെ അറിയാൻ, നേരിട്ട് പറയാതെ മനസ്സിലാക്കിയെടുക്കാനുള്ള പരോക്ഷ ബുദ്ധി വേണം. പ്രത്യക്ഷമായി കഥ പറയുമ്പോൾ പരോക്ഷമായ സന്ദേശത്തെ ഭാഗവതത്തിൽ നിന്ന് ഒപ്പിയെടുക്കാനുള്ള, മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു വിവേകത്തിന്റെ കണ്ണ് നമുക്ക് വേണം. രണ്ട്, ആ ഒരു സന്ദേശത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു മനോബലവും അല്ലെങ്കിൽ അനുഷ്ഠാന സംസ്കാരവും നമുക്കുണ്ടാവണം. അപ്പം ടേക്ക് ദ മെസ്സേജ് ആൻഡ് ഇംപ്ലിമെന്റ് ദ മെസ്സേജ്. സോ ഈ രണ്ട് കാര്യങ്ങൾ, ഗ്രാസ്പ് ദ മെസ്സേജ് ആൻഡ് പ്രാക്ടീസ് ദ മെസ്സേജ്, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ഭാഗവതം ഈ കാലഘട്ടത്തിലേക്ക് വേണ്ടുന്ന ഒരു ലൈഫ് മാനേജ്മെന്റ് ടെക്സ്റ്റ് ആയിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഭാഗവതത്തെ കേൾക്കുന്നതെല്ലാം സ്റ്റോറി ബേസ്ഡ് ആണ്. ഇത് സ്റ്റോറി ഉണ്ട്, പക്ഷെ സ്റ്റോറി ബേസ്ഡ് മാത്രമായാൽ അതേതോ ഒരു കൊച്ചുകുട്ടികൾക്ക് നമ്മൾ അമ്പിളി അമ്മാവന്റെ കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ പുലിയുടെയും എലിയുടെയും കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ ഒരു എന്റർടൈൻമെന്റ് മാത്രമായി പോകും. നമ്മളൊന്ന് സൊസൈറ്റിയിലേക്ക് നോക്കുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് പറയും, പ്രായേണ മനുജാലോക ലോകതത്വ വിചക്ഷണ. അതായത് കുറച്ചാളുകള് ചുറ്റുപാടിലേക്ക് കണ്ണോടിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ എന്താ, വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് എന്നുള്ളത് നോക്കുന്നവരാണ്. നമ്മുടെ ചുറ്റുപാടൊക്കെ നമ്മളൊന്ന് വിശാലമായിട്ട് നോക്കുക. മുണ്ടകോപനിഷത്ത് ഒരു ഉപനിഷത്തിൽ പറയും, ഒരാള് ബ്രാഹ്മണനാവുന്നത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ പറയും, പരീക്ഷലോകൻ കർമ്മജിതാൻ ബ്രാഹ്മണ നിർവേദമായ അഗ്നികൃതകൃതേന തദ് വിജ്ഞാനാർത്ഥം ഗുരുമേവാഭിഗച്ഛേൽ സമിത്പ്രാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠ. ഇത് മുണ്ടകോപനിഷത്ത് എന്നൊരു ഉപനിഷത്തിൽ പറയുന്ന ശ്ലോകാണ്. പരീക്ഷലോകാൻ, ഈ ലോകത്തെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. അപ്പൊ നോക്കൂ, നമ്മൾ എത്രയോ കാലങ്ങളായി സപ്താഹങ്ങള് കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നു. ഇനി വേണ്ട, കുട്ടിക്കാലം മുതൽ കൃഷ്ണന്റെ കഥകൾ കേട്ടിട്ടില്ലേ? കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടോ? കൃഷ്ണൻ പൂതനയെ കൊല്ലുന്നതും കാളിയനെ മർദ്ദിക്കുന്നതും ഗോപികമാരുടെ കൂടെ ഡാൻസ് ആടുന്നതും വെണ്ണ കക്കുന്നതും കേൾക്കാത്തവരൊക്കെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളെന്താ പുട്ടു വിഴുങ്ങിട്ടാണോ വന്നത്? ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല, അത്രയുള്ളൂ. കേട്ടിട്ടില്ലേ? കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അവിടെ കൈ പൊക്കുമെന്ന്. ഞാൻ കേട്ടിട്ടേ ഇല്ല എന്നുള്ളത്. ഒരു കഥയും കേട്ടിട്ടില്ല? നിങ്ങളുടെ വീട്ടിലെന്താ കഥയില്ലാത്തവരാണോ? എല്ലാവർക്കും ഇത്തരം കഥകൾ അറിയാം. ഇനി എന്റെ ചോദ്യത്തിന് ഉത്തരം തരും. ഈ കഥകളൊക്കെ കേട്ടിട്ട് നമ്മുടെ മനസ്സിന് വല്ല മാറ്റങ്ങളും വന്നിട്ടുണ്ടോ? സ്വയം ചിന്തിക്കൂ നിങ്ങൾ. ഉണ്ട്. ഈ കഥകൾ കേട്ടിട്ട് വന്നിട്ടുണ്ട്.
നിങ്ങളുടെ സ്വഭാവത്തിന് വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. കഥ കേട്ടതുകൊണ്ടോ? കഥ കേട്ടത് കൊണ്ടല്ല മാറ്റം, കൊട്ടുകൊണ്ടുണ്ട്. കഥ കേട്ടിട്ടാണോ മാറ്റം കിട്ടിയത്, അതോ ജീവിതത്തിൽ പല പല അനുഭവങ്ങളെ കൊണ്ട് കിട്ടിയത് കൊണ്ടാണോ മാറ്റം ഉണ്ടായിട്ടുണ്ടാവുക? സത്യം പറയും. കഥ കേട്ടിട്ടാണോ? കഥ കേട്ടത് കൊണ്ട് ഭക്തി കുറച്ച് വന്നിട്ടുണ്ട്, പക്ഷെ അതിൽ സ്വഭാവത്തിന് യാതൊരു മാറ്റമൊന്നുമില്ല. ഉണ്ടോ? ഉണ്ട്. സ്വഭാവത്തിൽ മാറ്റമുണ്ട്. കുറച്ചു പേർക്കുണ്ടാവായിരിക്കാം. മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഇങ്ങനെയാണോ? ക്ഷേത്രങ്ങളൊക്കെ ഇങ്ങനെയാണോ? നിങ്ങൾ നോക്കൂ, ഏറ്റവും കൂടുതൽ അസൂയയും മത്സരവും ഭക്തന്മാരുടെ ഇടയിലാണ്. വേറെ ആരടുത്തും ഇത്ര ഉണ്ടാവും എനിക്കറിയില്ല. ആണോ അല്ലയോ? കുശുമ്പും അസൂയും ഒക്കെ നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ഒന്നുമില്ല. കഥ കേട്ടിട്ട് എല്ലാം മാറി നിൽക്കുന്നവിടെ അവിടെ ഉള്ളത്. പെരുമ്പാവൂരിന്നൊരു കാരണവര്, നിങ്ങളുടെ നാട്ടിലെ കഥ പറയാം. പെരുമ്പാവൂരിൽ ഒരു കഥ പറയാം. കേക്കൂ, മുഴുവൻ കേക്കൂ. നിങ്ങൾ മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് ചാടരുത്. മുഴുവൻ കേക്കൂ നിങ്ങൾ. പെരുമ്പാവൂരിന്ന് ഒരു കാരണവര്, ഇദ്ദേഹത്തിന് ഇത്തിരി മുൻചുണ്ടിയുണ്ടേ. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് കോപം വരും. അപ്പൊ എല്ലാവരും പറഞ്ഞു, നോക്കൂ, കാരണം അവര് ഈ കോപം വെച്ച് മരിച്ചു പോയാൽ അടുത്ത ജന്മവും ഈ കോപം കൊണ്ട് തിരിച്ചു വരണം. അതുകൊണ്ട് അങ്ങയുടെ ഈ ജന്മം പോയി, അടുത്ത ജന്മം അങ്ങ് പോക്കുകയാണ്. അതുകൊണ്ട് ഈ ജന്മം നേരെയാക്കാൻ എങ്ങനെങ്കിലും ഈ കോപത്തിൽ നിന്നൊന്ന് പുറത്തു കിടക്കണം. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, എന്താ വഴി? അപ്പൊ ഒരു ആചാര്യം പറഞ്ഞു കൊടുത്തു, അങ്ങൊരു കാര്യം ചെയ്യൂ, കാശി വരെ പോണം. എവിടെ? എന്നിട്ട് അവിടെ ഗംഗയിൽ മുങ്ങണം. ഗംഗയിൽ മുങ്ങണ സമയത്ത് ഇത്തിരി വെള്ളം ഗംഗയിൽ നിന്നെടുത്ത് മൂക്കിൽ വലിക്കുക, പിടിച്ചു വയ്ക്കുക. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുക, എന്റെ ദേഷ്യം മുഴുവൻ പുറത്തേക്ക് പോയി. അപ്പൊ മൂക്കുന്ന ആ വെള്ളമൊക്കെ പുറത്തു പോകുമ്പം ഏതും പോവും. ഈ മനുഷ്യൻ ഗംഗയിലൊക്കെ എത്തി വെള്ളടത്തൊരൊറ്റ വലി മൂർധാവ് കയറി. ആ പറഞ്ഞു തന്ന ആചാര്യന് അപ്പം കൊല്ലാനുള്ള ദേഷ്യം, അവിടുത്തെ ദേഷ്യം കൂടി. പിന്നെ എല്ലാവരും പറഞ്ഞു ഏത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം അവിടെ തന്നെ പതുക്കെയൊക്കെ മൂക്കിലെടുത്ത് മനസ്സിൽ വിചാരിച്ചു, ഇതാ എന്റെ സകല ദേഷ്യവും പോന്നു. അങ്ങനെ ഒരു മനസ്സിൽ നിന്ന് എന്തോ ഒരു ഭാരം ഇറങ്ങിപ്പോയതുപോലെ. അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വന്നു, പെരുമ്പാവൂരിലേക്ക് വന്നു. അപ്പൊ ഭാര്യ വിചാരിച്ചു, എന്തായാലും കാരണവര് പണ്ടത്തെ ആളല്ല, ഗംഗയിൽ കുളിച്ചതിന്റെ പുണ്യം, കാശിയിൽ പോയതിന്റെ ഭക്തി, ഇപ്പോഴാണെങ്കിൽ ദേഷ്യം മുഴുവൻ മൂക്കിലൂടെ, നേരത്തെ മൂക്കിന്റെ അറ്റത്തായിരുന്നു, ഇപ്പൊ ദേഷ്യം മുഴുവൻ മൂക്കിലൂടെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ സ്വീകരിക്കുമ്പോൾ ഒരു സദ്യവട്ടമൊക്കെ ആവാം എന്നൊക്കെ കരുതി അടുത്തുള്ളവരെയും നാട്ടുകാരെയൊക്കെ പ്രധാനപ്പെട്ടവരെയൊക്കെ വിളിച്ചു. അപ്പൊ എല്ലാവരും വന്നു. ഇദ്ദേഹത്തിനെ കാലൊക്കെ കഴുകി മാലയൊക്കെ ഇട്ട് പൂക്കളൊക്കെ ഇട്ട് ഭാര്യ കർപ്പൂരൊക്കെ ഒഴിഞ്ഞ് സ്വീകരിച്ചു. കാരണം കാരണവരിപ്പോ പണ്ടത്തെ കാരണവരല്ല, കുറെ മാറ്റങ്ങളൊക്കെ ആയിട്ടാണ് കാരണവര് വന്നിരിക്കുന്നത്. അപ്പം അമ്മ അവിടുത്തെ കൊച്ചു കുട്ടികളോടൊക്കെ പറഞ്ഞു, കുട്ടികളെ, നിങ്ങളുടെയൊക്കെ അമ്മാവൻ ഇപ്പൊ നല്ല ശാന്തനാണ്, പഴയ ആളെയല്ല, എല്ലാരും നമസ്കരിക്കണമെന്ന്. കുട്ടികൾ ഓരോരുത്തർ വന്നും കാരണവരെ നമസ്കരിക്കുമ്പം ഒരു ചെറുത് ചോദിക്കുകയാണ്, അല്ല ഇപ്പൊ ഞങ്ങള് കുറുമ്പൊന്നും കാണിച്ചാൽ ദേഷ്യം വരില്ലല്ലോ എന്ന്. ഇപ്പൊ ഞങ്ങൾ കുറുമ്പൊന്നും കാണിച്ചാൽ ദേഷ്യം ദേഷ്യമൊക്കെ പോയി. അപ്പൊ ഒരു കുട്ടി ചോദിക്കുകയാണ്, ഞാൻ മുത്തശ്ശന്റെ കണ്ണട പൊട്ടിച്ചാലോ എന്നാണ്. ദേഷ്യമൊന്നും വരില്ല. അല്ല ഞാൻ എറിഞ്ഞുടച്ചാലും ദേഷ്യം വരില്ല. അപ്പൊ ചോദിച്ചു, ശരിക്കും ദേഷ്യം വരില്ലേ? നുണ പറയണ്ട മുത്തച്ഛ, അങ്ങനെയൊന്നും ദേഷ്യം പോവില്ല എന്ന് എന്റെ അമ്മ പറഞ്ഞല്ലോ എന്ന്. അത് കേട്ടതും കാരണവര്, നിന്റെ അമ്മ ആരാണ് അങ്ങനെ പറയാന്ന്? എന്റെ ദേഷ്യം പോവോ ഞാനല്ലേ തീരുമാനിക്കുക, നിന്റെ അമ്മയാണോ തീരുമാനിക്കുക?
ആ അമ്മ അകത്തുനിന്നൊരു ഓട്ടം, ഇത് എന്താ ഈ കേൾക്കുന്നത് എന്ന്. എത്ര ഗംഗയിൽ മുങ്ങിക്കുളിച്ചാലും ഉള്ളിലുള്ള സാധനമൊന്നും പോവില്ല. നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഭക്തിയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇത്തിരിയൊക്കെ വരും, അതിലൊരു സംശയമില്ല. ഒരു ഇമോഷണൽ ഭക്തി വരും. എന്ത് വരും? കാരണം നമുക്ക് കുറെ ഇമോഷണൽ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട്. പക്ഷെ ഭക്തി ഇമോഷണൽ അല്ല, അതാണ് തെറ്റിദ്ധരിച്ചത്. ഭക്തി ഒരിക്കലും അത് ഇമോഷണൽ ആയാൽ കുറെ കഴിഞ്ഞാൽ ആ ഭക്തി നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. കാരണം നിങ്ങളിൽ രണ്ട് ഇമോഷൻ ഉണ്ട്. നിങ്ങളുടെ വാസനകളാകുന്നൊരു ഇമോഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. പല വൈകാരികമായ ചിന്തകളും നിങ്ങളുടെ ഉള്ളിൽ. പറയൂ, അതിന്റെ ഉത്തമ തെളിവ് നോക്കൂ. നിങ്ങൾ നമ്മുടെ കുട്ടികൾ എന്താ അമ്പലങ്ങളിലൊക്കെ പോകുന്നില്ലേ? പക്ഷെ വൈകാരികമായ പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും അസ്വസ്ഥതകളും വന്നാൽ ഈ അമ്പലത്തിൽ പോയ ഭക്തിയല്ല, അവരുടെ വേദനകളും വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അവരുടെ ഭക്തിയെ മറികടന്ന് അവരെ ആത്മഹത്യയിലേക്ക് വരെ പ്രേരിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടോ എന്ന് പറഞ്ഞാൽ മതി. അമ്പലത്തിൽ പോയി തൊഴുതുപോയവരൊന്നും ആത്മഹത്യ ചെയ്തിട്ടില്ല? പറയൂ, നിങ്ങള് പറയൂ, ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? അപ്പൊ അതൊന്നും എന്താ മനസ്സിലാക്കേണ്ടത്? അമ്പലത്തിൽ ഒക്കെ പോയി നേടിയ ഭക്തിയും ഒരു വികാരമാണ്. പക്ഷേ ഉള്ളിലുള്ള പല വികാരങ്ങളുടെയും തീവ്രത കൂടിയാൽ ഭക്തി വികാരത്തിന്റെ തീവ്രത അവർക്ക് പറയൂ കുറയും. ശരിയാണോ ഞാൻ പറഞ്ഞത്? സത്യസന്ധമാണോ പറഞ്ഞത്? ശരിയാണോ? അപ്പൊ ഇവിടെയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. നമുക്ക് ഭക്തിയെ ശക്തിയാക്കി മാറ്റണം. ഇപ്പോൾ നമ്മുടെ ഭക്തി ശക്തിയല്ല. ഇപ്പോൾ നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് ഒരു തരം നമുക്ക് കിട്ടുന്നൊരു സുഖമാണ്. അമ്പലത്തിൽ പോകുമ്പോൾ ഒരു സുഖം. അതുകൊണ്ടല്ലേ അവിടെ പോയിരിക്കുന്നത്. സപ്താഹത്തിന് പോകുമ്പം രണ്ട് സുഖം. ഒന്ന് കേൾക്കുന്നതിലും സുഖം, 3 സുഖണ്ടേ, ഉറങ്ങുന്നതിലും സുഖം. കാരണം സപ്താഹി സംസ്കൃത ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ ഇങ്ങനെ സച്ചിദാനന്ദരു അത് പോയി, രൂപം പോയി. പിന്നെ ഊണ് കഴിക്കുമ്പോൾ ഒരു സുഖം, എല്ലാവരും കൂടി തിക്കി തിരക്കി ഒരു ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അതിലൊരു സുഖമുണ്ട്. ഉണ്ടോ ഇല്ലയോ? വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് സുഖം അതിനേക്കാളും എളുപ്പമാണ് ഏത്? അങ്ങോട്ടൊന്ന് തള്ളി ഇങ്ങോട്ടൊന്ന് ഇടിച്ചു, അതിലൊരു സുഖമൊക്കെ ഉണ്ട്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് ചെറിയ സുഖങ്ങളെയാണ് നമ്മൾ ഭക്തിയായി. ഭക്തി ഒരു സുഖമാവരുത്. കാരണം സുഖം എന്ന് പറയുന്നത് താൽക്കാലികം മാത്രമാണ്. നമ്മൾ ഈ സുഖത്തെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. എന്നും ഒരുപോലെ സുഖത്തെ നിലനിർത്താൻ നമുക്ക് സാധ്യമല്ല. ഒരാൾക്കും സാധ്യമല്ല. ഇപ്പൊ നിങ്ങൾ സുഖമായിട്ടിരുന്നാലും നിങ്ങളുടെ വീടിന്റെ താക്കോല് കാണാതിരുന്നാൽ സുഖം ഉണ്ടാവുമോ? എന്താ ഒന്നും മിണ്ടാത്തത്? ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ കാറിന്റെ താക്കോല് കാണാതിരുന്നാൽ സുഖം ഉണ്ടാവുമോ? പറയൂ, സുഖം ഉണ്ടാവുമോ? എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങള് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, കാതിന്റെ പിന്നിലുള്ള ആണി പോയാൽ പോലും സുഖം പോയി. ഇനി അത് പോട്ടെ, തിരിച്ചു പോകുമ്പോ ചെരുപ്പ് അവിടെ ഇല്ലെങ്കിൽ സുഖം പോയോ? നമ്മൾ ഭക്തിയെ സുഖമാക്കുകയാണ്. നമ്മൾ ഭക്തിയെ സുഖമാക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഭക്തിയെ ശക്തിയാക്കണം. എന്താക്കണം? ആ ശക്തി വന്നു കഴിഞ്ഞാൽ മനസ്സിനെ നമുക്ക് സമചിത്തമാക്കാം. അപ്പൊ എന്തായി? സുഖം വരുമ്പോഴും ഉൾക്കൊള്ളാം, ദുഃഖം വരുമ്പോഴും ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിന്റെ പ്രക്ഷുബ്ധതയെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഗീതയിൽ 2-ാം അധ്യായത്തിൽ 38-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും, ഈ ഭക്തി കൊണ്ട് ശക്തി നേടുന്നവർക്ക് സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധ്വായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. നിങ്ങൾ 12-ാം അധ്യായത്തിലും അതുപോലെ തന്നെ ഇനി നാളെ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. ഗീതയിൽ ഭക്തിയോഗം എന്നൊരു അധ്യായമുണ്ട്, 12-ാം യോഗം. അവിടെ പറയും ഭഗവാൻ, അവിടെ പറയും 12-ാം അധ്യായത്തിൽ ഭഗവാൻ പറയും,
അദ്വേഷ്ടാ സർവഭൂതാനം മൈത്രകരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സുഖദുഃഖ സമ. സുഖദുഃഖങ്ങളെ സമമാക്കാൻ കഴിയുന്നവൻ. മനസ്സിലായില്ലേ? സുഖദുഃഖങ്ങളെ സമമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുഖം ഉള്ള സമയത്തുള്ള മനസ്സ് തന്നെ ദുഃഖമുള്ള സമയത്ത് ആക്കിയെടുക്കുക. അതിന്റെ പ്രക്ഷുബ്ധതയെ നിയന്ത്രിക്കാനുള്ളൊരു കൂടെ വരുന്നില്ലേ നിങ്ങള്? ആക്കിയെടുക്കണം. അപ്പൊ അതിനെന്ത് വേണം? മനസ്സിന്റെ പ്രക്ഷുബ്ധതയെ നിയന്ത്രിക്കാനുള്ള ഒരു മനോബലം നമ്മളിൽ ഉണ്ടാവണം. ഭക്തി സുഖമായാൽ, ശ്രദ്ധിക്കുക, നിങ്ങളൊക്കെ കുട്ടികൾക്ക് അമ്പലത്തിലൊക്കെ പോകുന്നു, സപ്താഹം കേൾക്കുന്നു, ഇതൊക്കെ എന്താ ഉണ്ടാക്കുന്നത്? ഭക്തി സുഖമാക്കുകയാണ്. എന്താ ഉണ്ടാക്കുന്നത്? അതായത് ഇവിടെ വന്നിരിക്കുമ്പോ സുഖം, അമ്പലത്തിൽ പോകുമ്പോ സുഖം, ഗുരുവായൂരിൽ പോകുമ്പോ സുഖം. ഈ സുഖങ്ങളൊന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുമോ? ഉണ്ടാവില്ല. കാരണം സുഖം താൽക്കാലികമാണ്, അനുകൂലമായ പരിതസ്ഥിതിയാണ്, അനുകൂല അനുഭവമാണ്. എപ്പോഴും അനുഭവങ്ങൾ അനുകൂലമാവില്ല, അനുകൂലവുമായി വരും. ഇപ്പൊ നോക്കൂ നിങ്ങൾ, നല്ല വെയിലുണ്ടായ സമയം ഇതാ കാർമേഘം മൂടും. ഇത് തന്നെയാണ് പ്രകൃതി പോലെയാണ് മനസ്സിന്റെ പ്രകൃതിയും. എന്നും ഒരേ പ്രകൃതത്തിൽ മനസ്സിനെ പിടിച്ചിരുത്താൻ നമുക്ക് ആർക്കും, ഉറക്കെ പറയൂ, സാധ്യല്ല. അപ്പം പിന്നെ എന്താ വേണ്ടത്? ഭക്തിയെ ശക്തിയാക്കണം. എന്താക്കണം? അതാണ് നമ്മളാരും പരിശ്രമിക്കാത്തത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മനോവിഷമം വന്നാൽ നിങ്ങൾ എത്ര അമ്പലങ്ങളിൽ പോയിട്ടും കാര്യമില്ല, നിങ്ങൾ മാനസികമായി വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളിലും കുരുങ്ങിക്കിടന്നു. അപ്പൊ അതിന് എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു വിഷമം വന്നപ്പോൾ അതിനെ മറികടക്കാനുള്ള മനോബലം നമ്മുടെ ഉള്ളിൽ ഇല്ല. പിന്നെ എന്ത് ഭക്തിയെ നമ്മൾ ഉണ്ടാക്കിയത്? മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? നമുക്ക് വേണ്ടുന്ന ഭക്തി ശക്തിയുടെ ഭക്തിയാണ്. നമുക്ക് വേണ്ടുന്ന ഭക്തി ഉറക്കെ പറയൂ, ശക്തി ഉണ്ടാക്കുന്ന ഭക്തിയാണ്. അപ്പൊ ശക്തി ഉണ്ടാവണമെങ്കിൽ അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. മനസ്സിനെ ആവർത്തിച്ച അനുഷ്ഠാനങ്ങളിലൂടെ കൊണ്ടുപോകണം. നിരന്തരമായ അനുഷ്ഠാനത്തിൽ നിന്നും മനസ്സ് രൂപപ്പെടുത്തുന്ന ഒന്നാണ് മനോബലം എന്നത്. നിരന്തരമായ അനുഷ്ഠാനത്തിലൂടെ മനസ്സിൽ രൂപപ്പെടുന്ന ഒന്നാണ് ഈ കോയിൽ എടുത്തിട്ട്, മോട്ടറിന്റെ അകത്തൊക്കെ കോയിലുണ്ട്, കോപ്പർ കോയിലുണ്ട്, ഇല്ലേ? അങ്ങനെയല്ലേ ഇതുണ്ടാക്കാം, മോട്ടർ ഉണ്ടാക്കുന്നത്? ആണോ? ഇതുപോലെ നമ്മുടെ മനസ്സിലും നമ്മള് നാമജപത്തെ ചുറ്റിക്കൊണ്ടിരുന്നാൽ, മീൻസ് നാമജപത്തിൽ മനസ്സിനെ കൊണ്ട് നടന്നാൽ ക്രമേണ മനസ്സിൽ എന്ത് രൂപപ്പെടും? ശക്തി രൂപപ്പെടും. ഈ നാമജപ സംസ്കാരം നമ്മളിൽ വളരെ വളരെ കുറഞ്ഞുപോയി. അതുകൊണ്ടാണ് നമ്മുടെ ഹിന്ദു സമൂഹത്തിന് മനോബലം വളരെ ഉറക്കെ പറയൂ കുറവാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. അതാ ഞാൻ പറഞ്ഞത്. ഒന്ന് അറിവും, രണ്ട് അഭ്യാസവും. അല്ലെങ്കിൽ അറിവും, രണ്ട് അനുഷ്ഠാനവും. അറിവും അനുഷ്ഠാനവും ഉണ്ടോ, നിങ്ങളുടെ ജീവിതയാത്ര സുഗമമാണ്. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ഇപ്പോൾ ജീവിക്കുന്നതുണ്ടല്ലോ, 99% ആളുകളും ഇപ്പോൾ ജീവിക്കുന്നത് ദശരഥനെ പോലെയോ ധൃതരാഷ്ട്രനെ പോലെയാണ്. എന്താണ് ദശരഥനെ പോലെയും ധൃതരാഷ്ട്രനെ പോലെയും എന്ന് പറയുന്നത്? എല്ലാം എനിക്ക് അനുകൂലമാവും, എല്ലാം ഞാൻ വിചാരിച്ച പോലെയാവും, എല്ലാം എന്ന് ദശരഥൻ തെറ്റിദ്ധരിച്ചു. പൊന്നുപോലെ സ്നേഹിച്ച കൈകേയി തനിക്ക് കണ്ണിലൊരു കുത്തുന്ന വേദനയാകുമെന്ന് ദശരഥൻ ഒരിക്കലും വിചാരിച്ചില്ല. അന്ധനായ ധൃതരാഷ്ട്രൻ വഴിവിട്ട് മക്കളെ അങ്ങോട്ട് വിശ്വസിച്ച് അവർക്ക് എല്ലാ ഫ്രീഡവും കൊടുത്തപ്പോൾ ആ മക്കൾ തന്റെ മുന്നിൽ തല്ലി തകർന്ന്, അല്ലെങ്കിൽ ആ മക്കൾ നശിച്ചു പോകും എന്നത് തിരിച്ചറിയാനുള്ള സൂക്ഷ്മ ബുദ്ധി അച്ഛന്. ഏതൊരു മക്കൾക്ക് വേണ്ടിയിട്ടാണോ അച്ഛൻ പല കോംപ്രമൈസും ചെയ്തത്, ആ മക്കൾ അവസാനം മരിച്ച കഥകളാണ് ധൃതരാഷ്ട്രൻ സഞ്ജയനിൽ നിന്ന് കേൾക്കുന്നത്. ആണോ? 18 ദിവസം കേൾക്കുന്നത് മുഴുവൻ
ഓരോരുത്തരായിട്ട് തനിക്ക് നഷ്ടപ്പെടുന്ന കഥകളാണ്. ആണോ? പറയൂ. ഇതുപോലെ അന്ധരായി ജീവിച്ചാൽ പല ദുരിതങ്ങളും വരുമ്പോൾ അന്നിരുന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ നമുക്ക് വേണ്ടുന്നത് മനോബലത്തിന്റെ ഭക്തിയാണ്. അപ്പൊ അതിനെന്ത് വേണം? ഈ മനോബലം എവിടെയാണുള്ളത്, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന അറിവും അതിനനുസരിച്ചിട്ടുള്ളൊരു പരിശീലനവും ഉണ്ടാവണം. മനസ്സിലായില്ലേ? ഇത് നമ്മുടെ കുട്ടികളിൽ ഇല്ല, നമുക്കുമില്ല. ഇപ്പൊ നമ്മളൊക്കെ ഒരു അന്ധരായി അങ്ങനെ ജീവിക്കുകയാണ്, ഒന്നും വരില്ല എന്ന്. നിങ്ങളൊക്കെ അമ്പലത്തിൽ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മനോബലത്തിന് വേണ്ടിയിട്ടാണോ? കാര്യങ്ങളൊക്കെ അനുകൂലമാക്കി തരാൻ പ്രാർത്ഥിക്കാനാണോ? സത്യം പറയണം. ദൈവത്തോട് എന്താ പറയാൻ പോണത്? ദൈവമേ, എനിക്ക് കഷ്ടപ്പാട് തരരുത്, ബുദ്ധിമുട്ട് തരരുത്, പ്രയാസങ്ങൾ തരരുത് പറയാനല്ലേ പോണത്? ആണോ അല്ലയോ? കാരണം നമുക്കറിയാം നമ്മുടെ പ്രയത്നം കൊണ്ട് എല്ലാം അനുകൂലമാക്കി എടുക്കാൻ സാധ്യല്ല. പക്ഷെ നിങ്ങൾ അറിയുന്നില്ല, ആരുടെ മുന്നിലാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവർക്കും അവരുടെ ജീവിതാനുഭവങ്ങളെ അനുകൂലമാക്കി വെക്കാൻ അവർക്ക് പറയൂ സാധിച്ചിട്ടുണ്ടോ? രാമന് സാധിച്ചിട്ടുണ്ടോ? അയ്യപ്പസ്വാമിക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താ നിങ്ങൾ ഇതാ പ്രാർത്ഥിക്കാനാണോ പോകേണ്ടത്? അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അമ്പലത്തിൽ പോകുന്നത് എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്താനുള്ള അനുഷ്ഠാനങ്ങളെ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ്. അമ്പലം എന്ന് പറയുന്നത് എന്തിനാണ്? ക്ഷേത്രം എന്ന് പറയുന്നത് എന്തിനാണ്? നാമജപ സംസ്കാരത്തിനാണ്. എന്തിനാണ്? അല്ലാതെ അവിടെ പോയി പ്രാർത്ഥിച്ചിരുന്നിട്ട് എന്ത് കാര്യം? മനോബലം ഉള്ളവർക്ക്, കേൾക്കണം, മനോബലം ഉള്ളവർക്ക് ഉള്ളതിലും സന്തോഷം കണ്ടെത്താൻ പറ്റും, ഇല്ലാത്തതിൽ പരിഭവമില്ലാതെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെയുള്ള ഒരു മനസ്സ് വേണോ? വേണോ? ഇത് നിങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു തരാൻ ഇവിടെ സർട്ടിഫിക്കറ്റ് ഇല്ല. അതിനെന്ത് വേണം? മനസ്സിനെ പരിശീലിപ്പിക്കും. ആ പരിശീലനത്തിന് നമുക്ക് വ്യക്തമായ ഒരു അറിവ് തരികയാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ നമ്മളിവിടെ എടുക്കാൻ പോകുന്ന അധ്യായം 60-ാം അധ്യായം. ഒരു ഡൈവേഴ്സ് കേസാണത്. ഡൈവേഴ്സ് കേസാണ്. ഇവിടെ സാക്ഷാൽ കൃഷ്ണൻ തന്റെ ആദ്യ ഭാര്യയായ രുക്മിണി ദേവിക്ക് ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്തു. ആർക്ക്? കേട്ടിട്ടുണ്ടോ ഈ കഥ? കേട്ടിട്ടുണ്ടോ? രുക്മിണി ദേവിക്ക് കൃഷ്ണൻ ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്തത് കേട്ടിട്ടുണ്ടോ? ആദ്യമായിട്ട് കേൾക്കുന്നവർ എത്ര പേരുണ്ട്? ഓ, എന്തൊരു ഇൻട്രസ്റ്റാ കേൾക്കാൻ. നോക്കൂ, കണ്ടവന്റെ ഡൈവേഴ്സ് കേൾക്കാൻ എന്തൊരു സുഖാണ്. അപ്പോ ഇവിടെ കൃഷ്ണൻ തന്റെ നോട്ടീസിൽ പറയാണ്, ദേവി, നമ്മൾ തമ്മിൽ ഒത്തുപോകൂല, നമ്മൾ തമ്മിൽ ചേർന്ന് പോവില്ല. എന്താ കാരണം? കാരണം നമ്പർ 1, നിറം കൊണ്ട് ഒട്ടും പറ്റില്ല. അതെന്താ നിറം കൊണ്ട് പ്രശ്നം? ദേവി നല്ല സുന്ദരിയാണത്രേ, കൃഷ്ണനാണെങ്കിലോ നല്ല കറുത്ത സുന്ദരനുമാണ്. അപ്പൊ ഈ കറുപ്പും വെളുപ്പും അങ്ങോട്ട് ചേരില്ല എന്നാണ് ആരുടെ വാദം? കൃഷ്ണന്റെ വാദം. പിന്നെ ദേവി കുലം കൊണ്ട് ഒക്കൂല, കുലം കൊണ്ട് നമുക്ക് ചേർക്കാൻ പറ്റില്ല. കാരണം ദേവിയുടെ കുലം എന്ന് പറഞ്ഞാൽ വളരെ സമ്പന്നവും ആഭിജാത്യവും പേരും പ്രശസ്തിയും പ്രൗഢിയും പെരുമയും ഗരിമയും മഹിമയൊക്കെ. ഞങ്ങളുടെ കുലം കണക്കന്നെ. ഒരു ശപിക്കപ്പെട്ട കുലമാണ് ആരുടെ? യാദവ കുലം. അതുകൊണ്ട് യാദവ കുലത്തിൽപ്പെട്ട ഞങ്ങളും ക്ഷത്രിയ കുലത്തിൽപ്പെട്ട നിങ്ങളും തമ്മിൽ കുലം കൊണ്ട് ഒരിക്കലും ചേരില്ല. മൂന്നാമത് സമ്പത്ത് കൊണ്ടും ചേരില്ല. നിങ്ങൾ ഫൈനാൻഷ്യലി വളരെ സൗണ്ടാണ്, ഞങ്ങൾ വളരെ ദരിദ്രത. ഭഗവാൻ തന്നെ സമ്മതിക്കുന്നു. എന്നിട്ടാണ് നമ്മൾ ഗുരുവായൂരിൽ പോയി പറയുന്നത്, ഭഗവാനെ വല്ലതും തരണേ എന്ന്. ഭഗവാൻ പറയുന്നു, ഞങ്ങളൊരു ദരിദ്രരായത് കൊണ്ടല്ലേ ആ മധുര വിട്ടിട്ട് ദ്വാരകയിലൊക്കെ പോയി ജീവിക്കേണ്ടി വന്നത്. അതുകൊണ്ടും നമ്മൾ തമ്മിൽ ഒക്കില്ലേ ദേവി. പിന്നെയാണെങ്കിൽ ദേവി ബന്ധുമഹിമ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ കണക്കാ. കംസനൊക്കെയാ ബന്ധുക്കളെ ഒരാളുടെ മുന്നിൽ വെക്കാൻ പറ്റുമോ? കൃഷ്ണന്റെ ബന്ധുക്കളെ ഒന്നും ഒരാളുടെ മുന്നിൽ
ഗോപന്മാര് പശുക്കളെ കൊണ്ട് നടക്കുന്നവരല്ലേ. നിങ്ങൾക്കാണെങ്കിൽ പേരും പ്രശസ്തിയും പെരുമൊക്കെ ഉള്ള ബന്ധുവർഗങ്ങളുണ്ട്. ഇനി നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ സഹായിക്കാൻ 1000 പേരുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അതും ഇല്ല എന്നൊക്കെ പറഞ്ഞ ഭഗവാൻ നോട്ടീസിൽ ഓരോ കാരണം പറഞ്ഞിട്ട് പറഞ്ഞു, ഈ കാരണത്താൽ, മേൽ കാരണത്താൽ ഒന്നാം കക്ഷിയും രണ്ടാം കക്ഷിയും കോടതി ഭാഷ അങ്ങനെയല്ലേ, ഒന്നാം കക്ഷിയും രണ്ടാം കക്ഷിയും തമ്മിൽ ഒത്തുപോവാത്തതിനാൽ, ചേർന്നു പോവാത്തതിനാൽ ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഭഗവാൻ ദേവിക്ക് ദേവിയോട് പറഞ്ഞു. ദേവി ഇത് കത്ത് കൊടുത്തതല്ലേ, ഇത് വാക്കാൽ പറഞ്ഞു. ഇത് കേട്ടതും ദേവി തല ചുറ്റി വീണു. ദേവിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റണില്ല. കൃഷ്ണൻ പെട്ടെന്ന് ഡൈവേഴ്സ് നോട്ടീസ് തരുന്ന ആര് പ്രതീക്ഷയില്ല? ദേവി പ്രതീക്ഷയില്ല. കാരണം ഇപ്പൊ ദേവിക്കൊരു തോന്നല്, പല പുതിയ പുതിയ കേസ് വന്നപ്പോ പഴയ കേസിനോടൊന്നും കൃഷ്ണന് വലിയൊരു താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം എന്നെ അങ്ങനെ ഉപേക്ഷിക്കാൻ കാരണം. ദേവിക്ക് തോന്നി സീരിയസ്ലി കൃഷ്ണൻ എന്നെ ഉപേക്ഷിക്കുകയാണോ. എന്തായാലും കൃഷ്ണൻ നോക്കുമ്പോ ദേവി തലചുറ്റി. ഉടനെ ദേവിയുടെ തലയൊക്കെ എടുത്ത് തന്റെ മടിയിൽ വെച്ച് കൃഷ്ണൻ ഇത്തിരി വെള്ളമൊക്കെ എടുത്ത് മുഖത്തൊക്കെ തളിച്ച് ആ ദേവിയെ പതുക്കെ തട്ടി ഉണർത്തി ദേവിയോട് പറഞ്ഞു, അയ്യോ ദേവി, ഞാനൊരു തമാശ പറഞ്ഞതാണ്. ദേവിയെ ഞാൻ അല്ലെങ്കിൽ ഉപേക്ഷിക്കൂ. ഭഗവാൻ തന്നെ ഒരു സോപ്പിംഗ് ഒക്കെ ചെയ്തു. ഭഗവാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ദേവിക്കൊരു സംശയം, ഒറ്റക്കണ്ണുകൊണ്ട് നോക്കി ശരിയാണോ എന്ന്. കാരണം മുഖത്ത് പറഞ്ഞതിന്റെ ഒരു ഗൗരവം ഉണ്ടോ. അപ്പൊ കൃഷ്ണൻ വളരെ കൂളായിട്ടാണ്, ഒട്ടും മുഖത്ത് അങ്ങനെ ഒരു ദേഷ്യഭാവത്തിലല്ല ഇതൊന്നും പറഞ്ഞ. അപ്പം ദേവിക്ക് മനസ്സിലായി കൃഷ്ണൻ അത്ര ഗൗരവത്തിലല്ല ഇത് പറഞ്ഞത്. ഇതിനൊരു മറുപടി കൊടുക്കണമെന്നാല് ആ കൃഷ്ണന് കൊടുത്ത മറുപടി അത് നമുക്കുള്ള ജീവിത സന്ദേശം. 60-ാം അധ്യായത്തിലെ രുക്മിണി ദേവി കൊടുക്കുന്ന മറുപടി അതൊരു നല്ല കുടുംബ ബന്ധം നിലനിർത്താൻ സഹായിക്കുന്ന രഹസ്യങ്ങളുടെ ശ്ലോകങ്ങളാണ്. നമ്മുടെ കുട്ടികൾ ഇതെങ്ങാനും പഠിച്ചിരുന്നെങ്കിൽ തമ്മിൽ ഡൈവേഴ്സ് ചെയ്ത് പിരിയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ, നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ, നാളെ അവരുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള പ്രശ്നങ്ങളെയും അവർക്ക് തരണം ചെയ്യാൻ, മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ്, നേരത്തെ പറഞ്ഞ ആത്മശക്തി അവരിൽ കൂടുതലായിരിക്കും. ആത്മശക്തി അവരിൽ കൂടുതലായിരിക്കും. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ഇന്ന് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടല്ല ഡൈവേഴ്സ്. പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മുത്തശ്ശിമാരാ ഡൈവേഴ്സ് ചെയ്യേണ്ടത്. കാരണം ഭയങ്കര ചുണ്ടിക്കാരും ദേഷ്യത്തിന്റെ ദുർവാസാവിനെ കടത്തി വെട്ടുന്നവരൊക്കെ പഴയ കാരണന്മാരുണ്ടായിരുന്നു. ഇല്ല നിങ്ങൾക്കൊന്നും പെട കിട്ടിയിട്ടില്ല? തൊടയടിച്ചു പൊട്ടിച്ചിട്ടില്ല? പണ്ടത്തെ പുളിയുടെ വാടി, ചൂരല്, ഇതൊന്നും കണ്ടിട്ടില്ല? എത്ര പേർക്ക് പെട കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നവരില്? പണ്ട് അച്ഛന്റെ അടുത്തുനിന്ന് അമ്മയുടെ അടുത്തുനിന്ന് കിട്ടിയിട്ടില്ല? ഇല്ല. ചൂരല് കൊണ്ട് കിട്ടിയിട്ട് തൊടയുടെ മുകളിലൊക്കെ കലൊന്നും വന്നവരില്ല? പുറകിലൊന്നും അടി കിട്ടിയിട്ട് വേദന വന്നിട്ടില്ല? ഉണ്ടോ ഇല്ലയോ? പണ്ട് ആമ്പിള്ളേരുടെ ട്രൗസറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ചോക്കന്ന നീളത്തിൽ കിടക്കും. പെമ്പിള്ളേരെയൊക്കെ കൊച്ചു പാവാടയൊക്കെ ഒന്ന് ആകെ പോക്കി അടിച്ചു കൊടുക്കും. കണ്ടോ? എന്ത് ദേഷ്യം! എത്ര ഏത്തമടിയിപ്പിച്ചിട്ടുണ്ടാവും? ഇല്ല? സ്കൂളിലൊക്കെ ഏത്തടിയിപ്പിച്ചിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ അന്നത്തെ വാക്കുകള്, ശിക്ഷകള്, ദേഷ്യപ്പെട്ടുള്ള വാക്കുകളൊക്കെ ഭയങ്കര ക്രൂര വാക്കുകളൊക്കെ പറയും. ഇല്ലേ? നീയൊക്കെ ചത്താലും എനിക്ക് വിരോധമില്ല. ഇല്ലേ? പണ്ടത്തെ വാക്കുകളൊക്കെ കർക്കശമാണ്. ആണോ അല്ലയോ? പക്ഷെ അന്ന് ഇതൊക്കെ അനുഭവിച്ചതുകൊണ്ട് ജീവിതത്തിലുള്ള വിഷമങ്ങളെ താങ്ങാനുള്ളൊരു മനോബലം ഉണ്ടായിരുന്നു. ആണോ അല്ലയോ?
അന്നൊക്കെ സത്യം പറഞ്ഞാൽ അന്നത്തെ മുത്തശ്ശിമാരാ ഡൈവേഴ്സ് ചെയ്യുന്നത്. കാരണം അത്ര ദേഷ്യവും തൊട്ടതിനൊക്കെ ദേഷ്യമൊക്കെ ഉള്ള ആണുങ്ങളുണ്ടായിരുന്നില്ലേ? അവരോടൊക്കെ പൊരുത്തപ്പെട്ടു പോവാനുള്ള ഒരു മനോബലം അന്നത്തെ സ്ത്രീകളിൽ ഉറക്കെ പറയൂ. അന്നത്തേത് അപേക്ഷിക്കുമ്പോൾ ഇന്ന് അങ്ങനെയുള്ള ക്രൂരതകളൊക്കെ ഉണ്ടോ? സത്യം പറയൂ. എന്നാൽ ഇന്ന് ചെറിയ കമന്റുകളെ പോലും ബാക്കി നിങ്ങൾ പറയണം, ചെറിയൊരു വിമർശനങ്ങളെ പോലും കുറ്റപ്പെടുത്തലുകളെ പോലും ഉൾക്കൊള്ളാനുള്ള മനോബലം ഇന്ന് ഇല്ല. വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയത് മനോബലമില്ലായ്മയാണ്. സമ്മതിക്കോ ഇല്ലയോ? സത്യം പറയൂ. ഞാൻ പറയണത് ശരിയാണോ അല്ലയോ? ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടത് അപ്പൊ ഇനി നിങ്ങൾ പറയൂ. നേരത്തെ പറഞ്ഞില്ലേ അമ്പലത്തിൽ പോയത് കൊണ്ടാണ് ഭക്തി എന്നൊക്കെ. ഏത് ഭക്തിയാ നിങ്ങൾക്ക് ഉണ്ടായത്? മനോബലമുള്ള ഭക്തിയാണോ അതോ വെറും ഒരു സുഖത്തിന്റെ ഭക്തിയാണോ? സത്യം പറയൂ. അല്ല, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയും. ഞാൻ മനസ്സിലായി. അല്ല, അത് ക്ലാരിഫൈ ചെയ്യണം നമ്മള്. കാരണം നമുക്കുണ്ടല്ലോ, ശ്രദ്ധിക്കൂ, നമ്മൾ ഏത് ഭക്തിയാണോ കൊണ്ടു നടന്നത് അത് മനസ്സിലാക്കിയില്ലേ നമ്മൾ ആവർത്തിക്കും. നിങ്ങളത് ആവർത്തിക്കാതിരിക്കാനാണ് അത് വ്യക്തമാക്കി തരുന്നത്. ശ്രദ്ധിക്കുക. ഈ നമ്മൾ കൊണ്ടു നടന്ന ഭക്തി, കുട്ടികളെ കൊണ്ട് പരിശീലിപ്പിച്ച ഭക്തി സുഖത്തിന്റെ ഭക്തിയാണ്. ഏത് ഭക്തി വളർത്തിയെടുത്തില്ല? ഏത് ഭക്തി ഡെവലപ്പ് ചെയ്തില്ല? ഉറക്കെ പറയൂ. മനോബലത്തിന്റെ ഭക്തി. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങള്, ചെറിയ വിഷമങ്ങളെ പോലും അവർക്ക് നേരിടാനുള്ള ശക്തിയില്ലാതെ ആകെ താളം തെറ്റും. ശരിയല്ലേ ഇത് ഞാൻ പറയുന്നത്? ഞാൻ രണ്ടും കണ്ടിട്ടുള്ള പഴയ കാരണവന്മാര്, കൂട്ടുകുടുംബത്തിലൂടെ ഞാനും വരുന്നത്. അന്നത്തെയൊക്കെ കാരണവന്മാരുടെയൊക്കെ വളരെ കർക്കശമായ നിയമങ്ങളും, അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത്. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഭാഗവതം കമ്പൽസറി വായിച്ചു പഠിച്ച ആളാണ്. വായിക്കണം, നിർബന്ധമാണ്. ആ റൂൾസിലൂടെയൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള കർക്കശതകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വെറുതെ പറയല്ല നിങ്ങളോട്. അന്നുള്ളവരുടെ ആ ഒരു സ്ട്രിക്ട്നെസ്, അന്നുള്ളവരുടെ ഒരു പണിഷ്മെന്റ്, അന്നുള്ളവരുടെ ചീത്തകള് ഇന്നതിന്റെ 5% പോലും സത്യത്തിലില്ല. സത്യമാണോ ഞാൻ പറയുന്നത്? സത്യമാണോ ഞാൻ പറയുന്നത്? സത്യമാണെന്ന് അനുഭവമുള്ളവർ എത്ര പേരുണ്ട്? അനുഭവം സ്വന്തം ജീവിതത്തിൽ. ഞാൻ നുണ പറയല നിങ്ങളോട്. ഇന്നത്തെ കുട്ടികളിൽ ഇല്ലാതെ പോയത് ഇതില്ല, മനോബലം. നമ്മളൊരു പക്ഷെ അതിലൂടെ കടന്നു വന്നതുകൊണ്ടായിരിക്കാം കുറെയൊക്കെ നമുക്കിന്ന് മനോബലം നേടാൻ സാധിച്ചത്. ഇന്നെല്ലാം തലയിൽ വെച്ചാൽ ഉറുമ്പരിച്ചാലോ, താഴെ വെച്ചാൽ പേന. കാരണം ഇപ്പൊ തലയിൽ പേനയില്ലല്ലോ ആരുടെയും. കാലം മാറിപ്പോയി. തലയിൽ വെച്ചാൽ പേനരിച്ചാലോ, താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ എന്നുള്ള രീതി വളർത്തിക്കൊണ്ടുവന്നു. ഇതിനെ ഒരു വിഷമവും തട്ടാൻ അനുവദിക്കാതെ. അതുകൊണ്ടോ ജീവിതം ഇതുപോലെ കൂക്കൂ എന്നുള്ള അവസ്ഥയെ നോക്കൂ നിങ്ങള്. കല്യാണം കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ആരെ കൊണ്ടുപോയി നോക്കിയാൽ മതി ആംബുലൻസിൽ. ഈ തരത്തിൽ ഒട്ടും മനോബലമില്ലാത്ത ദുർബലരായ ഒരു സമൂഹമായി നമ്മുടെ കുട്ടികൾ മാറിയിട്ടുണ്ടെങ്കിൽ ഭക്തിയുടെ രീതി നമ്മൾ ഇപ്പോഴെങ്കിലും മാറ്റിയെടുക്കണം. അത് പറയാനാണ് ഞാനിത് പറഞ്ഞു വന്നത്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൊണ്ടു നടന്നത് എന്നും ശരിയാവണം എന്നില്ല. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്കത് കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ കുറെയൊക്കെ അനുഭവങ്ങളുടെ ഒരു ശീലങ്ങൾ നിങ്ങളെ മാനസികമായി കരുത്തുള്ളവരാക്കിയിട്ടുണ്ട്. മനസ്സിലാവുണ്ടല്ലോ? ഏതായാലും ദേവി തരുന്ന മറുപടി ഇന്ന് നമ്മുടെ തലമുറകൾക്ക് വലിയൊരു നിർദ്ദേശമാണ്, ഒരു ഉപദേശം എന്നല്ല ഇതിന് പറയേണ്ടത്. അതൊരു വലിയ വെളിച്ചമാണ്, വഴികാട്ടിയാണ്. നോക്കാം നമുക്ക് 60-ാം അധ്യായം, ഭാഗവതത്തിലെ 60-ാം അധ്യായത്തിൽ രുക്മിണീ ദേവി നൽകുന്ന ആ ഒരു ഉപദേശം. നിങ്ങളുടെയൊക്കെ ശ്രദ്ധ ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത് നമ്മളെല്ലാവരും ഒന്ന് ഉൾക്കൊള്ളണം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയണത്, ഈ ശ്ലോകങ്ങൾ അതിൻ്റെ അർത്ഥം അതുപോലെ എടുക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അർത്ഥം കിട്ടില്ല. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ, വരികൾക്കിടയിലൂടെ നമ്മൾ വായിക്കണം. നോക്കാം നമുക്ക്.
നന്വേവമേതര അരവിന്ദ വിലോചനാം യദ്വൈ ഭവൻ ഭഗവതോ അസദൃശീ വിപുംനാം കൊസ്സേ മഹിമ്യപിരതോ ഭഗവൻ പ്രതീശാം ക്വാഹം ഗുണപ്രകൃതി അജ്ഞഗൃഹീതപാദാം സത്യം വയാദിവ ഗുണേഭ്യ ഉരുക്രമാന്തം ശ്വേതേ സമുദ്ര ഉപലംബനമാത്രാത്മാ നിത്യം കരീന്ദ്രിയഗണൈ കൃത വിഗ്രഹസ്ത്വം ത്വൽസേവകൈ നൃപപദം വിദുതം തമുന്തം ത്വത്പാദപത്മമകരന്ദചുഷാം മുനീനം വർമാസ്ഫുടം നൃപശുഭിന്നനുവിഭാവ്യം യസ്മാദലൗകികമിവേഹിതമീശ്വരസ്യ ഭൂമൻ തവേഹിതമതോ അന്വേ ഭവന്തം നിഷ്കിഞ്ചനോനനുഭവന്നയതോസ്തി കിഞ്ചിൽ യസ്മൈ ബലിം ബലിഭുജോ വിഹരന്ത്യജാദ്യാം നത്വാ വിദന്ത്യ സുതുപോന്തകമാര്യതാന്താം പ്രേഷ്ടോ ഭവൻ ബലിഭുജാമതിതേതി തുഭ്യം ത്വം വൈ സമസ്ത പുരുഷാർത്ഥമയ ഫലാത്മാ യത്പാഞ്ചയാ സുമതയോ വിസഞ്ജഗസ്നം തേഷാം വിഭോ സമുചിതോ ഭവതഃ സമാജ പുംസസ്ത്രീയാശ്രതയോ സുഖദുഃഖിനോ. സമയത്തിന്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ ലാസ്റ്റ് 2 ശ്ലോകം വായിക്കണം, അല്ലെങ്കിൽ ഇത് വായിക്കുമ്പോഴേക്കും സമയം പോകും. കേശപിനന്ദമന്ദർ മാസാം കപപിത്തവാദം ജീവച്ഛവം ഭജതി കാന്തമതിർവിമൂഢാം യാദേ പദാബ്ജമകരന്ദമജിക്രതേ സ്ത്രീ അസ്തംബുജാക്ഷ മമതേ ചരണാനുരാഗം ആത്മൻ ഹൃദസ്യ മൈതാനതിരിക്തദൃഷ്ടേ യർഹ്യസ്യ ബദ്ധയ ഉപാത്തരജ്യോതിമത്രോ മാമേക്ഷസേ തദുഹന പരമാനുകമ്പ. ഇതാണ് ശ്ലോകങ്ങൾ. ഇത് വായിക്കുന്നത് തന്നെ ഒരു സുഖാണ് അല്ലെ? കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി, എന്തൊരു ആസ്വാദ്യ രീതിയിലാണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നോക്കൂ. അതും ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്തിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ ചൊല്ലണം ദേവി. എന്നിട്ടും ദേവിയുടെ ആ ഒരു ഭാവത്തിന്റെ ഒരു ആ രസാനുഭൂതി അത്ഭുതമാണ്. എന്താ പറയണത്? തന്മേവമേതരവിന്ദ വിലോചന യദ്വൈ ഭവൻ ഭഗവതോ അസദർശീ വിപുംന കൊസ്സേ മഹിന്യപിരതോ ഭഗവന്ത്രദീശ ക്വാഹം ഗുണപ്രകൃതി അജ്ഞഗൃഹീതപാദ. ഭഗവാനോട് പറയണ നന്വേവം അരവിന്ദ വിലോചന. ആഹാ, അവിടുന്ന് എന്താണോ ആഹാ പറഞ്ഞത് അത് വളരെ നന്വേത് നനു ഏവം, അത് വളരെ ശരിയാണ് കൃഷ്ണ. ഏതാണ് ശരി? നമ്മൾ തമ്മിൽ ഒരിക്കലും യോജിക്കില്ല എന്ന് പറഞ്ഞത് 101% ശരിയാണ്. ഭഗവാൻ പറഞ്ഞതിനെല്ലാം ദേവി അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്ത്. നന്വേവമേതരവിന്ദ വിലോചന. അരവിന്ദ അവിടുന്ന് പറഞ്ഞത് 101% ശരിയാണ്. എന്താ ശരി? എന്താ പറഞ്ഞത്? നമ്മൾ തമ്മിൽ ഒക്കൂല, നമ്മൾ തമ്മിൽ ഒത്ത് പോവില്ല. അത് വളരെ ശരിയാണ്. എന്നിട്ടാണ് നിങ്ങൾ ജാതകം നോക്കി പൊരുത്തം നോക്കുന്നത്. ഏത് പൊരുത്തം? സ്വഭാവത്തെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ജാതകത്തിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ ജാതകം നോക്കി കല്യാണം കഴിക്കുന്നതിലൊന്നും വലിയ അർത്ഥമില്ല കേട്ടോ, ഉള്ളത് പറഞ്ഞു പറയാം. അതൊക്കെ നമ്മുടെ ഒരു അന്ധമായ ധാരണയാണ്. ജാതകം നോക്കിയത് കൊണ്ടൊന്നും ഒരാളുടെ സ്വഭാവത്തെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇന്നത്തെ സുഖസൗകര്യവും ഇന്നത്തെ വിദ്യാഭ്യാസവും ഇന്നത്തെ ജോലിയും ഇന്നത്തെ തലമുറയുടെ ഉള്ളിൽ സ്വാർത്ഥതയും അഹങ്കാരവും എടുത്തുചാട്ടവും വളരെ കൂട്ടിയിട്ടുണ്ടോ കുറച്ചിട്ടുണ്ടോ? അപ്പൊ പിന്നെ എന്ത് ജാതകം നോക്കിയിട്ടാ കാര്യം? മനസ്സിലായില്ലേ? ഇന്ന് ജാതകം നോക്കുന്നതിൽ കാര്യമായി അർത്ഥമില്ല. കാരണം വരാഹമിഹിരൻ അന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ജാതകത്തിനെതിരല്ല ഞാൻ പറയുന്നത്, വരാഹമിഹിരനാണല്ലോ ഇതിന്റെ പിന്നിലുള്ള ആചാര്യൻ. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് മനപ്പൊരുത്തമേവ മുഖ്യ ലക്ഷണം എന്നാണ്. എന്താണ്? മനപ്പൊരുത്തം ഇല്ലെങ്കിൽ എന്ത് ജാതകം നോക്കിയിട്ടും കാര്യമില്ല. അപ്പൊ നമ്മളിന്ന് മനപ്പൊരുത്തം അല്ല നോക്കുക. മനപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ അതിന് വേറെ അർത്ഥങ്ങളുണ്ട്.
മനപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ ഇഷ്ടങ്ങൾ നല്ല അർത്ഥം. ഇഷ്ടം പലർക്കും തോന്നാം. കാരണം ഒരേ കലകൾ കൊണ്ട് നടക്കുന്നവര്, അതുപോലെ തന്നെ ഇപ്പൊ നോക്കൂ, സിനിമാ മേഖലയിൽ പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കില്ലേ? പക്ഷെ കുറെ കഴിഞ്ഞാൽ തമ്മിൽ തെറ്റി പിരിയണമുണ്ട്. മനസ്സിലായില്ലേ? മനപ്പൊരുത്തം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡീപ്പാണ്. എന്താണത്? മറ്റൊരാളുടെ സ്വാർത്ഥതയെയും അഹങ്കാരത്തെയും അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മറ്റൊരാളെ നയിക്കാനുള്ള ഒരു കഴിവിന്റെ പേരാണ് പറയൂ, മനപ്പൊരുത്തം. അല്ലാതെ മറ്റൊരാളെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരാളുടെ സ്വാർത്ഥതയും അഹങ്കാരവും എടുത്തുചാട്ടവും വാശിയും അത് തൽക്കാലമൊക്കെ അടക്കി വെച്ച് ചില രീതിയിലൊക്കെ പ്രേമം കാണിക്കാം. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? നോക്കൂ നിങ്ങള്, ലക്ഷ്മണൻ കാട്ടിലേക്ക് പോകുന്നു, സീതാദേവി രാമന്റെ ഒപ്പം. ലക്ഷ്മണൻ സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യമാണ് സീതാദേവി വേറെ രീതിയിൽ നോക്കത്. കാരണം അമ്മ തന്നെ പോകുമ്പോ പറയുന്നത് രാമം ദശരഥം വിദ്യം മാം വിദ്യം ജനകത്മജം അയോധ്യാമടതിം വിദ്യം ഗച്ഛതാതതസുഖം. ഇതാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? സുമിത്രാദേവി. ആരോട്? കേട്ടിട്ടില്ലേ ഇങ്ങനെയുള്ള ശ്ലോകങ്ങളൊക്കെ? കേട്ടിട്ടില്ലേ? ഇതൊക്കെ അനുസരിക്കുന്ന ആ ലക്ഷ്മണന്റെ മുഖത്ത് നോക്കി, നിന്റെ ലക്ഷ്യം രാമന്റെ നാശമാണ്, നിന്റെ കണ്ണെന്റെ ശരീരത്തിലേക്കാണ്, രാമൻ മരിച്ചിട്ട് എന്റെ ശരീരം നേടാന്നാണ് നീ കരുതുന്നത് എന്നൊക്കെയുള്ള മോശപ്പെട്ടൊരു ഭാഷ സീതാദേവി പറഞ്ഞു. അപ്പൊ നോക്കൂ, സീതാദേവിയിൽ ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാകുമെന്ന് ലക്ഷ്മണൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവുമോ? ഇത് തന്നെയാണ് ജീവിതം. അപ്പം ഇഷ്ടങ്ങളൊക്കെ വന്നാലും സ്വഭാവത്തെ കണ്ടുപിടിക്കാൻ ഉറക്കെ പറയൂ, സാധ്യല്ല. അപ്പൊ ഇവിടെ ദേവി പറയാണ്, നന്വേവമേതരവിന്ദവിലോചനാകാം. എന്താണ് അവിടുന്ന് പറഞ്ഞ? അസദൃശി. ആരും സദൃശരല്ല, ആരുടെയും സ്വഭാവം സദൃശമല്ല. അപ്പൊ പൊരുത്തപ്പെടുക എന്നത് ഈ ലോകത്തിൽ ആർക്കും ഉണ്ടാവില്ല. ഉണ്ടാവോ ഇല്ലയോ? ഇല്ല. ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് 30 കൊല്ലമായിട്ടുള്ളവർ എത്ര പേരുണ്ട് ഇവിടെ? കല്യാണം കഴിച്ച് 30 കൊല്ലം ഒക്കെ ഉണ്ട്. ഇനി നിങ്ങൾ 40 കൊല്ലം കഴിഞ്ഞാലും സത്യസന്ധമായി നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു നോക്കൂ, ഇതേ ഭാര്യയെ നിങ്ങൾക്ക് അടുത്ത ജന്മം കിട്ടിയെന്നായിരിക്കുക, ഒരു ഓപ്ഷൻ തരികയാണ്, ഈ ഭാര്യയെ വേണോ വേറൊരാളെ വേണോ? ഈ ജന്മത്തിലെ ഭാര്യയെ തന്നെ സ്വീകരിക്കുവോ? ഒരു കയ്യും പൊങ്ങണില്ല. കണ്ടില്ലേ? ഇപ്പൊ 30 40 കൊല്ലം കഴിഞ്ഞാലും മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പിന്നെ കാത് കേൾക്കാത്ത ഭർത്താവും മിണ്ടാത്ത ഭാര്യ ആവണം. എന്നാ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിലൊക്കെ നിങ്ങൾക്ക് ചില ദേഷ്യങ്ങളും സ്വഭാവ പ്രശ്നങ്ങളും ഉണ്ടാവോ ഇല്ലയോ? ഉണ്ടാവും. അപ്പോ 100% എല്ലാം തികഞ്ഞവരായി ഈ ഭൂമിയിൽ ഇന്നുവരെ ഉറക്കെ പറയൂ. അപ്പൊ ദേവി പറയുന്നത് എന്താണ്? ഭഗവാനെ, അങ്ങ് പറഞ്ഞത് 100% ശരിയാണ്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ശരി, ഇതെല്ലാം ശരിയാണ്, എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, ആ ഉൾക്കൊള്ളണമെങ്കിൽ ഭഗവാനോട് പറയാണ്, സത്യം പയാദിവ ഗുണേഭ്യ ഉരുക്രമന്ത ശ്വേതേ സമുദ്ര ഉപലംബനമത്രാത്മാം നിത്യം കതിന്ദ്രേഗണേ കൃത വിഗ്രഹസ്ഥം ത്വൽ സേവകൈ നപപദം തം വിദുതം തമൊന്തം. ഭഗവാൻ മധുര വിട്ട് ദ്വാരകയിലേക്ക് പോയ കാര്യം ഓർമ്മിക്കുകയാണ്. ഇതുപോലെയാണ് ജീവിതവും. അതായത് പല സ്വഭാവ പ്രശ്നങ്ങൾ വന്നാലും എപ്പോഴും ആ സ്വഭാവങ്ങളിൽ അവിടെ കുരുങ്ങി നിൽക്കാതെ, അത് തന്നെ അയവിറക്കിയിരിക്കാതെ എന്ത് ചെയ്യണം? അനുഷ്ഠാനങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കണം. മനോബലം കിട്ടണമെങ്കിൽ അനുഷ്ഠാനം വേണം. ഇത് മറക്കരുത്. ഇതാണ് നമ്മുടെ കുട്ടികൾ കോംപ്രമൈസ് ചെയ്ത്. അനുഷ്ഠാനമില്ലെങ്കിൽ ഏതില്ല? മനോബലമില്ല. നിങ്ങൾ നോക്കൂ, സാക്ഷാൽ കൃഷ്ണൻ, നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന കൃഷ്ണൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചോദിക്കുന്നത് തരുന്ന ഒരാളാണ് കൃഷ്ണൻ.
എന്നാൽ കൃഷ്ണന് പോലും അനുഷ്ഠാനമില്ലെങ്കിൽ ശക്തിയില്ല. ഈ അധ്യായം വിടാതെ 70-ാം അധ്യായത്തിലെ 4-ാം ശ്ലോകം എടുത്ത് നോക്കി. ഇത് വിടരുത്, നമുക്ക് ആവശ്യമാണ്. കാരണം കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. ഇതിനിടയ്ക്കൊരു ശ്ലോകം പറയാൻ വേണ്ടിയിട്ടാണ് 70-ാം അധ്യായത്തിലെ 4-ാം ശ്ലോകം നിങ്ങളെ കാണിച്ചു തരുന്നത്. അവിടെ ഭഗവാന്റെ നിത്യനിധാന പ്രവർത്തികളെ കുറിച്ച് വ്യാസഭഗവാൻ റിപ്പോർട്ട് ചെയ്യാണ്. കൃഷ്ണന്റെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് ആരംഭിക്കാറ്, കൃഷ്ണൻ എന്തൊക്കെയാണ് ചെയ്യാറ് എന്ന് പറയുകയാണ്. അതായത് കൃഷ്ണന്റെ ഒരു ഡെയിലി ഷെഡ്യൂള് നമ്മുടെ മുന്നിൽ കാണിക്കുകയാണ്. കൃഷ്ണൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എപ്പോഴാണ് എണീക്കുന്നത് എന്നൊക്കെ. വ്യാസഭഗവാൻ നോക്കുമ്പോൾ ശ്രദ്ധിക്കുക, വ്യാസഭഗവാൻ നോക്കുമ്പോൾ കൃഷ്ണന്റെ ഒരു ഡേ എങ്ങനെയൊക്കെയാണ് നടക്കാറ് എന്നത് നമുക്കൊന്ന് കാണിച്ചു തരികയാണ്. എന്താ കണ്ടത് വ്യാസഭഗവാൻ കാണുന്നത്? രാമേ മുഹൂർത്ത ഉത്തായ. എപ്പോഴാ കൃഷ്ണൻ എണീക്കുന്നത്? എപ്പോഴാ എണീക്കുന്നത്? ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കും. എപ്പോഴാ ബ്രഹ്മമുഹൂർത്തം? ഉച്ചയ്ക്ക് 1 മണിക്കോ? എപ്പോഴാ ബ്രഹ്മമുഹൂർത്തം? ഒരു 4-5 മണിക്കൊക്കെ എണീക്കുന്നവരുണ്ടോ അവിടെ? ഉണ്ടോ? നന്നായി. ഒരു 6 മണിക്ക് മുമ്പെങ്കിലും നമ്മുടെ കുട്ടികളെല്ലാവരും ഉണർന്നിരിക്കണം. 7-നും 8-നൊക്കെ എണീക്കുന്ന കുട്ടികളുള്ള വീട്ടിൽ ഉള്ളത് ഞാൻ പറയാം, അതത്ര ശരിയല്ല. രാത്രിയൊക്കെ ഒരുപാട് ഉറക്കൊഴിഞ്ഞ് പഠിക്കുന്നതൊക്കെ ഇന്റേണൽ ഓർഗൻസിനെ ക്രമേണ താളം തെറ്റിക്കും. എന്ന് മാത്രല്ല, ഓവറായിട്ട് ഉറക്കൊഴിഞ്ഞ് പഠിച്ചാൽ ഈ ബ്രെയിൻ സിസ്റ്റത്തെ അത് കാതലായി പ്രായമാകുമ്പോൾ ഇതൊക്കെ തിരിച്ചടിക്കും. എവ്രി ആക്ഷൻ വിൽ ഹാവ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇന്ന് ഞാൻ താളം തെറ്റിച്ചാൽ നാളെ താളം തെറ്റിയ മനസ്സെനിക്ക് കൊണ്ടു നടക്കേണ്ടി വരും. മനസ്സിലാവുണ്ടോ? ഈ ശരീരത്തിന്റെ ഒരു ഹെൽത്തിനോട് അധികം കയറി കളിക്കരുത്. എല്ലാം തോന്നിയതെടുത്ത് കഴിച്ചാൽ, തോന്നിയതുപോലെ ജീവിച്ചാൽ ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? പറയൂ. അതല്ലേ ക്യാൻസർ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്? എന്താ ഇത്രയും ക്യാൻസർ വരാൻ കാരണം? ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അപ്പൊ നിങ്ങൾക്ക് രോഗം വരാതിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രാഹ്മേ മുഹൂർത്ത ഉത്തായ. അപ്പൊ രാവിലെ എണീക്കണമെങ്കിൽ എന്ത് വേണം? ഒരു രാത്രി 10 മണിയാകുമ്പോഴേക്കും കിടന്നുറങ്ങി ശീലിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞില്ലേ, ഇൻസോമിയ, ഡിമെൻഷ്യ, അതുപോലെ പാർക്കിൻസൺ തുടങ്ങിയിട്ടുള്ള ഒരു ബ്രെയിൻ ഡിസോർഡർ, ന്യൂറോ ഡിസോർഡർ അസുഖങ്ങളും നിങ്ങൾക്ക് വരില്ലേ? ഉറപ്പിച്ചോളൂ നിങ്ങൾ. അത് കൃത്യതയിൽ ജീവിതം കൊണ്ടു നടക്കണം. കാരണം ഈ തലയ്ക്ക് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുമ്പോൾ അതിന് വേണ്ടത്ര റെസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അമിതമായി ഈ ബ്രെയിനിനെ നിങ്ങൾ വർക്ക് ചെയ്യിച്ചാൽ അത് പിന്നീട് റിയാക്ട് ചെയ്യും. അത് പിന്നെ നിയന്ത്രണം വിട്ടുപോകും. മനസ്സിലാവുണ്ടോ? കുറെ കഴിഞ്ഞാൽ അത് മറ്റ് ഇന്റേണൽ ഓർഗൻസിനും എന്തെങ്കിലും കേടുപാടുകൾ ഉറക്കെ പറയൂ ഉണ്ടാക്കും. അതുകൊണ്ട് ഭഗവാൻ പറയും, യോഗികളായിട്ടുള്ള ആളുകള് അല്ലെങ്കിൽ ആധ്യാത്മികത കൊണ്ട് നടക്കുന്ന ആളുകള് കൂടുതൽ ഉറങ്ങരുത്, കുറവും ഉറങ്ങരുത്. അപ്പൊ മനുഷ്യന് ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 മണിക്കൂർ ഉറക്കം മതി. പക്ഷെ ഉള്ളത് ഡീപ്പ് സ്ലീപ്പ് ആയിരിക്കണം. ആ ഡീപ്പ് സ്ലീപ്പ് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് കൃത്യനിഷ്ഠമായി ഉറങ്ങുക, കൃത്യനിഷ്ഠയോടെ ഉണരുക. ഇന്ന് 11 മണി, നാളെ 10:30, മറ്റന്നാൾ 12 എന്ന ഡിസോർഡർ ഉണ്ടാക്കിയാൽ കുറെ കഴിഞ്ഞാൽ അത് ബ്രെയിനിനെ ബാധിക്കും. പിന്നെ പ്രായമായാൽ ഓർമ്മ ഉണ്ടാവില്ല. ഇന്ന് കുറെ സ്ത്രീകളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നം, ആണുങ്ങളും പ്രായമാവും തോറും ഓർമ്മ ഉറക്കെ പറയൂ കുറഞ്ഞു വരും. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ഇതെല്ലാം ഹെൽത്തുമായി ബേസ്ഡ് ആണ്. അതുകൊണ്ട് കൃഷ്ണൻ എപ്പോഴെണീക്കും? ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുന്നവർ എത്ര പേരുണ്ട്? നന്നായത്.
നന്നായി. കുറെ പേര് പിന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കും, പക്ഷെ അവർക്ക് ബ്രഹ്മമുഹൂർത്തല്ലേ, ബ്രഹ്മമൂത്രേ ഉള്ളൂ. എന്നിട്ട് ബാത്റൂം പോയിട്ട് വീണ്ടും പോയി അത് കിടന്നുറങ്ങും. ഈ തരത്തിലുള്ള ആൾക്കാരുണ്ട്. കാരണം ബ്ലാഡർ നിറഞ്ഞിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ അവര് പോയി എന്ത് ചെയ്യും? ബാത്റൂം പോയിട്ട് വീണ്ടും കിടന്നുറങ്ങും. ഇതല്ല വേണ്ടത്. ഒരു കൃത്യതയോടെ നമ്മൾ എണീറ്റ് ഇനി എന്ത് ചെയ്യണം? കൃഷ്ണൻ എന്താ ചെയ്യുന്നത്? രാമേ മുഹൂർത്ത ഉത്തായ വാരിപ് സ്പൃശ്യ മാധവ. മാധവൻ കൈയും കാലും ഒക്കെ ഒന്ന് കഴുകി കുളിക്കാൻ പോവില്ല എന്നർത്ഥം. അപ്പൊ കൃഷ്ണൻ പോലും കാലത്തെണീറ്റ് കുടിയില്ല. അങ്ങനെ കൃഷ്ണൻ എന്ത് ചെയ്യും? സദ്യോ പ്രസന്നകരണം, നട്ടെല്ലാം നിവർന്ന് ഇരുന്ന് ഭഗവാൻ ഇരുന്ന് ജപവും ധ്യാനവും ചെയ്യുന്നു എന്നാണ്. സദ്യോ പ്രസന്നകരണം ആത്മാനം തമസപ്പര. സാക്ഷാൽ കൃഷ്ണന് പോലും കൃത്യനിഷ്ഠ ഉണ്ടായിരുന്നു, ആവശ്യമാണ്. പിന്നെ ഉണ്ടോ നമ്മൾ ഇതൊക്കെ ചെയ്യാതെ പോയാൽ നന്നാവാൻ പോണു? അപ്പൊ കാലത്ത് നേരത്തെ എണീറ്റ് നട്ടെല്ലൊക്കെ നിവർന്ന് കുറച്ചു നേരം എന്തോ ഒന്നും മിണ്ടാത്ത നിങ്ങള് ജപവും ധ്യാനവും കൊണ്ടു നടന്നാൽ മനോബലം ക്രമേണ നമ്മുടെ ഉള്ളിൽ, ഉറക്കെ പറയൂ, ഉണ്ടാവും. മനോബലം ഉള്ളവർക്ക് വൈവിധ്യ സ്വഭാവങ്ങളെ കുറെയൊക്കെ ഉൾക്കൊള്ളാനും കുറെയൊക്കെ അവഗണിച്ച് പറയൂ മുന്നോട്ട് പോകാനും. ഇത് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ജരാസന്ധൻ അങ്ങയെ എത്രമാത്രം ആക്രമിച്ചു, പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു? ദ്വാരകയിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ ജരാസന്ധനെ അവഗണിച്ച് കൃഷ്ണൻ മുന്നോട്ട് പോയതുപോലെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് ഉപദ്രവം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. വിവാഹ ജീവിതത്തിൽ അങ്ങനെ വന്നാൽ പോലും അതിനെ അവഗണിച്ചുകൊണ്ട് കൃഷ്ണ മുന്നോട്ട് പോവാനുള്ളൊരു എന്ത് വേണം? ആ കുരുക്കിൽ അങ്ങനെ കുരുങ്ങി ചുഴിയിൽ അങ്ങനെ കറങ്ങാതെ മുന്നോട്ട് പോവാനുള്ളൊരു എന്ത് വേണം? ഈ മനോബലം എവിടുന്നാ കിട്ടുക? അതാണ് നിങ്ങൾ നശിപ്പിച്ച് കൈ കൊടുത്തത്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഈ അറവുശാലയിൽ ആടുകളെ പോലെയാക്കി. അറവുശാലയിൽ ആടുകളെ കുറിച്ച് പറയും, ഒരു മാടിനെ അറുത്തു കഴിഞ്ഞാൽ അടുത്തത് അവിടെ ഇങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കത്രേ. എന്നാൽ തൻ്റെ കൂടെയുള്ളത് കൊല്ലപ്പെട്ടു, അതാണ് തൂക്കിയിട്ടിരിക്കുന്നത് ഇവൻ. അടുത്ത ഇര ഞാനാണെന്ന് ആ പാവത്തിന് തോന്നില്ല. അപ്പോഴും അവിടെ പച്ചില കാണുമ്പോൾ അത് പറയൂ, അത് കണ്ടില്ലേ? ഈ കൊല്ലുന്നവന്റെയൊക്കെ അതിന്റെ റോഡ് സൈഡിലൊക്കെ കെട്ടിയിടാറ് കാണില്ലേ? ഉണ്ടോ? ആ പാവം മാടിനത് തോന്നില്ല, ഞാനാണ് അടുത്ത ഇരയെന്ന്. ഇതുപോലെ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഇരകളാക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയോ? ഒരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും നമ്മുടെ കുട്ടികളിൽ പറയൂ പറഞ്ഞു കൊടുത്തില്ല. പഴയ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. കാലത്തെല്ലാറ്റിനും എണീപ്പിക്കും. കാരണം പണ്ടൊക്കെ ഈ കിടക്കയൊക്കെ മടക്കി വെക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു, ഇല്ലേ? ഉണ്ടായിരുന്നില്ലേ? പിന്നെ ഈ ജന്മം മടക്കേണ്ടതില്ലാത്തൊരു സാധനം വന്നപ്പോഴാണ് എല്ലാം അവിടെ തന്നെ അങ്ങോട്ട് സമാധിയായി പോയത്. മറ്റതെല്ലാം കാലത്തെണീറ്റ് എല്ലാം മടക്കി ഒരു ഭാഗത്ത് വെച്ച് പോയി കുളിച്ച് വൃത്തിയായി ആണോ? ഇതൊക്കെ മാറിപ്പോയി, ആ കൾച്ചർ മാറിപ്പോയി. ആണോ അല്ലയോ? ഇന്ന് എങ്ങനെ ബെഡിൽ തന്നെ ബാത്റൂം പോകാൻ പറ്റുമെന്നാ നോക്കണത്. അന്നാണെങ്കിൽ അവർക്ക് ബാത്റൂം പോകണമെങ്കിൽ 1/2 കിലോമീറ്റർ പാവം പുറത്തു പോകണം, ദൂരെ പോകണം. ഇന്നത്തെ സൗകര്യങ്ങളുണ്ടോ? എന്നാൽ അവരുടെ ആ ഒരു മനോബലത്തിന്റെ 1% പോലും ഈ സുഖ സൗകര്യങ്ങളുള്ള നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാതെ പോയതിന് കാരണം ഈ 2 വാക്കുകളാണ്. കൃത്യനിഷ്ഠയും പോയി, അനുഷ്ഠാനവും പോയി. ഒരച്ഛനും അമ്മയും കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്ന പ്രധാന 2 കാര്യം ഉറക്കെ പറയൂ, കൃത്യനിഷ്ഠയും അനുഷ്ഠാനം. ആദ്യം ആർക്ക് വേണം? അത് മിണ്ടണില്ലേ, കണ്ടില്ലേ? ഇത് ആദ്യം ആർക്ക് വേണം? ആ അച്ഛനമ്മമാർക്ക് വേണം. അത് ഉള്ളവരിത്തിരി കുറവാണ്. ഉള്ളത് പറയാലോ, ഇവിടെയും അത് കുറച്ച് കുറവുള്ളവരുണ്ട്. നിങ്ങൾ അങ്ങനെ നുണ പറയരുത്, ഇല്ലേ? കുറച്ച് പേരില്ലാത്തവരില്ലേ?
എത്ര പേര് അങ്ങനെ ചെയ്യാറില്ല? സത്യം പറയും, നുണ പറയാതെ സത്യം പറയും. കുറച്ച് പേരൊക്കെ ഉണ്ട്. കൈ പൊക്കാൻ മടിയാണ് നിൽക്കുക, കാരണം മറ്റുള്ളവരെന്താ വിചാരിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് ദുർബലരായി മാറിയാൽ നാളത്തെ മക്കളും അതുപോലെ യഥാ രാജ തഥാ പ്രജ. മുന്നിൽ നടക്കുന്നവരെ നോക്കിക്കൊണ്ടാണ് ആര് പിന്നിൽ വരുന്നവര്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എപ്പോഴും ഓർക്കണം, കൃത്യനിഷ്ഠയും അനുഷ്ഠാനം. രാമായണത്തിൽ ഈ സന്ദർഭം ഓർമ്മയുണ്ടോ? വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ രാമനും ലക്ഷ്മണനും പോകുമ്പോഴാണ് വിശ്വാമിത്ര മഹർഷി രാമനോട് പറയുന്നത് എന്ത് പറഞ്ഞു കൊടുത്തത്? വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ യാഗരക്ഷയ്ക്ക് വേണ്ടി രാമൻ പോകുന്ന രംഗമുണ്ടോ രാമായണത്തില്? ഉണ്ടോ? ആ സമയത്ത് വിശ്വാമിത്ര മഹർഷി രാമന് പറഞ്ഞു കൊടുക്കും. എന്ത്? ബലിയും അബലി അല്ല പറഞ്ഞു കൊടുക്കുന്നത്, ക്ഷീരബലിയുടെ കാര്യമല്ല പറയുന്നത്. വിശ്വാമിത്ര മഹർഷി പറഞ്ഞു കൊടുക്കുന്ന വരികളാണ് കൗസല്യ സുപ്രജാ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ. ഇത് വിശ്വാമിത്രന്റെ വരികളാണ്. കൗസല്യ സുപ്രജാ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമന്വിതം. ഉത്തിഷ്ഠോത്തിഷ്ഠ ഉത്തിഷ്ഠ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു എന്നീ വരികളൊക്കെ വിശ്വാമിത്രനാണ് പറയുന്നത്. എന്താ പറയുന്നത്? കൗസല്യ സുപ്രജ രാമ പൂർവ കിഴക്ക് സന്ധ്യ പ്രവർത്തതേ. സന്ധ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 സന്ധ്യകളുണ്ട്. ഉണ്ടോ? ഏതാ 3 സന്ധ്യകള്? അതാണ് ഈ ത്രികാല പൂജ എന്നൊക്കെയുള്ള പൂജകളൊക്കെ. പ്രാതസന്ധ്യ, അതിനെ പറയും ഉഷസന്ധ്യ. എന്താണ്? ഉഷസന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, പിന്നെ സായം സന്ധ്യ. അപ്പൊ സന്ധ്യ എന്ന് പറഞ്ഞാൽ സായം സന്ധ്യ മാത്രമേ അറിയുള്ളൂ. അതായത് രാവിലെ ഇരുട്ടുപോയി സൂര്യപ്രകാശം, സൂര്യൻ ഉദിച്ചു വരിക. ശ്രദ്ധിക്കണം, ഇതെല്ലാം സൈക്കോളജിക്കലി മനസ്സിലാക്കിയവരായിരുന്നു ഋഷിവര്യന്മാർ. രാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ ഓർമ്മകൾ ഉണരുന്ന സമയമാണ്. ഏതാണ്? ഓർമ്മകൾ. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് രാവിലെ ഓർമ്മയിലെത്തിക്കഴിഞ്ഞു. ഉണ്ടോ? അതിൽ പ്രധാനപ്പെട്ട ഓർമ്മ നമ്മളിലെ വിവേകശക്തിയാകുന്ന ഒരു ഓർമ്മയുണ്ട്. ഏതാണ്? അതിന്റെ പേരാണ്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഐ ഓഫ് ഇന്റലിജൻസ് പറയും. പലപ്പോഴും ഈ വാക്ക് തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട് മോഡേൺ മെഡിക്കൽ സയൻസ്. IQ എന്നതിന് IQ എന്നുള്ളതിന് ഇന്റലിജന്റ് കോഷ്യൻ എന്നാ പറയുന്നത്. വാസ്തവത്തിൽ ഇന്റലിജൻസ് അല്ല, അത് ഇന്റലക്ച്വൽ കോഷ്യന്റ് ആണ്. അതായത് ബുദ്ധി എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്താണ്. ഇമോഷൻ എന്ന് പറയുന്നത് എക്സ്പ്രഷനാണ്. ഒന്ന് ഇങ്ങോട്ട് അക്യുമുലേറ്റ് ചെയ്യും, ഗ്യാദർ ചെയ്യും. അപ്പൊ ഞാൻ പറയുന്നതൊക്കെ നിങ്ങളുടെ ബ്രെയിൻ അബ്സോർബ് ചെയ്യാൻ ആണോ? അത് നിങ്ങളുടെ ഇന്റലക്ച്വൽ ഫങ്ഷനാണ്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് നിങ്ങളുടെ ഇമോഷനാണ്. അത് നിങ്ങളുടെ ഇമോഷനാണ് എപ്പോഴും മുന്നിൽ നിൽക്കുക. നമ്മൾ പ്രവർത്തിക്കുന്നത് മനസ്സുകൊണ്ടും മനസ്സിലാക്കുന്നത് ബുദ്ധി കൊണ്ടും. പ്രവർത്തിക്കുന്നത് മനസ്സുകൊണ്ടും പറയൂ, മനസ്സിലാക്കുന്നത് ബുദ്ധി കൊണ്ടും. അതുകൊണ്ടാണ് മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം തട്ടിയാൽ എത്ര ബുദ്ധി ഉണ്ടെങ്കിലും ഒരു മൂടുണ്ടാവില്ല. ഒരു പണി ചെയ്യാനുള്ളൊരു മനസ്സിലായില്ല. രാവിലെ തന്നെ നിങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട് ഒരു ദിവസം തുടങ്ങിയാൽ നിങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായാലും ഒരു മനസ്സിനൊരു സന്തോഷം ഉറക്കെ പറയൂ ഉണ്ടാവില്ല. ശരിയാണോ പറയുന്നത്? ആണോ? എന്നാൽ രാവിലെ എണീറ്റ് ജപിക്കുമ്പോൾ നമ്മളിൽ മറ്റൊരു ബുദ്ധി ഉണരും. അതിന്റെ പേരാണ് വിവേക ബുദ്ധി. എന്താണ്? അതേതാണ്? ഉൾക്കണ്ണ് തുറക്കും. ഏത് കണ്ണ്? ഈ ഉൾക്കണ്ണ് തുറന്ന് ആത്മശക്തി ഉണർത്തുന്ന ആ ഒരു ബുദ്ധിയുടെ പേരാണ്
വിവേക ബുദ്ധി. അതാണ് നമ്മുടെ സെൻട്രൽ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും മാത്രമല്ല, എവിടെയുണ്ട്? സെൻട്രൽ, നമ്മുടെ ഭ്രൂമധ്യത്തിന്, ശരീരത്തിന് പുറകിലായിട്ട് ഒരു ബ്രെയിൻ ഉണ്ട്. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് സരസ്വതി നാഡി. അതുകൊണ്ടാണ് ബുദ്ധിക്ക് എപ്പോഴും, വിവേക ബുദ്ധിക്ക് എപ്പോഴും സരസ്വതി ഭാവം പറയുന്നത്. സരസ്വതി ദേവിയുടെ പ്രത്യേകത, സരസ്വതി ദേവി ഇരിക്കുന്നത് ഹംസവാഹിനിയായിട്ടാണ്. ആരാണ് സരസ്വതി ദേവി? എവിടെ ഇരിക്കുന്നത്? ഹംസത്തിന്റെ പ്രത്യേകത, പാലും വെള്ളവും ചേർത്ത് കൊടുത്താൽ പാലിനെയും വെള്ളത്തെയും വേർതിരിക്കുന്നു പറഞ്ഞാൽ അതൊരിക്കലും സാധ്യമല്ല. ഇവിടെ എന്തിനെ ഉദ്ദേശിച്ചത്? ഉള്ളിലുള്ള നന്മതിന്മകളെ, സത്തസത്തിനെ, നിത്യാനിത്യങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിയുടെ പേരാണ് വിവേകബുദ്ധി. ഇത് ഉണർത്തേണ്ട സമയമാണ് കാലത്തെ സമയം. അതാണ് പറയുന്നത്, ഉത്തിഷ്ഠ 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 ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു. മംഗളകരമായ കാര്യം കുരു. കുരു പറഞ്ഞാൽ എന്താണ്? സംസ്കൃതത്തിൽ കുരു എന്ന് പറഞ്ഞാൽ മേലുള്ള കുരു. കുരു എന്ന് പറഞ്ഞാൽ ചെയ്യണം, മംഗളകരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കണം. മനസ്സിലാവുണ്ടോ? അപ്പൊ കാലത്ത് എണീറ്റ് എത്ര മണിക്ക് എണീക്കണം? നേരത്തെ എണീക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? കൈയും കാലൊക്കെ മുഖം കഴുകി ഒരു ഭാഗത്ത് നിവർന്നിരുന്ന് എന്ത് ചെയ്യണം? ജപിക്കണം. ഇതൊക്കെ ജപിച്ച് ശീലിച്ചാൽ ക്രമേണ മനസ്സിലൊരു മനോബലം രൂപപ്പെടും. അപ്പോഴോ ത്വൽപാദപത്മമകരന്ദജുഷാം മുനീനാം വർമാസ്ഫുടം നൃപശുവരുന്നനുദുർഭിവാപ്യം യസ്മാദലൗഹിതമിവേഹിതമീശ്വരസ്യ ഭൂമൻ തവേഹിതമനോ അനുയേ ഭവന്തം. പറയാണ് ഭഗവാനെ, നോക്കൂ, ഇതൊക്കെ വളരെ സത്യമാണ്. അനുഷ്ഠാനം ചെയ്ത് ഒരാളുടെ മനസ്സിന് മനോബലം വന്നാൽ മറ്റുള്ളവർ അവരെ ക്രമേണ അനുകരിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ അവരെ പിന്തുടരാൻ തുടങ്ങും. മനസ്സിലായില്ലേ? മനോബലമില്ലാത്തവര്, ദുർബലന്മാര് മറ്റുള്ളവർക്ക് അടിമയാവും. മനോബലമുള്ളവർ മുന്നിൽ പോകുമ്പോൾ മറ്റുള്ളവർ പൊതുവെ ഉറക്കെ പറയൂ, അവരെ അങ്ങനെ പിന്തുടരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കുട്ടികളുണ്ടല്ലോ, രാവിലെ എണീറ്റ് അനുഷ്ഠാനമുള്ളവരായാൽ അവര് തളരുകയില്ല എന്ന് മാത്രമല്ല, അവര് മറ്റുള്ളവരെ കൂടി പതുക്കെ എന്ത് ചെയ്യും? നയിക്കും മുന്നോട്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുമറിയില്ല. അപ്പൊ കാലത്ത് എണീറ്റുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ അനുഷ്ഠിക്കുന്നു വിചാരിക്കുക, കൃത്യമായൊരു അനുഷ്ഠാനമുള്ളവരാണ്. അങ്ങനെയുള്ള കുട്ടികൾ, കുട്ടികളുള്ള വീട്ടില് എന്ത് കലഹങ്ങൾ ഉണ്ടായാലും ശരി, ആ അനുഷ്ഠാനമുള്ള കുട്ടിയോടുള്ള ഒരു ബഹുമാനം കൂടുതലായിരിക്കുമല്ലയോ? ആയിരിക്കോ ഇല്ലയോ? പറയൂ. ഇനി സ്വയം നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ കുട്ടികൾ ശരിക്കും ആദരണീയരാണോ ഇപ്പോ? നിങ്ങൾ സ്വയം ചോദിക്കൂ. അങ്ങനെയുള്ള കുട്ടികളാണോ നിങ്ങളുടെ കുട്ടികൾ? ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾ സൈലന്റ് മോഡിലായി. അങ്ങനെ എത്ര പേരുടെ കുട്ടികളെ അങ്ങനെ ആക്കിയെടുത്തവരുണ്ട്? മനസ്സിലായില്ലേ? അനുഷ്ഠാനമുള്ള കുട്ടികളായി നമ്മുടെ കുട്ടികൾ വളർന്നു വന്നിട്ടില്ല എങ്കിൽ ക്രമേണ ദുർബലരാവും. ദുർബലന്മാര് അടിമകളാവും. ധീരന്മാരൊരിക്കലും അടിമകളാവില്ല. അവരെന്ത് ചെയ്യും? നോക്കൂ, നിങ്ങൾ സീതാദേവി ആ ധീരയായതുകൊണ്ടാണ്, ഗർഭിണിയായിരിക്കുമ്പോൾ ധീരയായതുകൊണ്ടാണ് രാമനോട് പറയുന്നത്, എനിക്ക് വാത്മീകി ആശ്രമത്തിൽ പോയി താമസിക്കണം രാമ. പറഞ്ഞോ? അതൊരു നിർദ്ദേശമാണ്. അവസാനം എന്താണ്ടായതറിയോ? രാമൻ സീതയെ അന്വേഷിച്ചു പോവാണ്. ആദ്യവും സീതയെ അന്വേഷിച്ചു പോണത് പിന്നെ കൊണ്ടുവരാനാണ് രാവണനിൽ നിന്ന്. ഇത് സീത സ്വയം പോയതാണ്, മറ്റേത് രാവണൻ കൊണ്ടുപോയതാണ്. ആ സീതയെ കൂട്ടിക്കൊണ്ടുവരാൻ രാമന് ആരുടെ കൂടെ പോണ്ടി വന്നു?
കൂടെ വന്നില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ സന്ദർഭം? ഇത് ഉത്തര രാമായണത്തിൽ ഗർഭിണിയായ സീത പ്രസവിച്ച് സീത കുട്ടികളെ പറഞ്ഞയച്ചു അയോധ്യയിലേക്ക്. സീത പോയില്ല. ആര് പോയില്ല? സീത പോയില്ല. ആ സീതയെ കൂട്ടിക്കൊണ്ടുവരാൻ രാമൻ പോകുമ്പോഴാണ് ഇനി ഒരിക്കലും ഞാൻ അയോധ്യയിലേക്കില്ല എന്ന് ധൈര്യത്തോടു കൂടെ ആര് പറഞ്ഞത്? അപ്പൊ ഈ ധൈര്യമൊക്കെ എവിടുന്നാ വന്നത്? ബൂസ്റ്റ് കലക്കി കുടിച്ചിട്ടോ? നിങ്ങളൊക്കെ മക്കൾക്ക് അതല്ലേ കൊടുക്കുന്നത്? ബൂസ്റ്റ് ഇസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന്. ഇതൊക്കെ കലക്കി കൊടുത്തിട്ടാ മക്കൾ സ്കൂളിൽ പറഞ്ഞയക്കുന്നത്. ഇതാണോ ശക്തി? രാവിലെ എണീറ്റ് കുറച്ച് നാമം ജപിച്ച് സ്കൂളിൽ പോവാൻ മക്കളെ പഠിപ്പിച്ച അമ്മമാർ എത്ര പേരുണ്ട് ഇവിടെ? അറിയില്ല, എന്റെ കാഴ്ച പെട്ടെന്ന് പോകുന്നത്. കഷ്ടം. നോക്കൂ നിങ്ങള്, ഇത് പെരുമ്പാവൂരാണേ, പെരുമ്പാമ്പിന്റെ ഊരല്ല. മനുഷ്യൻ പെരുമ്പാമ്പ് പോലെ ആവരുത്. മനസ്സിലായില്ലേ? നമ്മൾ ആരാവണം? പെരുമയുള്ളവരുടെ ഊരാക്കി മാറ്റണം. ഏതൂരാക്കണം? കേട്ടില്ലേ നിങ്ങള്? പെരുമ്പാമ്പുകളുടെ ഊരാക്കണോ? പെരുമയുള്ളവരുടെ ഊരാക്കി മാറ്റണം അല്ലേ? വേണോ? അപ്പൊ ഇനിയിപ്പോ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ അറിയില്ല. കാരണം ഇനിയിപ്പോ നിങ്ങൾ പറയും മക്കളൊക്കെ ഒരു വഴിക്കേ സ്വാമി, ഞങ്ങൾ വേറൊരു വഴിക്കേന്ന്. ഇനിയിപ്പോ എന്ത് മക്കളോട് പറയാൻ പോണു? ഇതൊക്കെ നേരത്തെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വല്ലതുമൊക്കെ ഒന്ന് ചെയ്യാൻ സാധിക്കുമായിരുന്നു. മനസ്സിലായില്ലേ? നേരത്തെ വല്ലതും പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുണ്ടോ? അപ്പൊ ഇനിയെങ്കിലും നമ്മളെങ്കിലും ഇതൊക്കെ ഒന്ന് അനുഷ്ഠിക്കുക. അതാണ് ദേവി പറയണത്, നല്ല മനസ്സുള്ളവരെ മറ്റുള്ളവർ പിന്തുടരും. കൃഷ്ണ, അങ്ങയെ എല്ലാവരും പിന്തുടരുന്നതിന് കാരണം അങ്ങാരെയും ആശ്രയിച്ച് ജീവിക്കുന്നില്ല. അങ്ങ് പറഞ്ഞത് ശരിയാണ്, നമ്മൾ തമ്മിൽ ചേരില്ല എന്ന്. കാരണം അങ്ങ് എല്ലാവരുടെയും മുന്നിൽ നടക്കുന്നവനാണ്. അങ്ങ് എല്ലാവരുടെയും മുന്നിൽ നടക്കുന്നവരാണ്. അപ്പൊ മുന്നിൽ നടക്കുന്നവരായി മാറണം. എന്താ വേണ്ടത്? ഉറക്കെ പറയൂ. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട 4 മന്ത്രങ്ങളുണ്ട്. അതായത് വിവാഹ ജീവിതം ഒരു താളം തെറ്റിലില്ലാതെ മുന്നോട്ട് പോവാൻ ഒരു വിവാഹ ജീവിതത്തിന്റെ വിജയമന്ത്രം ഇത് പറഞ്ഞു കൊടുക്കണേ. നിങ്ങളുടെ കുട്ടികളോട് ചെയ്യാനും പറയണം. വളരെ ലളിതമാണ്. പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ. ഇത്രയേ വേണ്ടു. എന്തൊക്കെയാ പറഞ്ഞത്? കേട്ടില്ല? പ്രേമയല്ല, അടുത്ത വീട്ടിലത്തെ പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ. അതിന് പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ പറയൂ. ഇത് മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണേ. ഇന്ന് പോയിട്ട് എന്താ പറഞ്ഞത്? പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് നല്ലോണം ഉണ്ട് സ്വാമി അവർക്ക്. നിങ്ങൾ പറയുന്ന കോളേജ് പ്രേമം, വാട്സാപ്പ് പ്രേമം അല്ലത്. അതാണ് ആ പാലക്കാട് MLA ഒരു വഴിക്കേയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ആ തരത്തിലുള്ള പ്രേമല്ലത്. ഈ പ്രേമം എന്ന് പറഞ്ഞാൽ, പ്രേമം എന്നത് ഭഗവാന്റെ നാമത്തിലുള്ള ആസക്തിയാണ് പ്രേമം. ആ വാക്ക് വന്നത് ഭക്തിയിൽ നിന്നാണ്. പ്രകർഷേണ മീളനം, പ്രേമം. ഏതൊക്കെയാ 2 അക്ഷരം? കൂടെ വന്നില്ല. പ്രേമം. പ്രേ എന്നതിന് പ്രകർഷേണ. പ്രകർഷം എന്ന് പറഞ്ഞാൽ വളരെ ആകർഷണത്തോടെയുള്ള പ്രകർഷണം. മീളനം. മീളനം എന്ന് പറഞ്ഞാൽ സമ്മേളനം. പ്രകർഷേണ ഉള്ള കൂടെ വന്നില്ല. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഭഗവാന്റെ നാമത്തിലുള്ള സമ്മേളനം, ആകർഷണത്തോടു കൂടിയിട്ടുള്ള സമ്മേളനം. അതേതാണ്? അതാണ് പ്രേമം. അതുകൊണ്ട് നാരദ മഹർഷി പറഞ്ഞു, ഭക്തി പരമപ്രേമ സ്വരൂപം എന്നാണ്. ഭക്തി എന്താണ്? ഉറക്കെ പറയൂ. പരമപ്രേമമാണ്. ഈ പ്രേമം എന്നുള്ള വാക്കാണ് നാട്ടുകാർ നശിപ്പിച്ച് കൈ തന്നത്. അത് കോളേജ് പ്രേമമാക്കി, അത് പെണ്ണും ആണും തമ്മിലുള്ള
തട്ടലും മുട്ടലും ആക്കി. അവൻ അവളായിട്ട് ഭയങ്കര പ്രേമത്തിലാണ്. അത് പ്രേമല്ലത്. അതിന് പറയും എന്താണ്? കാമം എന്നാ പറയേണ്ടത്. അത് പ്രേമം ആക്കിയതാണ്. കാമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാമവും പ്രേമവും വ്യത്യാസമുണ്ട്. കാമം എന്ന് പറയുന്നത് നമുക്ക് തെറ്റായി മനസ്സിലാക്കരുത്. കാമം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥ സുഖം എന്നാണ് അർത്ഥം. എന്താണ്? സ്വാർത്ഥ സുഖത്തിന് വേണ്ടി ഒരാളെ ഇഷ്ടപ്പെടുന്നതിന്റെ പേര് പ്രേമം എന്നല്ല. അതിന്റെ പേര് കാമമാണ്. പക്ഷെ ഈ കാമത്തെയാണ് ഇന്നിപ്പോ എല്ലാവരും ഏത് വാക്കാക്കിയത്? പ്രേമം എന്നുള്ളത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്കാണ്. പ്രകർഷേണ മേളനം. ഭഗവാന്റെ നാമത്തിലുള്ള ആകർഷണവും മീളനവുമാണ്. അതെ ഞാൻ പറഞ്ഞത്, നാമത്തിലുള്ള ആസക്തിയാണ് ഭക്തി എന്ന് പറഞ്ഞ ഓർക്കുണ്ടോ? ഭഗവാന്റെ നാമത്തിലുള്ള ആസക്തി, അതായത് ഒരു വളരെ ഇഷ്ടത്തോടെ, ഒരു പ്രിയത്തോടെ അങ്ങനെ ഒരു അനുഷ്ഠാനം കൊണ്ടു നടക്കുന്നതിന്റെ പേരാണ് പ്രേമം. അപ്പൊ ഏറ്റവും പ്രയോറിറ്റി, പ്രാധാന്യം ഏതിനായിരിക്കണം? പ്രേമത്തിനാണ്. ഫസ്റ്റ് പ്രയോറിറ്റി പ്രേമാണ്. അതായത് കാലത്തെണീറ്റ് നാമം ചൊല്ലാത്ത ഒരു ദിവസം പോലും പറയൂ, ഇത് നിർബന്ധിപ്പിക്കണം കുട്ടികളെ. നോ കോംപ്രമൈസ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതൊരു അനുഷ്ഠാനമായി കൊണ്ടു നടന്നാൽ ഇതെന്ന് എന്തുണ്ടാവും? ആവർത്തിക്കുമ്പോൾ എന്തുണ്ടാവും? എന്താ വേണ്ടത് ജീവിതത്തിൽ? വിപരീത സ്വഭാവങ്ങളെയൊക്കെ ഇഗ്നോർ ചെയ്ത് അവഗണിച്ച് മുന്നോട്ട് പോകാൻ എന്ത് വേണം? മനോബലം. അപ്പൊ നാമം ആവർത്തിക്കുമ്പോൾ എന്തുണ്ടാവും? മനോബലം ഉണ്ടാവും. ഇതല്ലാതെ വേറെ വഴിയില്ല. ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. മനോബലമുള്ളവരായി തീരണോ, അനുഷ്ഠാനമുള്ളവരായി മാറണം. പ്രേമം. രണ്ടാമത്തത് മൈത്രി എന്ന് പറയും. മൈത്രി എന്ന് പറഞ്ഞാൽ മിത്രം. മിത്രങ്ങൾ എപ്പോഴും നല്ലതിന് പ്രേരിപ്പിക്കുന്നവരാണ് മിത്രം. മിത്രം എന്ന വാക്കിനർത്ഥം നയിക്കുന്നവരെന്നാണ്. നല്ലതിലേക്ക് നയിക്കുന്നവർ. ആരാണ് മിത്രം? കള്ളു കുടിപ്പിക്കുകയും കഞ്ചാവ് വലിപ്പിക്കുകയും അതുപോലെ വേണ്ടാത്ത ലഹരിയിലേക്ക് കൊണ്ടുപോകുന്നവൻ മിത്രമല്ല. അവൻ മിത്രത്തിന്റെ രൂപത്തിൽ വരുന്ന ശത്രുവാണ്. യഥാർത്ഥ മിത്രം. ഇപ്പൊ കൃഷ്ണനും അർജുനനും ഒരു മിത്രമാണ്. അർജുനൻ തളരുമ്പോൾ കൃഷ്ണൻ അർജുനനെ ഉയർത്തുമ്പോൾ ആ അർജുനന് കൃഷ്ണൻ എന്ന് പറയുന്നത് ഗുരുസ്ഥാനീയനായ മിത്രമാണ്. എന്നാൽ ഗുരുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജുനന് ഗുരുസ്ഥാനമുണ്ടെങ്കിലും അർജുനൻ കൃഷ്ണനുമായി വളരെ ഒരു മിത്രഭാവത്തിലാണ് ജീവിക്കുന്നത്. ഉദ്ധവരും കൃഷ്ണനും തമ്മിൽ എങ്ങനെ ജീവിക്കുന്നത്? ഒരു മിത്രഭാവത്തിലാണ്. എന്തും തുറന്നു പറഞ്ഞ് സംസാരിച്ച് ജീവിക്കുന്നവരായിരുന്നു ഉദ്ധവരും കൃഷ്ണനും. പക്ഷെ കൃഷ്ണൻ ഉദ്ധവർക്കൊരു ഗുരുസ്ഥാനീയനായിരുന്നു. കാരണം കൃഷ്ണൻ എപ്പോഴും മുന്നിൽ നടക്കുന്നവനാണ്. അപ്പൊ മിത്രം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വയം മുന്നിൽ പോവാനുള്ള കഴിവാണ് മിത്രം. മറ്റൊരാളെ ആശ്രയിക്കാതെ മുന്നിൽ നടക്കാനുള്ളൊരു കഴിവ്. അപ്പൊ നല്ലത് അനുഷ്ഠിക്കാൻ എപ്പോഴും എന്ത് ചെയ്യണം? മുന്നിൽ പോകണം. മറ്റൊരാളെ നല്ലത് അനുഷ്ഠിപ്പിക്കാൻ എന്ത് ചെയ്യണം? പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കണം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങളൊക്കെ ഒരു മിത്രങ്ങളാവുന്നു പറഞ്ഞാൽ രാവിലെ എണീക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, കൂടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെയും പ്രേരിപ്പിക്കുന്നു. നല്ലതെല്ലാം ചെയ്യാനായി മറ്റുള്ളവരെയും പ്രേരിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ബന്ധമുണ്ടല്ലോ, ഇതിന്റെ പേരാണ് നമ്മൾ പറയാ ആത്മബന്ധം എന്ന് പറയാ. ഇതിനെ ലൗകിക ബന്ധം എന്ന് പറയില്ലേ. ഞങ്ങൾ തമ്മിലൊരു ആത്മബന്ധമുള്ളവരാണ് പറയാറില്ലേ. ഈ ബന്ധങ്ങളാണ് നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കി വെക്കേണ്ടത്. മനസ്സിലാവുണ്ടല്ലോ? ഒരു ആത്മബന്ധത്തിലേക്ക് ഉയരാൻ കഴിയുന്ന കുട്ടികൾ. ഇതിന്റെ പേരാണ് മൈത്രി. പ്രേമം, മൈത്രി. അനുഷ്ഠിച്ചാൽ മാത്രം പോരാ, നല്ലതിനെല്ലാം മറ്റുള്ളവരെ പ്രേരിപ്പിക്കാൻ താൻ മുന്നിൽ നടക്കണം. ക്ലിയർ ആണോ? ഇനി മൂന്നാമത്തതാണ് കൃപ. കൃപ എന്ന് പറഞ്ഞാൽ ഒരാളോട് കൃപ തോന്നുക എന്ന് പറഞ്ഞാൽ തെറ്റുകളെ നമ്മൾ ക്ഷമിക്കുക.
ഇവിടെ തെറ്റുകളെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. എപ്പോഴും ഓർക്കണം, ആരും ഇവിടെ പെർഫെക്റ്റ് അല്ല. എല്ലാവരിലും പല വിധത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ, കുറവുകളൊക്കെ എല്ലാം തികഞ്ഞവരായിട്ട് ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? കേട്ടില്ലേ നിങ്ങള്? എല്ലാം തികഞ്ഞവരായിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? ഇനിയിപ്പോ നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും അടുത്തിരിക്കുന്ന ആൾ അണക്ക് തന്നെ. അയാളുടെ തനി സ്വഭാവം എനിക്കല്ലേ അറിയുള്ളൂ എന്ന്. മനസ്സിലായില്ലേ? ചില സമയത്ത് ഭാര്യയും ഭർത്താവും ഒക്കെ നമ്മളടുത്ത് വരും. അപ്പൊ ഈ ഭർത്താവ് പറയോ, സ്വാമി ഞാൻ ഗീത വായിച്ചിരുന്നു, അത് വായിച്ചിരുന്നു ഒക്കെ പറഞ്ഞ് വലിയതൊക്കെ പറയും. അപ്പൊ ഭാര്യ എനിക്കല്ലേ അറിയില്ല മനുഷ്യന്റെ തനി സ്വഭാവം, അയാൾക്ക് ഒരു വിവരമില്ല സ്വാമി, പറയുന്നതിലൊക്കെ അയാൾ വെറുതെ പൊങ്ങച്ചം അടിക്കുകയാണെന്ന്. ആണോ? ഇനിയിപ്പോ ചില സമയത്ത് സ്ത്രീകൾ വന്നിട്ട് പറയും, ഓ ഞാൻ എത്ര നാരായണീയം വായിച്ചിട്ടുണ്ട് അറിയോ, ഒരുപാട്. അപ്പൊ അപ്പുറത്ത് ഭർത്താവ്, വീട്ടിൽ ഞാൻ ശരിക്കും കാണുന്നുണ്ട് നാരായണീയത്തിന്റെ ഗുണമെന്ന്. അപ്പൊ വീട്ടിലെത്തിയ രണ്ട് മുട്ട മഴക്കാണ്. അപ്പൊ അതുകൊണ്ട് ആരും ഈ ലോകത്തിൽ പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് ആരുടെയും സ്വഭാവങ്ങളെ നിന്ദ്യേതന്നെ സ്തുവീത, പ്രശംസിക്കാനും പോണ്ട, നിന്ദിക്കാനും. പിന്നെന്താണ് കൃപ കാണിക്കേണ്ടത്? കൃപ എന്ന് പറയുന്നത് മറ്റൊരാളുടെ സ്വഭാവം പറയാതെ അവർക്ക് തിരിച്ചറിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി വെക്കുക. മറ്റൊരാളോട് പറയാതെ തന്നെ അവർക്ക് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ. അതിങ്ങനെ സാഹചര്യം ഉണ്ടാവുക? അത് പല കഥകളിലൂടെയും സന്ദർഭങ്ങളിലൂടെയൊക്കെ പറയാ. ഇനി അതിനല്ലെങ്കിൽ പല സത്സംഗങ്ങളിലേക്കും കൊണ്ടുപോകുമ്പോൾ അവിടെയെങ്കിലും അവർക്ക് മനസ്സിലാവും അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് ഉണ്ടോ എന്ന് സ്വയം തിരിച്ചറിയും. അപ്പൊ കൃപ കാണിക്കുക എന്ന് പറഞ്ഞാൽ നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള അത് അങ്ങനെ ഉപദേശം എന്നല്ല പറയേണ്ടത്. കൃപ കാണിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ അവരുടെ ആ സ്വഭാവത്തിൽ നിന്നും ഉയർത്താൻ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, നമ്മുടെ രത്നാകരൻ ചെന്ന ഭാര്യയോട് ചോദിക്കും, ഞാൻ ചെയ്യുന്ന പാപകർമ്മങ്ങളൊക്കെ നിങ്ങളൊക്കെ പങ്കുവെക്കില്ലേ? അവിടെ രത്നാകരന്റെ ഭാര്യ പറയുന്ന വാക്കുകൾ കൃപയുടെ വാക്കുകളാണ്. എന്ത്? താൻ നിരന്തരം അതങ്ങോട്ട് കൊള്ളുകയാണ് രത്നാകരൻ. ഉണ്ടോ? അതൊരു കൃപയാണ്. കൃപ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നന്നാവാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക. അതിനുള്ള ഒരു യോഗ്യത ആ മനുഷ്യനുണ്ടാവും വേണം. ഈ ചിലവർപ്പം അങ്ങനെ ഒരു ഉയർച്ച ഇല്ലാത്ത ഒരാളാണെങ്കിൽ കഴിയും ചെയ്തു. മനസ്സിലായില്ലേ? ഒരു വീട്ടില് ഭാര്യയും ഭർത്താവും മുട്ടാൻ വഴക്കാണ് എന്നും, തമ്മിൽ ചേരയില്ലേ, കീരിയും പാമ്പും പോലെ. ഈ സ്ത്രീക്കാണെങ്കിൽ ഭർത്താവ് വായെടുത്ത കരി വരും. അപ്പൊ ഇവരിങ്ങനെ സത്സംഗങ്ങൾക്കൊക്കെ പോവും. അപ്പൊ ഒരിക്കലും ഒരു ആചാര്യനോട് ചോദിച്ചു, ഒരു ഭർത്താവിന്റെ സ്വഭാവത്തിനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അയാൾ എന്തെങ്കിലും പറഞ്ഞ അപ്പൊ ദേഷ്യം വരിക, ഞാൻ എന്റെ ദേഷ്യത്തെ എങ്ങനെയാ നിയന്ത്രിക്കേണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോ ഇത്തിരി തണുത്ത വെള്ളം മുഖത്ത് ഒഴിച്ചോളൂ. അപ്പൊ അവര് പറഞ്ഞു, അങ്ങനെ എന്റെ ഫ്രിഡ്ജ് പുറകെ കെട്ടി നടക്കേണ്ടിയിരുന്നു. കാരണം ഈ മനുഷ്യൻ എപ്പോഴാ എവിടെന്നാ ദേഷ്യം വരികയെന്ന്, എപ്പോഴും തണുത്ത വെള്ളം കിട്ടുമോ? അതൊന്നും നടക്കണ കാര്യമില്ല, വേറെ വല്ലതും ഉണ്ടോ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചെയ്യൂ, ദേഷ്യം വരുമ്പോഴൊക്കെ നിങ്ങൾ രാമ 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 എന്ന് ചൊല്ലിക്കോളൂ. പക്ഷെ ഉറക്ക ചൊല്ലേണ്ട. ഒരാൾ ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ അയാളുടെ മുഖത്ത് നോക്കി രാമ 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 പറഞ്ഞാൽ പിന്നെ അവിടെ എന്താ ഉണ്ടാവുക അറിയില്ലേ? അപ്പോ ഒരു കാര്യം ചെയ്യൂ, മനസ്സിൽ ജപിച്ചാൽ മതി. എവിടെ? ഈ സ്ത്രീ അതൊക്കെ കേട്ടിട്ട് വീട്ടിൽ ചെന്നു. അന്ന് എന്തോ ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് അങ്ങോട്ട് ഭാര്യ കലി വന്നു. നോക്കൂ, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെ ചെയ്യാൻ, എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഭർത്താവ് അതിലേറെ ദേഷ്യപ്പെടാൻ തുടങ്ങി. ഈ സ്ത്രീക്ക് അങ്ങോട്ട് നിയന്ത്രിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഓർമ്മ വന്നു, ദേഷ്യം വരുമ്പോഴൊക്കെ എന്തോ ഓർക്കണം, രാമരാമ. ഈ സ്ത്രീ എന്താ പറയാ, അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് കണ്ണവിടെ മുറുക്കി അടച്ച് ഒറ്റ ജപിക്കല. പിന്നെ കേൾക്കുക ടാപ്പ് എന്നുള്ള ഒരു ഒറ്റ അടിയാണ്. ആ മനുഷ്യന് ഇത് രാമനായിട്ടല്ല കേൾക്കുന്നതേ. ഒരാളുടെ മുഖത്ത് നോക്കി അങ്ങനെ പല്ലൊടിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കത് ഭക്തിയിട്ട് തോന്നുമോ അതോ തന്നെ എന്തോ പരിഹസിക്കുന്നതായിട്ട് തോന്നുമോ? പറയൂ. ഇത് ചീത്ത വാക്കലിട്ട് തോന്നുക.
ആണോ? അവസാനം രാമനും ഉണ്ടായില്ലേ രക്ഷിക്ക്. അപ്പോ അതുകൊണ്ട് ഈ തരത്തിലുള്ള ദേഷ്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ഒറ്റ വഴി എന്താണ്? അനുഷ്ഠാനത്തിലൂടെ ശക്തി നേടി നല്ലതിന് പ്രേരിപ്പിച്ച് എപ്പോഴെങ്കിലൊക്കെ ദേഷ്യപ്പെടുമ്പോൾ കൊള്ളുന്ന രീതിയിൽ, എന്നാൽ ഇങ്ങോട്ട് അടിക്കാത്ത വിധത്തിൽ നല്ലത് പറയാനുള്ളൊരു കഴിവ് അല്ലേ? ഇത് എളുപ്പമല്ലത്, നല്ല ബുദ്ധിമുട്ടാ. അതിനിതൊക്കെ നല്ലവണ്ണം വായിച്ചും പഠിച്ചും സത്സംഗങ്ങളൊക്കെ കേട്ടും ഒക്കെ പഠിച്ച് മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ സാധിക്കും. ആണോ അല്ലയോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? ഇതിന്റെ പേരാണ് എന്ത്? കൃപ. എന്താണ്? ഇനി അവസാനത്തതാണ് ഉപേക്ഷ. എന്താണ് ഉപേക്ഷ? ഉപേക്ഷ എന്ന് പറഞ്ഞാൽ ഒരാളെ ഡൈവേഴ്സ് ചെയ്യല്ല, ഉപേക്ഷിക്കലല്ല. ഉപേക്ഷ എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്നും കുറച്ചു നേരമൊക്കെ മാറി കുറച്ചു നേരം ഒറ്റയ്ക്കൊക്കെ അവനവന്റെ അനുഷ്ഠാനം കൊണ്ട് നടന്നാൽ നിങ്ങൾ മറ്റൊരാളെ ആശ്രയിക്കുന്നതിന്റെ തീവ്രത കുറഞ്ഞു വരും തോറും മറ്റൊരാൾക്ക് നിങ്ങളോടുള്ള ബഹുമാനം വളരെ കൂടുന്നു മാത്രല്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും അതൊന്നും നിങ്ങളെ കാര്യമായി ബാധിക്കില്ല. കാരണം നിങ്ങൾ അതൊന്നും അയവിറക്കാൻ നിങ്ങളുടെ മനസ്സിനെ അനുവദിക്കില്ല. മനസ്സിലായില്ലേ? ഇത് വേണ്ടതാണോ? വേണ്ടതാണോ? ഇതിന്റെ പേരാണ് പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ. എന്താണ്? ഈ കേരളത്തിലെ ഹിന്ദു സമൂഹം, നമ്മുടെ കുട്ടികള് ഇത് പരിശീലിച്ചാൽ ഒരു ഡൈവേഴ്സ് കേസും ഈ കേരളത്തിൽ ഉണ്ടാകില്ല, ഒരു ആത്മഹത്യയും ഈ കേരളത്തിൽ ഉണ്ടാകില്ല. എന്താ അതിന് വേണ്ടത്? പ്രേമ, മൈത്രി, ഉറക്കെ പറയൂ എല്ലാവരും. പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ. ഇത് ഇത് വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇത് ജീവിതചര്യയായി ഉറക്കെ പറയൂ മാറണം. മനസ്സിലായില്ലേ? ഇത് ഒരു അനുഷ്ഠാനമായി മാറണം. ഇതാണ് ദേവി പറയണത് അവസാനത്തെ 2 ശ്ലോകത്തില്. ജീവച്ഛവം ഭജതി കാന്തമതിർവിമൂഢാം യാദേ പദാബ്ജമകരന്ദമധികൃതി സ്ത്രീ അസ്തം ഭുജാക്ഷമമതേ ചരണാനുരാഗ ആത്മൻരതസ്യ മൈജാനരിക്തദൃഷ്ടേ യർഹ്യസ്യ വൃദ്ധയ ഉപാത്തരജ്യോതിമാത്രോ മാമീക്ഷസേത്തതുഹന പരമാനുകമ്പ. ഭഗവാനെ, ഞാൻ അങ്ങയോട് യാചിക്കുകയാണ്, എന്നോട് അനുകമ്പ കാണിക്കണം. എന്തിനു വേണ്ടിയിട്ട്? അങ്ങയിൽ ഒരു ഭക്തി ഉണ്ടായി അങ്ങയെ പിന്തുടരാൻ ഈ ഉള്ളവളെ അനുവദിക്കണം. എന്തിനാണ് ഞാൻ അങ്ങയെ പിന്തുടരുന്നത്? അങ്ങേ കേവലം ഭർത്താവായി കിട്ടാനല്ല, അവസാനം അങ്ങയാകുന്ന പരമാത്മാവിലേക്ക് ഉറക്കെ പറയൂ അലിഞ്ഞു ചേരാനാണ്. അപ്പൊ കൃഷ്ണനാകുന്ന ഒരു ഭർത്താവിൽ തൂങ്ങി നിൽക്കാനല്ല, കൃഷ്ണനാകുന്ന ഒരു ഭർത്താവിൽ ഒട്ടി നിൽക്കാനല്ല, കൃഷ്ണനാകുന്ന ഒരു ഭർത്താവിൽ അങ്ങനെ തന്റെ ജീവിതം കണ്ടെത്താനല്ല ഇവിടെ രുക്മിണി ദേവി ശ്രമിക്കുന്നത്. കൃഷ്ണനാകുന്ന പരമാത്മാവിലേക്ക് തന്നെ പടിപടിയായി ഉയർത്തിയെടുക്കാനാണ്. അപ്പൊ ഈ ഒരു ബോധം മറക്കരുത്. മനുഷ്യൻ എന്തിനാ ഭൂമിയിൽ വന്നത്? മനുഷ്യ ജന്മത്തിന്റെ ഉദ്ദേശ്യം എന്താണ്? പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്രയാണ് ജീവിതം. അപ്പൊ പൂർണ്ണ ബോധത്തിലേക്ക് മനസ്സിനെ നമ്മൾ എത്തിക്കണം. എങ്കിലേ നാം വന്നിടത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ജീവിതയാത്ര പൂർണ്ണമാവുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കിയ ആളായിരുന്നു ആര്? രുക്മിണി ദേവി. അതുകൊണ്ടാണ് കൃഷ്ണനോട് പറയുന്നത്, എനിക്ക് ഇത്രേ വേണ്ടൂ, അവിടുത്തെ ചരണാനുരാഗം, ചരണത്തിൽ അനുരാഗം ഉണ്ടാവണം, ഭക്തി ഉണ്ടാവണം. അങ്ങനെ അങ്ങയിലേക്ക് എനിക്ക് അവസാനം എന്നെ എത്തിക്കണം. ഇത് കേട്ടപ്പോൾ അത്യന്തം ഭഗവാൻ ആദരവ് വന്നു, ആ ദേവിയോടൊരു ബഹുമാനം വന്നു. ആ ദേവിയോട് പറയണം, സത്യം പറയാലോ ദേവി, ഇതൊക്കെ ഒന്ന് ദേവിയിൽ നിന്ന് കേൾക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ദേവിക്ക്
ഡൈവേഴ്സ് നോട്ടീസ് തന്നത്. ആളുകളൊന്നും ഈ ഭക്തിയിലല്ലല്ലോ ദേവി എൻ്റെ അടുത്ത് വരുന്നത്. നമുക്ക് കൃഷ്ണൻ തന്നെ പറയുന്നത് 52 53 ശ്ലോകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏ ഭജന്തി മാം ദാമ്പത്യേ തപസാ വ്രതചര്യാം കാമാത്മാനോ ഭവർഗേശം മോഹിതാ മമ മായ. ഈ ശ്ലോകമൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഭക്തി എന്താന്ന് മനസ്സിലാവും. നിങ്ങൾ ഈ ഭാഗവതം ശരിക്കും കേട്ടിട്ടില്ല. കേട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഭക്തി എന്താന്ന് മനസ്സിലാകുമായിരുന്നു. നമ്മൾ ഭക്തി എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്കാണ്. ഏ മാം ഭജന്തി, ആരാണോ എൻ്റെ അടുത്ത് വന്ന് ഭജിക്കുന്നത്. ഭജനം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. എന്തിനു വേണ്ടി? ദാമ്പത്യേ, കുടുംബജീവിതത്തിനും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളൊക്കെ ആര് കൊടുക്കണം? ഭഗവാൻ കൊടുക്കണം. അതായത് ഭഗവാനിൽ നിന്ന് ജീവിത സുഖങ്ങളൊക്കെ ആരാണോ പ്രാർത്ഥിക്കുന്നത് അവര് ഭക്തരല്ല, കാമാത്മാനോ എന്നാണ്. അവരാരാണ്? കാമാത്മാക്കളാണ്. അവര് ഭക്തരല്ല. ഭക്തന്മാര് പ്രാർത്ഥിക്കുകയല്ല ചെയ്യുക, ഭക്തന്മാര് അനുഷ്ഠിക്കുകയാണ് ചെയ്യുക. നാമം അനുഷ്ഠിക്കുന്നവര് ഭക്തരും, പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നടന്നു കിട്ടാൻ പ്രാർത്ഥിക്കുന്നവര് കാമാത്മാക്കളും എന്നാണ് കൃഷ്ണൻ ഇവിടെ പറഞ്ഞു തരുന്നത്. കേൾക്കണ്ടോ നിങ്ങള്? എന്താ പറഞ്ഞത്? കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, അവരെ ഭക്തരായിട്ടല്ല ഭാഗവതം കാണുന്നത്, കൃഷ്ണൻ കാണുന്നത്. ആരവര്? കൂടെ വരുന്നില്ലേ നിങ്ങള്? കാമാത്മാക്കളാണ്. ആരാണോ നാമജപത്തിൽ മനസ്സർപ്പിച്ച് അത് അനുഷ്ഠിക്കുന്നത് അവരാണ് ഭക്തന്മാര്. ഭഗവത്ഗീതയില് 10-ാം അധ്യായത്തില് 10-ാം ശ്ലോകം. ഭക്തി എന്താ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിതൊന്നും പഠിച്ചിട്ടില്ല. നമ്മളിങ്ങനെ അന്ധമായി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് ശീലിച്ചു പോയി. അത് ആരോ നമ്മളെ വഴിതെറ്റിച്ചു പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് ഭക്തി എന്ത്, കാമം എന്ത് മനസ്സിലാവുന്നില്ല. ഇതൊക്കെയാണ് വായിക്കുമ്പോഴാ മനസ്സിലാവുക. നമ്മൾ കൊണ്ടു നടന്നതൊന്നും ഭക്തി ആയിരുന്നില്ല. ഗീതയിലെ 10-ാം അധ്യായത്തിൽ 10-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നു, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. നോക്കൂ നിങ്ങള്, തേഷാം സതതയുക്താനാം, സതതം ഇതല്ലേ കുഴപ്പം, സംസ്കൃതം അറിയില്ലല്ലോ നമുക്ക്. സതതം, എല്ലായ്പ്പോഴും മനസ്സിലാവുണ്ടല്ലോ. ദിവസവും മുടങ്ങാതെ, ദിവസവും ഇടമുറിയാതെ. ശിവന്റെ അമ്പലത്തിലൊക്കെ ഉണ്ടല്ലോ, മുകളിൽ കുടത്തിൽ അങ്ങനെ വെള്ളം ഒഴിക്കും. അതിനെന്താ പറയാ? ധാര. ധാര എന്ന് പറഞ്ഞാൽ ഇടമുറിയാതെ വെള്ളം വീഴുന്നതിനെയാണ് ആജ്യധാരയാ സ്രോതസാ സമം. ചിത്തം നാമത്തിൽ അങ്ങനെ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്കെങ്കിലും ധാര പോലെ എന്തൊഴുകണം? ഉള്ളിൽ. അവർക്ക് പറയൂ, നാമം. അതിന്റെ പേരാണ് സതതയുക്തായ നാം. പ്രീതിപൂർവകം ഭജതാം. എങ്ങനെ ഭജിക്കണം? പ്രീതിയും കൂടെ ഇരുത്തിക്കൊണ്ട് ഭജിക്കണോ? പ്രീതിപൂർവകം ഭജിക്കണം എന്ന് പറഞ്ഞാൽ, പ്രീതി പറഞ്ഞാൽ വളരെ ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, അലിവോടെ, ലയത്തോടെ, രസത്തോടെ, ആനന്ദത്തോടെ ഒക്കെ എന്ത് ചെയ്യണം? നാമം ജപിക്കണം. അങ്ങനെ ഒരാള് ജപിക്കുന്നുവെങ്കിൽ ബുദ്ധിയോഗം ദദാമി, ഞാൻ അവർക്ക് വേണ്ട ബുദ്ധിയെ അവർക്ക് നൽകുന്നതാണ്. ആർക്ക് കൊടുക്കും? ഈ രീതിയിലൊക്കെ ഭജിക്കുന്നവർക്ക്. ഇതാണ് ഭക്തി. ഈ ഭക്തിയിലേക്ക് നമ്മളെ ഉയർത്താനാണ് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകേണ്ടത്. ഭഗവാൻ ഇത് പറഞ്ഞപ്പോ, ദേവിയോട് പറഞ്ഞപ്പോ, ദേവിക്ക് എന്നിൽ നിന്നൊന്നും കിട്ടാനല്ല, മറിച്ച് എന്നിലേക്ക് ദേവി ചേർന്ന് കിട്ടാനാണല്ലോ എന്നെ ഭജിക്കുന്നത്. അത് മനസ്സിലാക്കിയ ഭഗവാൻ ആ ദേവിയെ കൈകൂപ്പിക്കൊണ്ട് പറയുന്നു, ഭൂരിപക്ഷം ആളുകളും മാം പ്രാപ്യമാനിന്യപവർഗ സമ്പദം വാഞ്ചന്തിയേ സമ്പദയേ വസത്പതിം തേ മന്ദഭാഗ്യ നിരയേ പേരെന്നാം
മാത്രാത്മകത്വാൽ നിരയസ്വ സംഗമ മാം പ്രാപ്യ. എന്നെ പ്രാപിക്കണം എന്ന മനസ്സോടെയല്ല ഭജിക്കുന്നത്. വല്ലതും എന്നിൽ നിന്നും കിട്ടണം എന്നുള്ളത്. അവരൊക്കെ ഭാഗ്യം കെട്ടവരാണ്. ഈ ശ്ലോകം നമ്മൾ കണ്ടതാണ് നിരവധി തവണ, ഞാൻ ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ആ ഒരു വാക്കെപ്പോഴും ഓർക്കുക, ഭഗവാനെ പ്രാപ്യ. നമ്മൾ എന്തിനാ വന്നത്? ഭഗവാനാകുന്ന പൂർണ്ണബോധത്തെ പ്രാപിക്കാനാണ്, പ്രാർത്ഥിക്കാനല്ല. ഒരു ക്ഷേത്രത്തിൽ പോയാൽ പ്രാർത്ഥനയല്ല നമുക്ക് വേണ്ടത്, നാമജപ അനുഷ്ഠാനമാണ് എന്ന ബോധം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മനസ്സിനെ കറക്റ്റ് ചെയ്തെടുക്കണം. മനസ്സിൽ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പ സ്വഭാവം മാറും. ഈ പട്ടികളുടെയും മനസ്സിന്റെയും സ്വഭാവം ഏറെക്കുറെ ഒരുപോലെയാണ്. ഈ പട്ടികൾ വല്ല പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റോട്ടിൽ കൂടെ പോകുന്ന പട്ടികളെ കണ്ടില്ലേ? അതുപോലെ ഇലക്ട്രിക് പോസ്റ്റോ അല്ലെങ്കിൽ വല്ല കല്ലോ കണ്ടു കഴിഞ്ഞാൽ അപ്പിരുന്ന് മൂത്രമൊഴിക്കാൻ പോകും. കാരണം അതിന് അങ്ങനെയാണ് ശീലം. ആണോ? ആണോ അല്ലയോ? ഇതുപോലെയാണ് നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി അപ്പം നാമം ചൊല്ലൽ മറന്നുപോയിണ്ടാവും. പിന്നെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഓരോ വിഷമങ്ങളും കഷ്ടപ്പാടും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതെല്ലാം മറികടക്കാൻ കഴിയുന്ന മനസ്സ് ഉള്ളവരാണ് നമ്മൾ. അത് മറികടക്കണമെങ്കിൽ അത്രയും അനുഷ്ഠാനത്തിന്റെ ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇതെല്ലാവർക്കും അങ്ങോട്ട് കിട്ടില്ല. എന്താന്ന് വെച്ചാലേ ഇതിനൊരു പൂർവജന്മ ഒരു സുഹൃതം ഉണ്ടാവണം. അതൊക്കെ ഒരു സുഹൃതം തന്നെയാണത്. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കട്ടെ. ഇപ്രകാരം ഈ ഒരു ഭാഗം പറഞ്ഞ് കഥകൾ എങ്ങനെ ഇഷ്ടം മാതിരി ഉണ്ട്. 64ഉം 65ഉം ഒരു കഥയും കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. അവിടെ പണ്ട് ശ്രദ്ധിക്കുക, പണ്ട് നൃഗൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. ആരാണ് നൃഗൻ? അദ്ദേഹത്തിന്റെ ഒരു അഹങ്കാരം എന്ന് പറയുന്നത് ദാനം കൊടുക്കുന്നതിൽ ഒരു ദുരഭിമാനം കണ്ടെത്തിയ ആളായിരുന്നു. ആര്? നൃഗൻ. അപ്പൊ നൃഗന്റെ ഹാപ്പി ബർത്ത്ഡേ വന്നു. അപ്പൊ നൃഗൻ വിചാരിച്ചു ഈ പ്രാവശ്യത്തെ പിറന്നാളിന് ഒരു 100 പശുക്കളെ സ്വർണം കെട്ടിക്കൊടുക്കാൻ. അന്നൊക്കെ സമ്പത്തുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനെ സ്വർണം കിട്ടിയ 100 പശുക്കളെയൊക്കെ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യാൻ നിൽക്കും. വേറൊരു ബ്രാഹ്മണൻ വന്നു, പെരുമ്പാ വരുന്നു. അപ്പൊ രാജാവ് വിചാരിച്ചു അയാൾക്കും ഒരു 100 പശുക്കളെ കൊടുക്കാന്ന്. ഇതിന്റെ ഇടയിൽ വല്ലാത്തൊരു പ്രശ്നം ഉണ്ടായി. ആദ്യം കൊടുത്ത പശുക്കളുടെ കൂട്ടത്തിൽ നല്ല കറവുള്ള ലക്ഷണമുള്ള നല്ലൊരു പുള്ളി പശു ഉണ്ടായിരുന്നു. ഇത് തിരിച്ച് ആലയിൽ കയറിപ്പോയി. ആദ്യത്തെ ബ്രാഹ്മണന്റെ എത്ര പശുവുള്ളൂ? ഇപ്പം ഒരെണ്ണം കുറഞ്ഞു. അപ്പോ 99 ഉള്ളൂ. രണ്ടാമത്തെ ബ്രാഹ്മണന് ദാനം ചെയ്തതില് ആ പുള്ളി പശു പെട്ടു. ഒന്നാമത്തെ ബ്രാഹ്മണൻ വഴിയിൽ എണ്ണി നോക്കി, അപ്പൊ 99. രണ്ടാമത്തെ ബ്രാഹ്മണൻ കൊണ്ടുവരുന്നതിൽ തനിക്ക് കിട്ടിയ പുള്ളിപ്പശു ഉണ്ട്. ആ ബ്രാഹ്മണൻ എങ്ങനെ ഓർത്തു എന്നറിയില്ല. എന്തായാലും വഴിയിൽ വെച്ച് രണ്ടും കലഹം. ഇതെന്റെയാണെന്ന് അയാള്, ഇതെന്റെയാണ് നിന്റെയാണ്. പശുവിനെ അങ്ങോട്ട് വലിക്കണു, പശുവിനെ ഇങ്ങോട്ട് വലിക്കണു. അവസാന കേസ് രാജാവിന്റെ മുന്നിലെത്തി. രാജാവ് പറഞ്ഞു, ബ്രാഹ്മണരെ നിങ്ങൾ ഉപദ്രവിക്കരുത്, ഇതിന്റെ പേരിൽ കലഹം ഉണ്ടാക്കരുത്, ഒരാളെടുത്തോളൂ, അതിന് പ്രായശ്ചിത്തമായി ഞാൻ കുറച്ചും കൂടി പശുക്കളെ തരാം. ആദ്യത്തെ ബ്രാഹ്മണൻ പറഞ്ഞു എനിക്ക് ആ പശു തന്നെ മതിയെന്ന്. അപ്പൊ രണ്ടാമത്തെ ബ്രാഹ്മണന് തോന്നി ആ പശുവിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഇല്ലാതെ അയാൾ വാശി പിടിക്കില്ലല്ലോ. രണ്ടാമത്തെ ആള് പറഞ്ഞു അത് എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ ആർക്കും അതിനെ തരില്ല. ഇനി എന്ത് ചെയ്യും? പകുതിക്ക് കൊടുക്കാൻ പറ്റുമോ? രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല. ആ ഒരൊറ്റ പശുവിനെ തന്നെ വേണമെന്ന്. അവസാനം രാജാവ് കൈകൂപ്പിക്കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. അവര് പറഞ്ഞു അങ്ങൊന്നും ചെയ്യണ്ട, ഞങ്ങൾ ചെയ്തോളാം. എന്ത്? രണ്ടും കൂടെ രാജാവിനെ നോക്കി പറഞ്ഞു ഓന്തായിക്കോട്ടെ. നോക്കണം, ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞ രാജാവ് ആരായി? ഓന്തായി. രാജാവ് ഓന്തായി എന്ന് മാത്രമല്ല ഒരു ഭാഗ്യം ഉണ്ടായി. ഈ ശാപത്തിന്റെ ശക്തി കൊണ്ട് ചെന്ന് വീണത് ദ്വാരകയിലെ കൃഷ്ണന്റെ കൊട്ടാരത്തിന്റെ
കിണറ്റിലാണ്. നോക്കണം, ഓരോരുത്തരുടെ യോഗം നോക്കണം. കൃഷ്ണന്റെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പന്തെന്തോ കളിക്കുകയായിരുന്നു. പന്ത് തട്ടിയപ്പോ കിണറ്റിൽ ചെന്ന് വീണു. അവരെല്ലാവരും കൂടെ കൃഷ്ണന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഡാഡി ഡാഡി പന്ത് പോയി. അച്ഛനോട് പറഞ്ഞു, പന്ത് കിണറ്റിൽ പോയി, ആ പന്തൊന്ന് ഞങ്ങൾക്ക് എടുത്തു തരണം. ഭഗവാൻ പന്തെടുക്കാൻ വേണ്ടി കിണറ്റിൽ നോക്കുമ്പോൾ ഓന്താണ് പുറത്ത്. എന്നാ പിന്നെ ഓന്തിനെ പിടിച്ച് പുറത്തിടാം എന്ന് കരുതി ബക്കറ്റൊക്കെ എടുത്തിട്ട് കിണറ്റിൽ വീണ ഓന്തിനെ പുറത്തേക്ക് ആക്കിയപ്പോ ഭഗവാൻ ഒരു നിമിഷം കൊണ്ട് നോക്കുമ്പോണ്ട്, ആരാ ഇത്? ഒരിക്കൽ രൂപമൊക്കെ മാറി മൃഗരൂപമൊക്കെ എടുത്ത്, രാജാവ് എന്താ ഓന്തിന്റെ രൂപത്തിൽ എന്ന് പറഞ്ഞോ. ഭഗവാനെ, ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെയാണ്. അവര് പലപ്പോഴും അവരുടെ നിറവും ഭാവങ്ങളൊക്കെ സമയവും സന്ദർഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ആദ്യത്തെ നിറം മാറിയ പൊളിറ്റീഷ്യനാണ് ആര്? ഇന്ന് അവര് കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും, നാളെ അവര് കോൺഗ്രസ് ആയിരിക്കും, മറ്റന്നാൾ അവര് BJP ആയിരിക്കും. ഓന്തിന്റെ അതേ സ്വഭാവം ഇല്ല. ഇന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? രാജാവിനോട് ചോദിച്ചു, എന്താ രാജൻ അങ്ങ് ഓന്തായതെന്ന്? ഒന്നും പറയണ്ട, ദാനം ചെയ്യാൻ പോയതാ. ഒരൊറ്റ പുള്ളി പശു കാരണം ഈ പുള്ളിക്കാരന്റെ കാര്യത്തിൽ തീരുമാനമായി. ഞാൻ ഒരു പശുവിന്റെ കാര്യത്തിൽ അവരോട് പറഞ്ഞ, നിങ്ങളത് കലഹിക്കരുത്. അപ്പോൾ ഭഗവാൻ കൊടുക്കുന്ന ഒരു ഗംഭീരമായ ഉപദേശമുണ്ട്. ഇത് വരുന്നത് 64-ാം ശ്ലോകത്തിൽ, 33, 34, 35 ശ്ലോകം. എന്താ പറയണത്? നാഹം ഹാലാഹലം മന്യേ വിഷം യസ്യ പ്രതിക്രിയാം ബ്രഹ്മസ്വം ഹി വിഷം പ്രോക്തം നാസ്യ പ്രതിവിദർഭുവി ഹിനസ്തി വിഷമത്താരം ഭക്തിമീ പശ്യതാമിതി കുലം സമൂലം ദഗതി ബ്രഹ്മസ്വാരണി പാവക ബ്രഹ്മസം ദുരനുജ്ഞാതം ഭുക്തം ഹന്തി ത്രിപുരുഷം പ്രസക്യതു ബലാത്ഭുക്തം ദശപൂവൻ ദശാവരേ. വളരെ ഗംഭീരമായ ഉപദേശമാണ്. എന്താ പറയുന്നത്? നാഹം കാലാഹലം മന്യേ. പണ്ട് പരമശിവൻ പാലാഴി മദന സമയത്ത് കടന്നു വന്ന കാളകൂട വിഷത്തെ കഴിച്ചില്ലേ? ആ ഹാലാഹലമൊന്നും വിഷമേ അല്ലാന്നാ പറയണത്. ഏതാ വിഷം? ബ്രഹ്മസ്വം ഹി വിഷം എന്നാണ്. എന്താണ് ഈ ബ്രഹ്മസ്വം വിഷം? കുലം സമൂലം ദഹതി. എന്താണ്? കുലം സമൂലം ദഹതി. ബ്രഹ്മസ്വം എന്ന വാക്കിനർത്ഥം ബ്രഹ്മത്താൽ ദത്തമായത് എന്നർത്ഥം. ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ ദൈവീകമായി നൽകപ്പെട്ടത്, അങ്ങനെയല്ലേ അർത്ഥം? ബ്രഹ്മസ്വം, ദേവസ്വം, എന്താണ്? ഒരു ക്ഷേത്രത്തിന്റെ ഭാഗമായതിനെയാണ് എന്ത് പറയാ? ദേവസ്വം. ബ്രഹ്മത്തിന്റെ ഭാഗമായതിനെയാണ് ബ്രഹ്മ. ശ്രദ്ധിക്കണം നിങ്ങൾ, ഈ വാക്കിന്റെ അർത്ഥം വളരെ ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ മനസ്സ്, ബുദ്ധി, ഇതൊക്കെ ഏതാണ്? ബ്രഹ്മസ്വമാണ്. കാരണം ഇതൊക്കെ വന്നിരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയതാണോ? മനസ്സും ബുദ്ധിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണോ? അല്ല, ദൈവീകമാണ്. അപ്പൊ ദൈവീകമായി കിട്ടിയ കാര്യത്തെ ശ്രദ്ധിക്കണം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചാൽ, ശ്രദ്ധിക്കണം നിങ്ങൾ. അതായത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് കർമ്മ നിയമത്തിലൂടെ കടന്നു പോകുന്നതാണ്. ഇതിലൂടെ ഇപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുകയും നല്ലതിന് നേതൃത്വം കൊടുക്കുകയും, ഏതാ വേണ്ടത്? നേതൃത്വം കൊടുക്കുകയും അനുഷ്ഠാനം ചെയ്യുകയും, അങ്ങനെ നമ്മൾ ഒരാൾ ജീവിച്ചു മുന്നോട്ട് പോയാൽ കാലത്തിന് പോലും നമ്മളെ തളർത്താനോ തകർക്കാനോ സാധ്യമല്ല. അപ്പോ ഇവിടെ ബ്രഹ്മസ്വം എന്ന വാക്കിന്റെ അർത്ഥം അതിന് ഒരു നേതൃത്വ ശക്തി. അപ്പൊ അതിൽ ദാനം മാത്രം പോരാ, എന്ത് വേണം? അനുഷ്ഠാനം വേണം, നല്ലത് ചെയ്യണം, നേതൃത്വം നൽകാനുള്ളൊരു കഴിവ് വേണം, മുന്നിൽ നടക്കണം. ഇതൊക്കെ ഇല്ലെങ്കിൽ എന്ത് പറ്റും? കുറെ കഴിഞ്ഞാൽ മനസ്സ് പരാശ്രയത്തിലും മനസ്സ് ദുർബലതയിലും
അവസാനം മനസ്സ് പരാജയത്തിലേക്കും പോകും. പരാശ്രയത്തിൽ പെട്ടുപോയാൽ ഇതിൽ അതാണ് ഈ രാജാവിന് ശാപം കിട്ടിയത്. മനസ്സിലായില്ലേ? രാജാവിന് ശാപം കിട്ടാനുള്ള കാരണം മനസ്സ് പരാശ്രയത്തിൽ പെട്ടുപോവുക. പരാശ്രയത്തിൽ പെട്ടുപോയാൽ മനസ്സ് ദുർബലമായി. അപ്പൊ നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കണം. നമ്മുടെ കയ്യിലുള്ള സമ്പത്തിനെ നല്ല കാര്യങ്ങൾക്ക് ഉറക്കെ പറയൂ പ്രയോജനപ്പെടുത്തണം. നല്ലതിലേക്ക് ഇറങ്ങിച്ചെല്ലണം. വാസ്തവത്തിൽ ഈ ജീവിതത്തിൽ ഒരാളും ഇരുന്ന് ദുഃഖിക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ദുഃഖിക്കുന്നതിന് എന്താ കാരണം? നല്ലതിലൊന്നും ഇറങ്ങില്ല, നല്ലതിനോടൊപ്പം ചേരില്ല, നല്ലതിൻ്റെ ഒരു ഭാഗമായി തീരില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കുണ്ട് മുട്ടിനും ഒക്കെ പ്രശ്നങ്ങളെ ഒരുപാട് കണ്ടിന്യൂസ്ലി ഞാൻ ഇരിക്കുകയാണ്, നോൺ സ്റ്റോപ്പ് പ്രോഗ്രാം. അപ്പം നടത്തം കുറവാണ്, ബോഡി സർക്കുലേഷൻ കുറയുന്നു, ത്രോട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. കാരണം കണ്ടിന്യൂസ്ലി, കാരണം നിങ്ങൾക്കറിയാലോ ഞാൻ അത്രയും ലൈറ്റ് ഷൂട്ട് ചെയ്യുന്നവര്, അപ്പൊ അതിന് അത്രയും ലൈറ്റ് വേണം, ഹെവി ലൈറ്റ് എൻ്റെ മേലേക്ക് അടിക്കുന്നു, അത്രയും ബോഡി ടെമ്പറേച്ചർ. പൊതുവെ സംസാരിക്കുമ്പോൾ ബോഡിയുടെ ചൂട് പൊതുവെ കൂടും. അതിന്റെ പുറമെ ഇപ്പുറത്തൊരു ഈ ദം ബിരിയാണി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എനിക്കത് അറിയുള്ളൂ, കേട്ടിട്ടുള്ളൂ. അതായത് താഴെയും തീ കൊടുക്കും, മുകളിലും തീയിടുന്ന ബിരിയാണിയുടെ പേരാണത്രേ ദം ബിരിയാണി. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു ബിരിയാണി പോലെ ഇപ്പൊ എന്റെ അവസ്ഥ, ഉള്ളിലും ചൂട് പുറത്തും ചൂട്. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ഭാഗവതത്തിന്റെ ചിന്തകളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഇതൊന്നും അറിയുന്നില്ല, ഏൽക്കുന്നില്ല. അപ്പൊ നല്ല കാര്യങ്ങളിലൊക്കെ മുഴുകിയാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാവും. അല്ലാതെ നിങ്ങൾക്ക് ദൈവം കൃഷ്ണൻ വന്നിട്ട് തങ്കമണി നിന്റെ ദുഃഖം ഞാൻ പരിഹരിക്കാന്ന് പറയുന്ന പ്രശ്നമില്ല. നിങ്ങൾ പദം കാത്തിരിക്കുകയാണ്. അയ്യപ്പസ്വാമി വന്നിട്ട് പറയാ, മീനാക്ഷി ദുഃഖം പോവട്ടെ, രാജശേഖര നിന്റെ വിഷമങ്ങളൊക്കെ ഞാൻ മാറ്റിത്തരാം. ഈ പൊട്ട ഭക്തിയും കൊണ്ട് നടക്കരുത്. ഒരു ദൈവത്തിനും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉറക്കെ പറയൂ മാറ്റിത്തരാം. ഇതെന്താ വൈപ്പറോ? ഡൈപ്പറും വൈപ്പറും അല്ലത്. ഒരാൾക്കും ഒരാളുടെയും പ്രശ്നങ്ങളെ മാറ്റിക്കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നല്ലതിലൊക്കെ ചേർന്ന്, നല്ലതിലൊക്കെ മുഴുകി, നല്ലതിനൊക്കെ നേതൃത്വം കൊടുത്താൽ നിങ്ങളുടെ ദുഃഖവും ദുരിതവും അവിടം കൊണ്ട് തീർന്നു. മനസ്സിലാവേണ്ട, നീക്ക് മനസ്സിലാവേണ്ട. ദുഃഖം മാറ്റാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? നല്ലതിന് ഇറങ്ങി പുറപ്പെടണം. നല്ല കാര്യത്തിന് വേണ്ടി നമ്മുടെ സമ്പത്തും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് ചെലവഴിച്ചുകൊണ്ട് മുന്നോട്ട് പോയി നോക്കൂ, പകുതി ദുഃഖവും ദുരിതവും തീർന്നിട്ടുണ്ടാവും. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഇതല്ലാതെ വേറെ വഴിയില്ല. ഇപ്പൊ ബ്രഹ്മസ്വം വിഷമാക്കരുത്. ബ്രഹ്മദത്തമായ ഈശ്വരീയമായ ഈ കിട്ടിയിരിക്കുന്ന മനസ്സും ബുദ്ധിയും ചിത്തവും ഒക്കെ നമുക്ക് തന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ സ്വാർത്ഥത്തിന് ഉപയോഗിക്കാനല്ല. സ്വാർത്ഥത്തിന് ഉപയോഗിക്കുന്നവർക്ക് ദുഃഖവും ദുരിതവും കൂടും. അത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി, അതായത് നിസ്വാർത്ഥമായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നമ്മൾ മറികടക്കും. അതിനുള്ളൊരു കരുത്തും ശക്തിയും നമ്മുടെ ഉള്ളിൽ ഉറക്കെ പറയൂ ഉണ്ടാവണമെന്നോ? ഉണ്ടാകും. അതിനാണ് സത്സംഗം എന്ന് പറയാം. എന്താണ്? സത്സംഗങ്ങൾ ഉണ്ടാക്കുക. ഒരുപാട് നല്ല കാര്യങ്ങൾ ഇറങ്ങി പുറപ്പെടുക. അതിനു വേണ്ടി നമ്മൾ അങ്ങോട്ട് പ്രയത്നിക്കുക. ഒരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. മനസ്സിലാവുണ്ടോ? നമുക്ക് കിട്ടിയിരിക്കുന്ന സൗകര്യങ്ങളൊക്കെ വേണ്ട പോലെ ഉറക്കെ പറയൂ പ്രയോജനപ്പെടുത്തണം. അതിന് പകരം 4 മൂലയ്ക്കുള്ളിൽ ഇരുന്നിട്ട് അവള് ചിരിയില്ല ഉള്ളി പറഞ്ഞിരുന്നാൽ അനുഭവിച്ച് തീർക്കണം. നിങ്ങൾ എത്ര അമ്പലത്തിൽ പോയിട്ടും അറിയില്ല. ഇതാണ് കൃഷ്ണൻ പറയുന്നത്, നാഹം ഹാലാഹലം മന്യേ വിഷം ബ്രഹ്മസ്വം ഹി വിഷം. കിട്ടിയിരിക്കുന്ന സമ്പത്തിനെ വേണ്ട പോലെ ചെലവഴിക്കാതെ 3 പ്രശ്നങ്ങൾ മനുഷ്യൻ കൊണ്ട് നടക്കും. ഒന്ന് സ്വാർത്ഥത, അവനവന്റെ സുഖം, അവനവന്റെ ഇഷ്ടം, അവനവന്റെ ലോകം, അതിൽ ജീവിച്ചോ അനുഭവിച്ചോ. രണ്ടാമത്തത് ദേഷ്യം, മറ്റുള്ളവരെയൊക്കെ കുറ്റം പറഞ്ഞ മറ്റുള്ളവരുടെ ദോഷം കണ്ട് ജീവിക്കുക. മനസ്സിലായില്ലേ? നന്നാവില്ല അവര്. മൂന്നാമത്തത് ഉള്ളതൊന്നും നല്ല കാര്യത്തിന് ചെലവഴിക്കാതെ
അത് സ്വാർത്ഥത്തിന് വേണ്ടി എടുത്തു വെക്കും. കള്ളു കുടിച്ചാലും സപ്താഹത്തിനൊരു 10 രൂപ ചിലവാക്കില്ല. കള്ളുകൂപ്പി വാങ്ങിക്കാൻ അവൻ കാശ് ചിലവാക്കും. അപ്പൊ നല്ല കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ കയ്യിലുള്ളതിനെ എല്ലാവരും കൂടി ചേർത്ത് ചെയ്യുമ്പോഴാണ് അവിടെ നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആണോ അല്ലേ? പറയൂ. എല്ലാവർക്കും അങ്ങനെ ഒരു വിശാല മനസ്സ് ഉണ്ടായാൽ, മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? ക്ഷേത്രങ്ങളൊക്കെ ക്രമേണ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇന്ന് നമുക്ക് ഭക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ഷേത്രങ്ങളിലുള്ള ഭക്തി നല്ലൊരു ശതമാനം അവനവന്റെ കാര്യങ്ങൾ കിട്ടാനുള്ള സ്വാർത്ഥ ഭക്തിയായി. ഏതാണ്? അതിന് പകരം നമുക്ക് വേണ്ടത് മനോബലം തരുന്ന, ശക്തി തരുന്ന ഭക്തിയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കണമെങ്കിൽ അതിന് നാമജപവും സത്സംഗവും തുടങ്ങിയിട്ടുള്ള വിചാരങ്ങൾ നമ്മുടെ ഉള്ളിൽ അവർക്ക് പറയൂ ഉണ്ടാവണം. വേണോ വേണ്ടയോ? അതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. നാഹം ഹാലാഹലം മന്യേ വിഷം. ഞാൻ ഹാലാഹലത്തെ അല്ല വിഷമായി കാണുന്നത്. ഏതാ വിഷം? നമുക്ക് തന്നിരിക്കുന്ന മനസ്സും ബുദ്ധിയും നമ്മൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് നാളെ ദുഃഖങ്ങളും വിഷമങ്ങളുമായി ശാപങ്ങളുമായി മാറും. ഇന്ന് സത്യല്ലേ ഈ പറയുന്നത്? ഇന്ന് നോക്കൂ, നിങ്ങൾ മക്കളാൽ ശപിക്കപ്പെടുന്ന അച്ഛനമ്മമാരില്ലേ? ഉണ്ടോ? എല്ലാ സമ്പത്തും ഉണ്ട്, പക്ഷെ ഇതൊന്നും പ്രയോജനപ്പെടുത്താൻ പറ്റാതെ ജീവിതത്തിൽ അങ്ങനെ മക്കൾ അതിനു വേണ്ടി കലഹിച്ച് കേസ് കൊടുത്ത്, മനസ്സിലായില്ലേ? അവസാനം ജീവിതമില്ല. ഈ പാമ്പിനെ പോലെ ജീവിക്കും ചില പേര്. ഉള്ള സമ്പത്തിന്റെ മുകളിൽ അങ്ങനെ നാഗമാണിക്യത്തിന്റെ മുകളിൽ ഇരിക്കുന്ന പാമ്പിനെ കുറിച്ച് പറഞ്ഞതുപോലെ ആപതകാലത്ത് അതിന്റെ മുകളിൽ ഇരിക്കും. കുറെ കഴിഞ്ഞ ഈ പാമ്പിനെ തല്ലിക്കൊന്ന് ആരെങ്കിലും നാഗമാണിക്യം എടുത്തു കൊണ്ടുപോകുന്ന പോലെ ഈ സമ്പത്തിന്റെ മുകളിലിരിക്കും. കുറെ കഴിഞ്ഞ മക്കൾ തോണ്ടി വല്ല ഓൾഡേജ് ഹോമിലും കൊണ്ടാക്കി അവരൊരു വഴിക്ക് ആധാരാക്കിയിട്ട് ഇല്ലേ? കാണുന്നില്ലേ ഈ പത്രത്തിലൊക്കെ ഇങ്ങനെയുള്ള വാർത്തകൾ? ഉണ്ടോ ഇല്ലയോ? എന്നാ അവരോടുള്ള സമയത്ത് വല്ല ഭാഗവതത്തിനോ വല്ല നല്ല കാര്യത്തിനോ ഇതിങ്ങനെ കാത്തിരിക്കുക, ഈ അടയിരുന്ന് കാത്തിരിക്കുക. എന്നാ അന്ന് വല്ല കാര്യത്തിനൊക്കെ വേണ്ടി ആ പണം ചെലവഴിച്ചിരുന്നെങ്കിൽ ആർക്കെങ്കിലും ഒരു ഉപകാരമായിരുന്നു. അതാണ് ആദിശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്. എന്താ പറയുന്നത്? ശങ്കരാചാര്യ സ്വാമികൾ പറയും, ഗേയം ഗീതാ നാമസഹസ്രം ദേയം ശ്രീപതി രൂപമജസ്രം നേയം സജ്ജന സംഘേ ചിത്തം ദേയം ദീനജനായ ച വിത്തം ഭജ ഗോവിന്ദം. നല്ല കാര്യത്തിലൊക്കെ ശരീരവും മനസ്സും സമ്പത്തും അർപ്പിച്ചുകൊണ്ട് അവനവന് കഴിയുന്ന രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിതത്തിന്റെ ദുരിതങ്ങളെല്ലാം മാറ്റാം. ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. പ്രാർത്ഥിച്ച് ദുരിതം മാറില്ല, പരിശീലിച്ച് ദുരിതത്തെ മറികടക്കാം. ഏത് വേണം നിങ്ങൾ തീരുമാനിച്ചോളൂ. നല്ല കാര്യത്തിന്റെ ഒരു ഭാഗമായി നല്ലതെല്ലാം അനുഷ്ഠിച്ച് മുന്നേറിയാൽ ദുരിതങ്ങളെ നമുക്ക് ഉറക്കെ പറയൂ മറികടക്കാം. കാരണം നിങ്ങളുടെ അനുഷ്ഠാനം കൊണ്ട് മനോബലം നിങ്ങളിൽ രൂപപ്പെടും. പ്രാർത്ഥിച്ച് ദുരിതം മാറ്റണോ, പരിശീലിച്ച് അനുഷ്ഠിച്ച് മറികടക്കണോ? ഏത് വേണം? അതിന് നമുക്ക് നല്ല ഒരു പരിശീലനം ഉണ്ടാവണമെങ്കിൽ കൂട്ടായ്മകളും സമർപ്പണങ്ങളും ഒക്കെ ഉറക്കെ പറയൂ. ഇങ്ങനെയൊക്കെ ഹിന്ദുക്കൾ ജീവിക്കാൻ തുടങ്ങിയാൽ ഹിന്ദു സംസ്കൃതി നന്നാവോ ഇല്ലയോ? അമ്പലങ്ങളിലൊക്കെ പോയി ഒന്നിച്ച് നാമം ചൊല്ലുന്നു, വൈകുന്നേരങ്ങളിലൊക്കെ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നു. നന്നാവോ നമ്മള്? പറയൂ. അതിന് പകരം അവനവന്റെ സ്വാർത്ഥം പ്രാർത്ഥിച്ച് തൊഴുതു പോയാൽ നന്നാവോ? ഇല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹിന്ദുക്കൾ നന്നാവോ? ഉണ്ടില്ല. കണ്ടോ? നന്നാവണമെങ്കിൽ എന്ത് വേണം? കൂട്ടായ്മകൾ വേണം. ഇതിന്റെ പേര് യജ്ഞം എന്ന് പറയും. എന്താണ്? നാമയജ്ഞം. എന്താ പറയാ? നമ്മൾ യജ്ഞം ചെയ്യണം. യജ്ഞാനം ജപയജ്ഞോസ്മി. ഈ കലിയുഗത്തിലെ ഏറ്റവും വലിയ യജ്ഞം ഏതാണ്? ഓരോ യുഗത്തിനും ഓരോ ഭക്തിയുണ്ട്. ഓരോ യുഗത്തിനും
ശ്വേതശായം മുനിവരവപുഷം പ്രീണയന്തേ തപോബി. ഏതാ ശ്ലോകം? 92 നാരായണീയത്തിലെ 5-ാം ശ്ലോകം. അറിയുന്നവരുണ്ടോ? ആരെങ്കിലും അറിയുന്നവരുണ്ടോ? 92-ാം ദശകത്തിൽ 5-ാം ശ്ലോകത്തിൽ പറയും, ശ്വേതശായം മുനിവരവപുഷം പ്രീണയന്തേ തപോബി ത്രേതായാം സൃക്ഷുവാദ്യൈ. മനസ്സിലാവുണ്ടോ വല്ലതും? എന്താ പറയണത്? ശ്വേതശ്ചായം എന്ന് വെച്ചാൽ കൃതയുഗം, സത്യയുഗം, ശ്വേതം വെളുപ്പ്. അന്ന് ആളുകൾക്ക് ഇരുന്ന് ധ്യാനിച്ചാൽ തന്നെ മനസ്സിനെ ദുരിതങ്ങളിൽ നിന്നും ഉയർത്താമായിരുന്നു. പക്ഷെ ത്രേതായുഗം വന്നപ്പോഴോ സൃക്ശ്രുവാദ്യൈ അരുണതരും, അരുണരൂപത്തിൽ, അഗ്നി രൂപത്തിലുള്ള അങ്ങയെ ത്രേതായുഗത്തിൽ ആരാധിക്കേണ്ടി വന്നു. കാരണം മനസ്സിന്റെ ഏകാഗ്രത, സത്യയുഗത്തിലുള്ള ഏകാഗ്രത ത്രേതായുഗത്തിലായപ്പോഴേക്കും കുറഞ്ഞു. സേവന്തേ തന്ത്രമാർഗൈ. ഇനി ദ്വാപരയുഗം വന്നപ്പോഴോ സേവന്തേ തന്ത്രമാർഗൈ. ദ്വാപരയുഗം വന്നപ്പോ ആളുകൾക്ക് വിഗ്രഹാരാധനകൾ വേണ്ടി വന്നു. തന്ത്രമാർഗം എന്ന് പറഞ്ഞാൽ പൂജിക്കാൻ ഏതെങ്കിലും ഒരു രൂപങ്ങൾ വേണ്ടി വന്നു, ക്രിയായോഗം വേണ്ടി വന്നു. എന്നാൽ കലിയുഗത്തിലോ ഇഹകലി സമയേ, ഈ കലിയുഗത്തിൽ എന്താ വേണ്ടത്? നീലം സങ്കീർത്തനാദ്യൈ. ഇഹകലി സമയേ, ഈ കലിയുഗത്തിൽ ആളുകൾക്ക് എന്താ വേണ്ടത്? നീലം സങ്കീർത്തനാദ്യൈ. എന്താ വേണ്ടത്? സങ്കീർത്തനം. കലിയുഗത്തിൽ, നീലം എന്ന് പറഞ്ഞാൽ കലി, കലിയുഗത്തിൽ എന്ത് വേണം? നാമജപത്തിലൂടെ മാത്രമേ ഭക്തന്മാർക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അപ്പൊ കലിയുഗത്തിൽ ഏറ്റവും നമുക്ക് പറഞ്ഞിരിക്കുന്ന അനുഷ്ഠാനം ഏതാണ്? നാമജപമാണ്. ക്ഷേത്രങ്ങളൊക്കെ ഒരു നാമജപത്തിന്റെ, നാമയജ്ഞത്തിന്റെ ഭൂമികളാക്കി നമുക്ക് മാറ്റണം. വേണോ വേണ്ടയോ? തീരുമാനിക്കണം നിങ്ങൾ. ഇനി പഴയതുപോലെ, പണ്ടത്തെ പോലെ സ്വാർത്ഥരായി തൊഴുതു പോവാൻ നമ്മളെ അനുവദിക്കരുത്. കാരണം അതുകൊണ്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? നമുക്ക് വേണ്ടത് ദുരിതങ്ങളെ മറികടക്കാനുള്ള മനോബലം നമുക്ക് നേടണം. അതിനുള്ള ഒരു പ്രയത്നത്തിന്റെ, പരിശീലനത്തിന്റെ പുണ്യ പവിത്ര ഭൂമിയാണ്, അവർക്ക് പറയൂ, ക്ഷേത്രമെന്ന് ഉത്തരം കിട്ടണം. മനസ്സിലായില്ലേ? അപ്പോഴാണ് നമ്മൾ മനോബലമുള്ളവരായി അവസാനം പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുക. അപ്പൊ ഇപ്രകാരമൊക്കെ പറഞ്ഞ് നമ്മളിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്. നമുക്ക് ഇന്ന് വൈകുന്നേരം നമ്മൾ ഏത് ഭാഗം കാണും? ഇന്ന് നമ്മൾ കാണുന്നത് കുചേല ചരിതം നമ്മൾ പ്രത്യക്ഷമായി കാണും. നാളെ നമ്മൾ ഉച്ചയോടുകൂടി ഈ മഹായജ്ഞത്തിന് തിരശ്ശീല വീഴും. നാളെ ഉച്ചയ്ക്ക് യജ്ഞത്തിന് പൂർണ്ണത വരുത്തും. നാളെ നമുക്ക് നാളെയാണെങ്കിൽ ഉത്രം, പ്രധാനപ്പെട്ട ദിവസവും കൂടിയാണ്. നാളെ കാണേണ്ട അതിഗംഭീരമായ ഭാഗമാണ് 24 ഗുരുക്കന്മാരെ കുറിച്ച് കൃഷ്ണൻ പറയുന്ന മനോഹര ഭാഗമാണ്. 24 ഗുരുക്കന്മാരെ ഉദ്ധവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ നാളെ ആ ഭാഗം കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭാഗവതത്തിന്റെ ഉദ്ധവർക്ക് കൊടുക്കുന്ന ഗംഭീരമായ ഉപദേശവും തന്റെ മെതിയടിയെല്ലാം ഉദ്ധവർക്ക് കൊടുത്ത് യച്ചോദ്ധവപതിത്യാഖ്യം മമാശ്രമം എന്നൊക്കെ പറഞ്ഞ് ആ ഉദ്ധവരെ ബദ്രീനാഥിലേക്ക് പറഞ്ഞയക്കുന്നതും ആ ഭാഗങ്ങളൊക്കെ വായിച്ച്, പിന്നെ പരീക്ഷിത്ത് മഹാരാജാവിന്റെ മുന്നിൽ തക്ഷകൻ കടിക്കാനായിട്ട് വരുമ്പോ അവിടെ പറയും, പരീക്ഷത്തെ തക്ഷകൻ വരാറായി, പേടിയുണ്ടോ? അതിന് തക്ഷകൻ കൊടുക്കുന്ന ഗംഭീര മറുപടിയുണ്ട്. നേരത്തെ തക്ഷകൻ എൻ്റെ ജീവിതത്തെ തകർക്കുന്നു, തളർത്തുന്നു, എനിക്ക് തക്ഷകന്റെ ചിന്തയിൽ നിന്നും മനസ്സിനെ മാറ്റാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അതേ പരീക്ഷത്ത് കൊടുക്കുന്ന മറുപടി, അതൊക്കെ നമുക്ക് നാളെ കാണാം. അത് കഴിഞ്ഞ് 12-ാം അധ്യായത്തിലെ 12-ാം ശ്ലോകം ചൊല്ലി, 12-ാം അധ്യായത്തിലെ 12-ാമത്തെ അധ്യായം വായിച്ച് 12-ാം സ്കന്ധത്തിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യും. അപ്പൊ ഒരു ഉച്ചയോടുകൂടിയിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. നാളെ നമ്മൾ യജ്ഞത്തിന്റെ പരിസമാപ്തി ദിവസമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇവിടത്തേതായ യജ്ഞപ്രസാദം ഒരുക്കുന്നുണ്ട്, തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാളെ എല്ലാവർക്കും യജ്ഞപ്രസാദം തന്ന് ഇവിടെ നമ്മൾ
ഈ യജ്ഞത്തിന് പൂർണ്ണ സമാപ്തി വരുത്തും. ഇപ്പൊ 2-3 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെയൊക്കെ വച്ചിരിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി അത് ഈ ഇത്രയും ശ്ലോകങ്ങളൊക്കെ ചൊല്ലുന്ന ഒരു യജ്ഞമണ്ഡപത്തിൽ വെച്ച ഒരു ഇത്രയും മന്ത്രങ്ങൾ കേൾക്കുന്ന മന്ത്രങ്ങളാൽ പൂജിക്കപ്പെടുന്ന ഒരു വിഗ്രഹം പോലെയാണ് നിങ്ങൾക്ക് വാങ്ങിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ക്ഷേത്രത്തില് ഈ സമിതി, ഇവിടുത്തെ ഉപദേശ സമിതി, ക്ഷേത്രത്തിന്റെ ഉപദേശ സമിതിയാണ് ഈ സപ്താഹം നടത്തുന്നത്. എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത വർഷം, ഇനിയുള്ള വർഷം എനിക്കിങ്ങോട്ട് വരേണ്ടി വരില്ല. കാരണം അത്രയും വലിയ ചെലവ് താങ്ങാനുള്ളൊരു കഴിവ് അവർക്കുണ്ടായില്ലെങ്കിൽ പിന്നെ അവർ വിളിക്കില്ല. കാരണം സ്വാമി ഉദിച്ചൈതന്യം വന്നാൽ ചെലവ് വളരെ കൂടും. ഭക്ഷണം, കുറെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിക്കണം. കാരണം ഇതൊരു നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. വേണ്ടേ? വേണോ വേണ്ടയോ? അല്ലെങ്കിൽ ഞാൻ ഈ വഴിക്ക് വരില്ല അതിൻ്റെ. കാരണം സംഘാടകർക്ക് താങ്ങാൻ പറ്റണ്ടേ? അല്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ല. കടം വാങ്ങിച്ചിട്ട് അവർക്ക് സപ്താഹം നടത്താൻ പറ്റുമോ? കാരണം തീർച്ചയാണ് നമ്മൾ പോകുന്നിടത്ത് സപ്താഹത്തിന് ചെലവ് വളരെ, നോർമൽ സപ്താഹത്തിനേക്കാളും എക്സ്പെൻസ് വളരെ കൂടുതൽ. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലേ ഈ കലാപരിപാടികളൊക്കെ ഇല്ലേ? അതിനൊക്കെ ചെലവുണ്ട് അവർക്ക്. അതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പിന്നെ നാളെ നിങ്ങൾ വരുമ്പോൾ ഒരു ആചാര്യ ദക്ഷിണ, എനിക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനും ഇങ്ങനെ വെറുതെ ഇരിക്കില്ല. നമ്മൾ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നമ്മള് തീരെ പാവപ്പെട്ട, അതിന് പ്രത്യേകിച്ച് അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയ കുട്ടികളുള്ള കുടുംബത്തിലെ പെൺകുട്ടികളെ കല്യാണം നടത്തി കൊടുക്കും. എറണാകുളം നിങ്ങൾ കേട്ടില്ലേ? അവിടെ സുഹൃതം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കല്യാണം ഇതുവരെ കഴിഞ്ഞ 10 വർഷം 91 പെൺകുട്ടികളുടെ കല്യാണം നടത്തിക്കൊടുത്തു. അത് 3, 3.5, 4 പവനൊക്കെ സ്വർണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ നല്ലൊരു ഗ്രൂപ്പ് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഒരു വശത്ത് അങ്ങനെയുള്ള സത്കർമ്മങ്ങള്, ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഞങ്ങളിങ്ങനെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ധാരാളം ഇങ്ങനെ ഒരുപാട് ഒരു വർഷം വൃന്ദാവനത്തിൽ തന്നെ ഒരു 300-400 സാരിയും ഭക്ഷണവും ഒക്കെ നമ്മൾ അവിടുത്തെ വിധവകൾക്കായിട്ട് ഒരുക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനൊരു അറ്റമില്ല. അപ്പൊ നല്ല കാര്യങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ സഹായം അപേക്ഷിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പേരെഴുതി, അതേപോലെ നിങ്ങളുടെ പേരിന്റെ കൂടെ ഫോൺ നമ്പർ എഴുതി കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ സപ്താഹം ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാൻ വളരെ എളുപ്പമായിരിക്കും. കാരണം ഇന്നിപ്പോൾ വാട്സാപ്പിലൂടെ നമുക്ക് മെസ്സേജുകൾ ഷെയർ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അതൊരു സൗകര്യമായിരിക്കും. ഒരു കവറിന്റെ മുകളിൽ നിങ്ങളുടെ അഡ്രസ്സ് എഴുതി, അഡ്രസ്സ് എഴുതണമെന്നില്ല, ജസ്റ്റ് ടെലിഫോൺ നമ്പർ എഴുതി, ഫോൺ നമ്പർ എഴുതി ഒരു ദക്ഷിണയ്ക്ക് സമർപ്പിച്ച് നാളെ യജ്ഞം പരിസമാപ്തമാകും. ഞാൻ നിങ്ങളെയൊക്കെ ഭക്തിയോടെ വിളിക്കുകയാണ്. ഞാൻ ചാലക്കുടി കാടിനുള്ളിലാണ് താമസം. അതിരപ്പള്ളി ഫോറസ്റ്റ്, അതിരപ്പള്ളി വാട്ടർഫാൾ കേട്ടില്ലേ? അവിടെയാണ്. അവിടെ എല്ലാ മാസവും സപ്താഹമുണ്ട്. അവിടെ ഇപ്പോഴൊരു ആയുർവേദ സെന്ററും കൂടെ തുറന്നിരിക്കുകയാണ്. നിങ്ങൾ വരണം. ചാലക്കുടിയിൽ നിന്നും ആതിരപ്പള്ളിക്ക് പോകുന്ന വഴിക്ക്, ആ സ്ഥലത്തിന്റെ പേര് തന്നെ മുനിപ്പാറ. 2000 വർഷം പഴക്കമുള്ള മുനി അറകൾ ഇപ്പോഴും ആ സ്ഥലത്തുണ്ട്. മുനികൾ പണ്ട് തപസ് ചെയ്തിരുന്ന അറകളൊക്കെ ഉള്ള സ്ഥലത്തെയാണ് മുനി അറകള്. മുനി അറ എന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ? അങ്ങനെയുള്ള സ്ഥലങ്ങള്, ആ സ്ഥലം അപ്പോഴും അവിടെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു പവിത്ര ഭൂമിയിലാണ് ഞങ്ങളുടെ താമസം. എൻ്റെ കൂടെ 10-60 ആൾക്കാർ, അമ്മമാര് താമസിക്കുന്നുണ്ട്. അപ്പൊ അവിടെ 40-40 നാടൻ പശുക്കളുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എല്ലാവരുടെയും സഹായവും സാന്നിധ്യവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഉപസംഹരിപ്പിക്കുന്നു. നമുക്ക് 1-2 ചടങ്ങുകൂടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഒരു ചെറിയ കീർത്തനം കൊണ്ട് ചൊല്ലിക്കൊണ്ട് നമുക്കത് നിർത്താം. അല്ലെങ്കിൽ അവർ റെഡിയാണോ? അവരൊക്കെ റെഡിയാണ്? എല്ലാവരും റെഡിയാണ്? സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. നമ്മുടെ ഈ സപ്താഹത്തിന് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന ആളുകളെയൊക്കെ ആദരിക്കുന്ന ചടങ്ങാണ്. എല്ലാവരും നല്ലൊരു കയ്യടിയൊക്കെ കൊടുത്തിട്ട് തുടങ്ങണം. സ്വാമി ശരണം. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എല്ലാവരും അതാത് സ്ഥാനത്ത് തന്നെ ഇരിക്കണം. 1-2 ചെറിയ ചടങ്ങുകളൂടി നടക്കാനുണ്ട്. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ തുടങ്ങുന്നത്. ആദ്യം കൂപ്പൺ വാങ്ങിച്ചിട്ടുള്ളവർക്കാണ്. എല്ലാവർക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങളും ഈ പരിപാടിയുടെ വിജയത്തിന് എല്ലാവരോടും പരസ്പരം സഹായിച്ച് സഹകരിച്ച് വിജയപ്രദമാക്കുവാൻ
എല്ലാ ഭക്തജനങ്ങളോടും താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. അതിനു മുമ്പ് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായിട്ട് നമ്മുടെ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് NP ബാബുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. നമ്മുടെ സപ്താഹം തുടങ്ങി ഇതുവരെ വളരെ നല്ല രീതിയിൽ വളരെ ഭംഗിയായിട്ട് നടത്തുവാൻ സഹായിച്ചു എല്ലാവർക്കും ആദ്യമേ തന്നെ ക്ഷേത്ര ഉപദേശ സമിതിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഒരു പരിപാടി വിജയിപ്പിക്കണമെങ്കിൽ ഞങ്ങളൊരു ഉപദേശക സമിതി മാത്രം വിചാരിച്ചാൽ നടക്കാവുന്ന ഒരു കാര്യമല്ല. അതിന് ഒത്തിരി ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വന്നിരുന്ന എല്ലാവരുടെയും പ്രവർത്തനവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഇത് നടത്താൻ സാധിച്ചത്. എന്നിരുന്നാൽ പോലും ഇതിന് നേതൃത്വം കൊടുക്കുവാൻ ഞങ്ങൾ കുറച്ച് ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ മാതൃസമിതി അംഗങ്ങളുണ്ട്, ബ്രാഹ്മണ സഭയുടെ കുറച്ച് ആളുകളുണ്ട്, അങ്ങനെ ഒത്തിരി നിരവധി ആളുകളെ ഞങ്ങൾ പങ്കെടുക്കും. കാരണം ബ്രാഹ്മണ സഭയുടെ നമ്മുടെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുജനും മക്കളും നമ്മുടെ ക്ഷേത്രത്തിൽ എത്ര വലിയ ആളുകൾ വന്നാൽ ഉടനെ തന്നെ ഞങ്ങൾ പറഞ്ഞാൽ നമുക്ക് എത്രയും കിട്ടുന്നൊരു പൂർണ്ണകുംഭം നൽകുന്നതിനോ മറ്റെല്ലാ കാര്യത്തിനും സഹായം ചെയ്തു വരുന്ന ആളുകളാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അവരെ നമ്മൾ ആദരിക്കുന്നുണ്ട്, സ്വാമിജിയോട് ആദരിക്കാൻ തയ്യാറാവുന്നുണ്ട്. പിന്നെ നമ്മുടെ മാതൃസമിതി അംഗങ്ങൾ, നമ്മുടെ വീട്ടിലേക്ക് ഒരു വിശിഷ്ട ഒരു ഗസ്റ്റ് വന്നാൽ തിരിച്ചു വീണ്ടും വരണമെങ്കിൽ എന്ത് ചെയ്യണം? വരുന്ന ആളുകൾക്ക്, വരുന്ന ഗസ്റ്റിന് വേണ്ട രീതിയിൽ നല്ലൊരു സ്വീകരണം, പോകുമ്പോൾ ഒരു നല്ലൊരു പുഞ്ചിരി അത് കൊടുത്താൽ മാത്രമേ പിന്നെ ഗസ്റ്റ് വരാറുള്ളൂ. പക്ഷെ നമ്മുടെ ക്ഷേത്രത്തിലെ മാതൃസമിതി അതിനൊരു മാതൃക തന്നെയാണ്. കാരണം ഇവിടെ ഈ മാതൃസമിതിയെ കുറിച്ച് പറയുമ്പോൾ അവർ ശരിക്കും ഗസറ്റ് റാങ്കിൽ നിന്ന് റിട്ടയർഡ് ആയ ആളുകളാണ്. അവർ ശരിക്കും ഒത്തിരി വിശ്രമിക്കുന്നതിന്റെ സമയത്താണ് അവർ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഞങ്ങളോട് കൂടെ നിൽക്കുന്നത്. ആ കൂടെ നിന്നുകൊണ്ട് ആ പ്രവർത്തനം വളരെ ഭംഗിയായിട്ടാണ് അവർ നടത്തി തരുന്നത്. അപ്പൊ അവർക്കൊക്കെ ഒരു പ്രത്യേക ഒരു കൈയ്യടി കൊടുക്കേണ്ടതാണ്. കാരണം ഏറ്റവും മനോഹരമായിട്ട് നമുക്കറിയാം, ഇവിടെ നിന്ന് പുന്നയം മുതൽ വെണ്ണല മുതൽ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു, ഈ പ്രാവശ്യം വരാൻ സാഹചര്യം. ഇവിടെ വന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം കൂട്ടുപുരൽക്കാർ നിന്നാണ് ഭക്ഷണം തരുന്നതെന്ന് അറിയാം. അത് ശരിയല്ല എന്നും ഞങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെ സൗകര്യങ്ങൾ കുറവാണല്ലോ. നമുക്കറിയാം, നമ്മളെല്ലാം ഗ്രാമപ്രദേശങ്ങളിലെ ക്ഷേത്രത്തിൽ നിന്ന് വന്ന ആളുകളാണ്. അവിടെ നമുക്കൊരു തീരുമാനം എടുക്കുന്നതിൽ അധികാരം അവിടുത്തെ നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ ട്രസ്റ്റുകൾക്കും ഉണ്ട്. ഇവിടെ ഒരു ഉപദേശ സമിതിക്കോ നമ്മുടെ ട്രസ്റ്റുകൾക്കോ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമില്ല. ഞങ്ങൾ 2016, 2018 ഞങ്ങൾ കമ്മിറ്റി അധികാരം കയറിയപ്പോൾ ഞങ്ങൾക്ക് ആകപ്പാടെ കിട്ടിയ സ്ഥലമാണ് 7800 സ്ക്വയർ ഫീറ്റ് ഞങ്ങളെ കാണിച്ചു തന്നു. ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് പണിയാമെന്ന് പണിതോളം പറഞ്ഞു. ഞങ്ങൾ 8000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഷെഡ് ഞങ്ങൾക്ക് പണിയാൻ സാധിച്ചു. അതാണ് നമുക്ക് വളരെ സന്തോഷത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഇരിക്കാനും ഓരോ പ്രവൃത്തി ചെയ്യാനും നമുക്ക് കഴിഞ്ഞ തവണ കോവിഡ് കാലത്തും അത് നമുക്ക് വെള്ളപ്പൊക്ക സമയത്ത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ സാധിച്ചതാണ് നമ്മുടെ ഈ പങ്കില്. അത് നമുക്ക് നിങ്ങളെല്ലാവരുടെയും സഹകരണം സാധിച്ചു. ഇനിയും നിരവധി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതുണ്ട്. അതിന് നമ്മളൊരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. സ്വാമിജി നമ്മുടെ ഇവിടുത്തെ ഓരോരുത്തരുടെയും നമ്മുടെ ഓരോരുത്തർ സഹകരണം കണ്ടു സ്വാമിജി തന്നെ പറഞ്ഞു, ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിക്കോ, എന്നെ പറ്റാവുന്ന രീതിയിൽ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ചെയ്തു തരാമെന്ന് സ്വാമിജി നമുക്ക് ഉറപ്പ് തന്നേക്കാണ്. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം കാരണം സ്വാമിജി പലപ്പോഴും പറഞ്ഞു ഇവിടെ പെരുമ്പാവൂരാണ് ഇത്രയും സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്. കാരണം നമ്മുടെ ലാസ്റ്റ് സാമ്പാറിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആണെന്ന് ഒരു സ്വാമി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചാണ് മാക്സിമം ആളുകൾ നമ്മൾ സഹകരിക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ വികസനത്തിലേക്ക് നമ്മൾ നീങ്ങാൻ ഒത്തിരി ആളുകളുടെ സഹായങ്ങളുണ്ട്. ഈ ഊഴയിക്കുന്ന സമയത്ത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പക്ഷെ എങ്കിലും നമ്മുടെ ക്ഷേത്രത്തിന്റെ വികസനം നമ്മളെ സംബന്ധിച്ച് മണ്ഡലകാലങ്ങളിൽ ശബരിമലയ്ക്ക് പോകുന്ന ഓരോ ഭക്തരും നമ്മുടെ പെരുമ്പാവൂർ അയ്യപ്പ സ്വാമിയുടെ അടുത്ത് വന്നിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ ഈ സപ്താഹത്തോടു കൂടി കേരളത്തിൽ സ്വാമിജിയുടെ ഇന്നിപ്പം നമ്മളുടെ ഏറ്റവും കൂടുതൽ ലോക്കൽ ആളുകൾ ഇവിടെ കാണുന്നില്ല. കാരണം സ്വാമിജി യൂട്യൂബ് ചാനലിലൂടെ അവർ സോഷ്യൽ മീഡിയ വഴി കാണിക്കുന്നതിൽ മിക്കവാറും ആളുകൾ വീട്ടിൽ AC ഇരുന്നാണ് കാണുന്നത്. ഈ വന്നിരിക്കുന്നതിൽ 80% പേരും ചെറുകുന്ന മോടക്കാലി പനിച്ചയം മുതലുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആളുകൾക്ക് സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങൾ അത് അവർ തന്നെ ഉപയോഗിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വരുന്നില്ല. സ്വാമിജി പറഞ്ഞു കഴിഞ്ഞു, ക്ഷേത്രത്തിൽ വരുന്നത് തൊഴാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ധ്യാനം പല കാര്യങ്ങളും ചെയ്യണം. കാരണം സ്വാമിജിയുടെ വാക്കിൽ നിന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഓംകാരം ചെല്ലുന്നുണ്ടായി. ഞാൻ ആദ്യ ദിവസങ്ങളൊക്കെ ഓംകാരം തുടങ്ങിയപ്പോൾ ഞാൻ 8 പ്രാവശ്യം നിർത്തിയാ തുടങ്ങിയത്. ഇന്നിപ്പോൾ എനിക്ക് 6 പ്രാവശ്യം കൊണ്ട് എനിക്ക് തുടങ്ങാൻ സാധിച്ചു. കാരണം അത്രയ്ക്കേറെ ഡെഡിക്കേറ്റഡ് ചെയ്യുന്നത്, അത്രയ്ക്ക് ചെയ്ത കാര്യങ്ങൾ അതൊക്കെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ സാധിച്ചാൽ എത്രമാത്രം പ്രയോജനമുള്ള കാര്യങ്ങളാണ്. എന്ത് കാര്യം നമ്മൾ ഡിസിപ്ലിനോടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് സക്സസ് ആവുമെന്നുള്ളൊരു തെളിവാണ് സ്വാമിജി കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നൊരു അമ്മ പറയുകയുണ്ടായി, മോനെ എനിക്ക് പ്രഷർ ഭയങ്കര ഹൈ ആയിരുന്നു, ഇന്ന് ഞാൻ പ്രഷർ രാവിലെ ചെക്ക് ചെയ്തിട്ടാണ് വന്നത്. എനിക്ക് ആ സ്വാമിജി പറഞ്ഞ മാതിരി ചെയ്തപ്പോൾ സ്വാമിജി അന്ന് പറഞ്ഞല്ലോ 7 ദിവസം കൊണ്ട് ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നു പറഞ്ഞു. ആ അമ്മ എന്ന് പറയാണ് എനിക്ക് ഭയങ്കര മാറ്റമായി. ഇന്ന് 6ാം ദിവസമായപ്പോൾ എനിക്ക് ഭയങ്കര മാറ്റമായി. എനിക്കിന്ന് ഉപ്പ് വേണ്ട, എനിക്ക് സാധനം വളരെ ഞാൻ രാവിലെ ഉപ്പ് കൂട്ടിയാണ് ഭക്ഷണം കഴിച്ചത് എന്ന് പറയണേ. അപ്പൊ ഇന്ന് കാരണം ഞാൻ ഇഡലി മേടിക്കാൻ നേരത്ത് പറഞ്ഞ് എനിക്ക് ഉപ്പ് വേണം എന്ന് പറയണം. അന്ന് ഉപ്പില്ലാണ്ട് കഴിച്ചിരുന്നത് അമ്മയ്ക്ക് പ്രഷർ കുറഞ്ഞു എന്ന് പറയുമ്പോൾ വളരെ ബാലൻസ് ആയി എന്ന് പറയുമ്പോൾ ആ സ്വാമിജി പറഞ്ഞ എത്രയും നല്ല നല്ല കാര്യങ്ങളാണ് നമുക്ക്. അപ്പൊ ഇത്രയും അറിവുള്ള ആള് സ്വാമി വന്നപ്പോൾ
1 മണിക്കൂർ പോലും നമുക്ക് വിശ്വസിച്ച് ചെയ്യാനില്ല. നമ്മളുടെ ഓരോരുത്തരും നമ്മൾ 12 മണിക്കൂർ 14 മണിക്കൂർ, ശരിക്കും 6 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ തീരുന്നത് 8 മണിക്കാണ്. 14 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട് ഇന്നലെ തന്നെ ഇരിക്കുന്ന ആളുകളാണ് കൂടുതലും. ഇന്നലെ തന്നെ 2 മണി 2:30 ആയപ്പോഴും ഇവിടെ നിന്ന് ശരിക്കും വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട ലാസ്റ്റ് മതി എന്ന് പറഞ്ഞ് ടോക്കൺ മേടിച്ചിട്ട് ലാസ്റ്റ് വന്ന് കയറുന്ന ആളുകളുണ്ട്. അപ്പൊ അത്രയ്ക്കും സ്വാമിയുടെ പ്രഭാഷണത്തിന് വേണ്ടി അത്രയ്ക്കേറെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ ഉള്ളത്. അപ്പൊ എന്തായാലും ക്ഷേത്രത്തിന്റെ വികസനത്തിന് ഒരു മാതൃസമിതിയോ ഒരു നമ്മൾ കോപ്പി ചെയ്ത ആൾക്കാർ വിചാരിച്ച സാധിക്കുന്നില്ല. നമ്മളെല്ലാവരുടെയും ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഒരു മാസ്റ്റർ പ്ലാനുകളുണ്ട്. ഈ ക്ഷേത്രം നമ്മുടെ ഈ സപ്താഹത്തോടു കൂടി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായി മാറിക്കഴിഞ്ഞു. ഒരു മാറ്റവുമില്ല. അപ്പോൾ ഇനിയും നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ നിർത്തുകയാണ് സ്വാമിയെ കുറിച്ച്. ഇന്ന് ഈ സ്വാമിജി ഇവിടെ വരണമെങ്കിൽ കഴിഞ്ഞ ദിവസം സ്വാമിജിയെ ബുക്ക് ചെയ്യാനായിട്ട് ഏറ്റുമാനൂർ മുതലുള്ള ആളുകൾ വന്നിരുന്നു. അവർ 18 മാസം മുമ്പുള്ള ശേഷത്തിലുള്ള പരിപാടിക്കാണ് വന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഭരണസമിതിയെ സംബന്ധിച്ച് ഇവിടുത്തെ ഭരണസമിതിയുടെ കാലാവധി 2 വർഷമാണ്. ഈ 2 വർഷത്തിലെ കാലാവധിക്കുള്ള ആളുകൾക്ക് ഈ സ്വാമിജിയെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്തോ നമ്മളുടെ എല്ലാ അമ്മമാരുടെയും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് സ്വാമിക്ക് സമയം കിട്ടിയതും അദ്ദേഹത്തിനോട് വരാൻ സാധിച്ചതും. അപ്പൊ അത് നമുക്ക് അദ്ദേഹത്തിന്റെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർത്തേണ്ട ഒരു ജന്മഭാവം ഇതായിട്ട് കൂട്ടിയാൽ മതി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്താണെങ്കിൽ പോലും കാര്യങ്ങളെല്ലാം ഇതുവരെ വളരെ ഭംഗിയായിട്ടുണ്ട്. കാര്യങ്ങൾ വളരെ സന്തോഷമാണ്. കാരണം ഇത്രയും തിരക്കുണ്ടായിട്ട് വരും നമുക്ക് ഒരു ഒച്ചപ്പാടും. അതുകൊണ്ട് തന്നെ ഒരു ഭക്തൻ പറഞ്ഞു എങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നു, എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. കാരണം ഇത്രയും മാതൃസമിതി അംഗങ്ങളെയും ഒരാൾക്കും ഒരു പ്രശ്നങ്ങളില്ല. സാധാരണ ഒരു കൊച്ച് ഒച്ച ഉണ്ടാക്കിയാൽ മതി. ഒരു കൊച്ചു വരെ ഒരു ഒച്ച ഉണ്ടാക്കുന്നില്ല. നമ്മുടെ ഈ വേദിയിൽ സദസ്സിലിരുന്ന ഒരു ഒച്ചപ്പാടുണ്ടാക്കുന്നില്ല, ഒരു കശേരം മറിഞ്ഞു ചാടുന്നില്ല. എല്ലാ രീതിയിലും വളരെ ഡിസിപ്ലിനോട് ചെയ്യാൻ സാധിക്കുന്നത് എന്തൊക്കെയോ അയ്യപ്പസ്വാമിയുടെ ഒരു മഹാഭാഗ്യം കൊണ്ട് തന്നെ നമ്മുടെ സ്വാമിയോടുള്ള സ്നേഹം കൊണ്ട് നടക്കുന്നത്. പിന്നെ ഇവിടെ മഴ, നമുക്ക് പ്രകൃതി സ്വാമി പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. പ്രകൃതി തന്നെ നമുക്ക് അനുഗ്രഹമായിട്ട്. കാരണം നമ്മുടെ 17-ാം തീയതിയും 18-ാം തീയതിയും രാവിലെ വരെ മഴയായിരുന്നു. പക്ഷെ സ്വാമി ഇവിടെ വരുന്ന അറിഞ്ഞതിന് ശേഷം മഴ തന്നെ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത്രയ്ക്കേറെ പ്രകൃതി നമുക്ക് വളരെ അനുഗ്രഹിച്ച് തന്നേക്കാണേ. അപ്പൊ ഈ കാര്യം ഇനിയുള്ള സമയങ്ങളും നമ്മൾ ഒരു കാരണവശാലും മിസ്യൂസ് ചെയ്യരുത്. കാരണം ഒത്തിരി അറിവുകൾ ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് ഓങ്കാരം 8 പ്രാവശ്യം ചെല്ലുന്നപ്പോൾ ഞാൻ 6ാം പ്രാവശ്യമായി. പക്ഷെ ഞാൻ എന്തായാലും അടുത്ത പ്രാവശ്യം സ്വാമിയെ കാണുമ്പോൾ ഞാൻ സ്വാമി പറയുന്നത് ഏകദേശം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ അതേമാതിരി നമ്മൾ ഓരോരുത്തരും സാധിച്ചാൽ നമുക്ക് ഭയങ്കര നമ്മുടെ ജീവിതത്തിൽ വലിയ സക്സസ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു PCM-ൽ നിന്ന് 1500 ആളുകളെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു. കാരണം സ്വാമി സാധാരണ ഒരു പ്രഭാഷണം മാത്രമല്ല, ഇന്ന് ലോകത്ത് നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് ഇന്ന് നമ്മുടെ ഹിന്ദു സമൂഹം എങ്ങനെ മുന്നോട്ട് പോകണമെന്നും ഏതൊക്കെ രീതിയിൽ പോയാൽ അവർക്ക് സക്സസ് ആക്കാൻ പറ്റുമെന്നും ഇന്നലെ മൊബൈൽ ഷോപ്പിന്റെ എക്സാമ്പിൾ പറഞ്ഞു. നമുക്ക് മൊബൈൽ വാങ്ങിക്കാനും ഓർണം പറയും വലിച്ചെറിഞ്ഞ് കളയാനല്ലാണ്ട് നമുക്ക് നന്നാക്കാനാണോ എന്തുകൊണ്ടാണ് കേടായെന്ന് അറിയാൻ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെ പറ്റി ആർക്കും അറിയില്ല. പക്ഷെ സ്വാമി ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞു മൂവാറ്റുപുഴയിലും പെരുമ്പാവൂരിലുള്ള ഒത്തിരി ആളുകൾ അത് പഠിച്ച് തയ്യാറാവുന്നുണ്ട്. നമ്മൾ കുറച്ച് കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് കാശ് സേവ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ നമ്മളത് ഓരോരുത്തരും നമ്മുടെ നമ്മുടെ ബാലൻസിലേക്ക് നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിച്ചാൽ നമുക്ക് ഓരോരുത്തരും നമുക്ക് സമൂഹത്തിൽ കെട്ടിപ്പടുത്താൻ പറ്റുമെന്ന് മാത്രം ഞാൻ പറയുന്നു. അപ്പൊ എന്തായാലും പറഞ്ഞില്ല, നമ്മുടെ ഇവിടുത്തെ ഈ പരിപാടിക്ക് വിജയത്തിന് ഞങ്ങളുടെ കോപ്പി ചെയ്ത ആളുകൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു മ്യൂറൽ പെയിന്റ് ചെയ്ത ഒരു ആളുണ്ട്. പിന്നെ നമുക്ക് നിലവിൽ നമ്മളെ സംബന്ധിച്ച് ഇവിടെ കഴിഞ്ഞ ദിവസം ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ നമ്മളൊരു കാര്യങ്ങൾ ഞങ്ങൾ ഈ കമ്മിറ്റി ഇറങ്ങിത്തിരിക്കുമ്പോൾ പണം നോക്കാറില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ചോദിച്ചു സ്വാമിജി വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത് അഫോർഡ് ചെയ്യണമെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു സാധിക്കും. ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. കാരണം സ്വാമിജിയുടെ പരിപാടികൾക്ക് മൊത്തത്തിൽ ചെലവ് കൂടുതലാണ്. വേറെ സ്വാമിജിക്കല്ല, സ്വാമിജിയുടെ ദക്ഷിണ അല്ലാതെ സ്വാമിജി ഓരോ കാര്യങ്ങളും നമ്മൾ ദൃശ്യാവിഷ്കാരം നടത്തി അത് കൊല്ലത്തുനിന്ന് ഒരാൾ വരണമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ ചെലവ്. അങ്ങനെ ഓരോരുത്തരും ഏകദേശം ഒരു 4ഓളം അഡീഷണൽ പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. ഇത് എങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ അയ്യപ്പൻ നമ്മുടെ കൈ വിടലാന്ന് നിങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഓരോ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും വരില്ല. അതിന് ചെറിയൊരു എക്സാമ്പിൾ, ഈ തുടക്കത്തിൽ ഞങ്ങൾക്കൊരു 500 രൂപ തന്ന ഒരാൾ, ശരിക്കും പറഞ്ഞാൽ അങ്ങേർക്ക് നല്ല സാമ്പത്തികമുള്ള ആളാണ്. പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് ഇത്രയും പരിപാടിയില്ലേ, അത്രയും പൈസയ്ക്ക് ചെലവ് വരുള്ളൂ എന്ന് പറഞ്ഞു. ശരി മതി എന്ന് പറഞ്ഞു. നമ്മുടെ നരസിംഹാവതാരം കഴിഞ്ഞതിന് ശേഷം അത് 5000 രൂപ കൊടുത്തു. ആലോചിച്ചോക്കെ. അപ്പൊ അത്രയും ആളുകൾ ഇത് പരിപാടി ഇഷ്ടപ്പെട്ടാണ് തരുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട ആരെയും പൈസ വാങ്ങിക്കുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട അവർ അറിഞ്ഞു തരുന്ന കാശ് മാത്രമേ നമ്മൾ വാങ്ങിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ പരിപാടി ഇരിക്കുന്ന ഓരോ അമ്മമാർക്ക് ഇന്നിപ്പോ ഈ സമയത്തൊക്കെ ഇങ്ങനെ ഒരു പ്രസംഗം എന്നൊക്കെ പറയുമ്പോൾ അവർ ദേഷ്യപ്പെടുന്നില്ല, ആരും ദേഷ്യപ്പെടുന്നില്ല. കാരണം അവർ ഇഷ്ടപ്പെട്ടായിരിക്കുന്നത്. എന്നോടുള്ള ഇഷ്ടമല്ല, സ്വാമിജിയോടുള്ള ഇഷ്ടം കൊണ്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം. അപ്പൊ ആയതുകൊണ്ട് ഈ പരിപാടിയുടെ ഓരോ സക്സസ് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മുടെ ബാത്റൂം, ഇവിടെ നിൽക്കുന്ന അമ്മമാർ ഇപ്പോൾ ബാത്റൂമിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ബാത്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങളില്ല. ഞങ്ങളിവിടെ വന്നതിന് ശേഷം നമ്മൾ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തു. നമ്മുടെ
ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മുടെ കുളത്തിന്റെ കൈവരി പോയിട്ട് നാളുകളായി. ഇത് നന്നാക്കുന്നതിന് വേണ്ടി നമ്മൾ ദേവസ്വം ബോർഡിലേക്ക് നിരന്തരമായിട്ട് ഇദ്ദേഹം ഒരു നമ്മുടെ സെക്രട്ടറി ഒരു 40 കോളേജിൽ ഒരാൾ വിളിക്കും, പക്ഷെ പ്രയോജനമില്ല. അതിനുശേഷം നമ്മൾ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് വയ്ക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ അവിടെ വയ്ക്കും. നിങ്ങൾ നോക്ക്, നേരെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ NSSന്റെ ഒരു സ്ഥാപനമാണ്. വേറെ നമുക്ക് കൊണ്ടുവയ്ക്കാൻ ടോയ്ലറ്റ് വയ്ക്കാൻ സൗകര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ബുദ്ധിമുട്ട്. എന്നൊരു ടോയ്ലറ്റ് വയ്ക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാറില്ല. പക്ഷെ ഞങ്ങൾ ഈ വിവരം NSSന്റെ അവർ പറഞ്ഞപ്പോൾ അവിടുത്തെ ഭരണസമിതിക്കാർ പറഞ്ഞു, നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട, ആ സൗകര്യം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തണം പറയുകയും എല്ലാ ഫുൾ ടൈം 24 മണിക്കൂർ തുറന്നു തരികയാണ്. അതുകൊണ്ട് ബ്രാഹ്മണ സഭയായാലും ഇവരെല്ലാവരും സപ്പോർട്ട്, നമുക്ക് വലിയ ഒരു സപ്പോർട്ടാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കഴിഞ്ഞ ഉത്സവത്തിന് നമുക്കൊരു ഫാമീസ് കറി പൗഡർ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ കമ്മിറ്റി മെമ്പറാണ്. ഇന്നിപ്പോൾ നമ്മൾ മിക്കവാറും അമ്മമാര് ഫാമീസ് കറി പൗഡറിൽ കറി വെക്കാറില്ല. സാമ്പാർ കഴിഞ്ഞ ദിവസം ഒരു അമ്മ പറഞ്ഞു, ഇനി ഞാൻ കറി വെക്കില്ല, കാരണം തലേ ദിവസം ശനിയാഴ്ച സാമ്പാർ പൊടി കൊണ്ടുവരാത്തിൻ്റെ പേരിൽ അമ്മ ഞായറാഴ്ച ദിവസം കറി പൗഡർ സാമ്പാർ വെച്ചു കൊടുത്തില്ല എന്നൊരു പരാതി കേട്ടു. അത്രയ്ക്ക് നല്ല രീതിയിൽ ഒരു ഫാമീസിന്റെ കറി പൗഡർ നടത്തുന്ന അദ്ദേഹം നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയുടെ ഒരു ജോയിന്റ് സെക്രട്ടറി കൂടിയാണ്, കേരള സെക്ഷന്റെ ഹെഡ് കൂടിയാണ്. അദ്ദേഹം സ്വാമിക്ക് ഒരു ഉപകാരം കൊടുക്കാൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിൽ സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായിട്ട് ബ്രാഹ്മണ സമൂഹത്തിന്റെ ഇനീശ്വരനെ നമ്മൾ വിളിക്കുന്നു. സ്വാമിക്ക് ഒരു ഉപകാരം കൊടുക്കുന്നതിനാണ്. ഹലോ, സ്വാമി ശരണം. അടുത്തതായിട്ട് നമുക്ക് ഇത്രയും ദിവസം രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി തന്നതിന് നേതൃത്വം വഹിച്ച ശ്രീ വേലപ്പൻ അവരുകളെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്വാമിയെ ആദരിക്കുകയും സ്വാമിയെ ബഹുമാനിക്കുകയും സ്വാമിക്ക് പൂർണ്ണ നൽകി സ്വീകരിച്ച ബ്രാഹ്മണ സമൂഹം ഭാരവാഹികൾക്ക് ക്ഷേത്ര ഉപദേശ സമിതിയുടെ ഹാർദവമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് രുചികരമായ ഭക്ഷണം ഇവിടെ ഒരുക്കി തന്ന വേലപ്പനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരു ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേലപ്പനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ സഹായികളായ ഷിജിമോൾ, ഇന്ദിരാ മോഹൻ, ശോഭന സദാനന്ദൻ തുടങ്ങിയവരെയും ക്ഷണിക്കുന്നു. നമ്മുടെ ഈ പരിപാടികൾക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന ഭക്തജനങ്ങൾക്കും അല്ലാതെ വരുന്നവർക്കും നല്ല ചിരിച്ച മനസ്സോടുകൂടി സ്നേഹസമസ്ത്രമായ ആദരവോടുകൂടി ഏറ്റവും നല്ല സർവീസ് നടത്തിയ മാതൃസമിതിക്ക് സ്വാമിജി അവരോടൊപ്പം നിന്ന് ഒരു ഫോട്ടോയ്ക്ക് ഇത് ചെയ്യുന്നു. എല്ലാവരുടെയും സഹകരണം സാദരം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. സ്വാമി ശരണമയ്യപ്പ. അടുത്തതായിട്ട് ക്ഷേത്ര ഉപദേശ സമിതിയുടെ കോപ്റ്റഡ് അംഗങ്ങളായ മണികണ്ഠൻ, സജി, അശോകുമാർ, കൃഷ്ണൻജി, ഇന്ദുചൂടൻ, സുധീഷ്, രാജൻ തുടങ്ങിയവരെ സ്വാമിജിയുടെ അനുഗ്രഹം വാങ്ങുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇവിടെ നാരായണീയ പാരായണം നടത്തിയ നാരായണീയ സേവാ സമിതി ഭജനമഠം ഭാരവാഹികളെ സ്വാമിയുടെ അനുഗ്രഹത്തിനായി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു.
സ്വാമി ശരണം. അടുത്തായിട്ട് സ്വാമീസ് കറി പൗഡർ കമ്പനിക്ക് വേണ്ടി കേരള ഡിസ്ട്രിബ്യൂട്ടർ ശ്രീ അനിൽ പൊയ്യക്കാരൻ സ്വാമിജിക്ക് ഉപഹാരം നൽകി ആദരിക്കുന്നു. ഫാമീസ് കമ്പനിക്ക് വേണ്ടി കേരള ഡിസ്ട്രിബ്യൂട്ടർ ശ്രീ അനിൽ പൊയ്യക്കാരൻ സ്വാമിജിക്ക് ഉപഹാരം നൽകി സ്വാമിയെ ആദരിക്കുന്നു. അടുത്തതായിട്ട് അമൃത ബാല സംസ്കൃതി കേന്ദ്രം പുല്ലുവഴിയിലെ കുട്ടികൾ സ്വാമിയുടെ അനുഗ്രഹത്തിനായി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നു. അമൃത ബാല സംസ്കൃതി കേന്ദ്രം പുല്ലുവഴി അവിടുത്തെ കുഞ്ഞുങ്ങൾ സ്വാമിജിയുടെ അനുഗ്രഹത്തിനായിട്ട് സ്റ്റേജിലേക്ക് വരുന്നു. അമൃത ബാല സംസ്കൃതി കേന്ദ്രം പുല്ലുവഴിയിലെ കുട്ടികളാണ് സ്വാമിജിയുടെ അനുഗ്രഹത്തിനായി സ്റ്റേജിൽ നിൽക്കുന്നത്. എല്ലാവരും അവിടെ ഇരിക്കണം, ആരും പോകരുത്. ഇപ്പോൾ നമ്മുടെ പരിപാടി ഇപ്പൊ തീരും. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക, ഇരിക്കുന്നിടത്ത് ഇരിക്കുക. എല്ലാവർക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ. ദയവേത് സഹകരിക്കണം. സമയം ഒരുപാടായി, തിക്കും തിരക്കും കൂട്ടരുത്. എല്ലാവരും അതാത് സ്ഥലത്തിരിക്കണം. ഉപദേശ സമിതിയുടെ നിർദ്ദേശാനുസരണം, വാളണ്ടിയേഴ്സിന്റെ നിർദ്ദേശാനുസരണം അനുസരിച്ച് ക്യൂ ആയിട്ട് നിന്ന് മാത്രമേ ഇവിടുന്ന് പോകാവുള്ളൂ. സ്റ്റേജിലെ അവസാന ചടങ്ങായ ദീപാരാധന കൂടി കഴിഞ്ഞിട്ട് ഭക്തജനങ്ങൾക്ക് ഇവിടുന്ന് പോകാവുള്ളൂ. സ്വാമിജി എല്ലാവരുടെയും അനുഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ട് അടുത്ത ദീപാരാധന നടക്കാൻ പോവുകയാണ്. എല്ലാവരും സഹകരിക്കണം, അതാത് സീറ്റുകളിൽ ഇരിക്കണം. ക്യൂ ആയിട്ട് വാളണ്ടിയേഴ്സിന്റെ നിർദ്ദേശം അനുസരിച്ച് എല്ലാവരും സഹകരിക്കുക. സ്വാമിയെ ശരണമയ്യപ്പ. ദീപാരാധനയ്ക്ക് ശേഷം എല്ലാവർക്കും ഭക്ഷണം ശാലയിലേക്ക് പോകാവുന്നതാണ്. രാധാരമണ മുകുന്ദ മുരാരെ ചരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ചരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കർ ചരണം മേ തവ ചരണയുഗം സാംബ സദാ ശിവ ശംഭോ ശങ്കർ
ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആഷിതവത്സ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം കമലപുരീശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം 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 ശരണം മേ ശരണം മേ ശരണയുഗം ശരണയുഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഒരു മിനിറ്റ്, എല്ലാവരും ഒന്ന് നിൽക്കണം, എല്ലാവരും പോകരുത്. നമ്മളിവിടെ ഒരാളെ, പ്രശസ്തനായ ഒരു കലാകാരനെ നമ്മളിവിടെ ആദരിക്കാനുണ്ട്. നമ്മുടെ ഗോപുരത്തിങ്കിൽ വെച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യലായ ഒരു ഭംഗിയായ ഒരു ചിത്രം ഇവിടെ വരച്ച ആർട്ടിസ്റ്റിനെ നമ്മൾ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം വേദിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആർട്ടിസ്റ്റ് നിതിൻ മോഹൻ കെ, സൺ ഓഫ് ലൈറ്റ് അഡ്വക്കേറ്റ് KS മോഹൻ അവരുടെ മകനാണ്. കാലടി യൂണിവേഴ്സിറ്റി കോളേജ് ലെക്ചറാണ്. കേരള ഗവൺമെന്റ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് അവാർഡ് നേടിയിട്ടുണ്ട്. നമ്മുടെ ഗോപുരത്തിന്റെ ഇരുവശത്തും നല്ലൊരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങളും അത് കാണണം. സ്വാമിജി അദ്ദേഹത്തെ ആദരിക്കുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കണം. സ്വാമിയേ ശരണമയ്യപ്പ.